കർത്താവേ, ഹൃദയദുഃഖത്തോടെ ഭാരത്തോടെ ആരെങ്കിലും കഷ്ടത്തിലിരിക്കുന്നെങ്കിൽ അവരെല്ലാം കർത്താവ് എന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിംഗിന് ഏറ്റവും അനുഗ്രഹമായിരിക്കാൻ ഓൺലൈനിൽ കൂടെ കാണുന്നവർക്കെല്ലാം കർത്താവ് ഇത് ഏറ്റവും അനുഗ്രഹമായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കണം. ദേവദാസന്മാർ ദാസിമാരെല്ലാവരെയും കർത്താവ് കരത്തിലെടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിഷയങ്ങളെയും ദൈവകരത്തിൽ തരുന്നു. നെറ്റിന്റെ എല്ലാ പ്രയാസത്തിൽ നിന്നും കർത്താവ് വിടുവിക്കണം. തുടക്കം മുതൽ അവസാനം വരെ ഒരു തടസ്സമില്ലാതെ കർത്താവ് അങ്ങയുടെ അഭിഷേകത്തിന്റെ നിഴൽ നടക്കുവാൻ കർത്താവ് എല്ലാം അനുഗ്രഹമായിരിക്കാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിഷയങ്ങളും ദൈവകരത്തിലേക്ക് താഴ്ത്തി തരുന്നു. പ്രാർത്ഥന കേൾക്കണമേ യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. പ്രാർത്ഥന ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസിയോടുള്ള ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. നിങ്ങൾ കഴിയുന്നവരെല്ലാം നിങ്ങളുടെ വീഡിയോകൾ ഓൺ ചെയ്ത് വെച്ച് ആമേൻ പ്രൈസ് വർഷിപ്പിനായി ഒരുങ്ങുമല്ലോ. ഇന്ന് രാത്രി നമ്മുടെ മധ്യേ കർത്താവിന്റെ ദാസി ലസൽ കോട്ടയമാണ്. ആമേൻ സ്തോത്രം. ശുശ്രൂഷയ്ക്കായി കടന്നു വന്നിരിക്കുന്ന ആമേൻ ആരാധന ലീഡ് ചെയ്യുവാൻ കഴിഞ്ഞ നാളുകളിലെല്ലാം നമ്മുടെ മധ്യേ കടന്നു വന്ന വർഷിപ്പ് ലീഡ് ചെയ്യുകയും ദൈവവചനം അറിയിക്കുകയും ചെയ്തതൊക്കെ നമുക്ക് ഏറ്റവും അനുഗ്രഹവും പ്രൈസ് ലോർഡ് ഹല്ലേലൂയ പ്രൈസ് ലോർഡ് ശ്രേഷ്ഠകരമായ അനുഭവമായിരുന്നു. ഇന്ന് രാത്രി തുടർന്നുള്ള നിമിഷങ്ങളിൽ 8:35 വരെയുള്ള സമയങ്ങളിൽ വർഷിപ്പ് ലീഡ് ചെയ്യുവാനായി കർത്താവിന്റെ ദാസിയെ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ ആമേൻ സ്തോത്രം. ആമേൻ ആമേൻ. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി കർത്താവിന്റെ സന്നിധിയിൽ ഒരുമിച്ചായിരിക്കാൻ തന്ന വിലയേറിയ ഭാഗ്യത്തിനായിട്ട് കർത്താവിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വിടുതലിന്റെ അനുഗ്രഹത്തിന്റെ ഹല്ലേലൂയ, മരിച്ചത് ജീവിക്കുന്ന രാത്രിയായി തീരുവാൻ ഹല്ലേലൂയ, ഇല്ലാത്തതിനെ ഹല്ലേലൂയ ഉളവായി വരുന്ന രാത്രിയായി തീരുവാനായിട്ട് ഇടയാക്കട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ എത്ര ഭാരമുണ്ടെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ഹല്ലേലൂയ, കർത്താവ് പറഞ്ഞിരിക്കുന്നത് എല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുവാനാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മൾ ആയിരുന്ന സ്ഥാനങ്ങളിലേക്ക് ഒരു പക്ഷെങ്കിൽ പലവിധമായുള്ള ഭാരങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. ഹല്ലേലൂയ. ഒരു പക്ഷെങ്കിൽ ഇതുവരെയും പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് മറുപടി ലഭിച്ചിട്ടില്ലായിരിക്കും. എങ്കിലും കർത്താവിന്റെ സന്നിധിയിൽ സന്തോഷത്തോടുകൂടി ആയിരിക്കുന്നുവെങ്കിൽ ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മളെ മാനിക്കും, അനുഗ്രഹിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രികാലവും കൂടെ കർത്താവിനോട് പറഞ്ഞാട്ടെ, അപ്പൊ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നമ്മൾ ഇവിടം വരെ എത്തിച്ച നല്ല കർത്താവിനോട് പറഞ്ഞാട്ടെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നപ്പ. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ. അന്യഭാഷകളിൽ തന്നെ ഹല്ലേലൂയ ഈ പ്രാർത്ഥന അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഓ റമനക ശാന്തരെ റംഷേന റിമനവരവലവ ശാന്തര ഹല്ലേലൂയ, നമുക്ക് അധരങ്ങളെ തുറന്ന് പാടി സ്തുതിക്കാം നല്ല കർത്താവിനെ. ഹല്ലേലൂയ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളൂ നാഥ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹമെന്തുള്ളൂ. ഒരിക്കൽ ദാവീദ് രാജാവ് പറയുകയുണ്ടായി, അതെ ഹല്ലേലൂയ, ആ ആട്ടിടയനായിട്ട് ഹല്ലേലൂയ ആരും കാണാത്തപ്പോഴും ഹല്ലേലൂയ അപ്പനും അമ്മ എല്ലാം ഉപേക്ഷിച്ച ദാവീദ് ഹല്ലേലൂയ ദൈവത്തോട് പറയുകയാണ്, നീ എന്നെ സ്നേഹിക്കുവാൻ ഇത്രത്തോളം ഇവിടെ വരെ എത്തിക്കുവാൻ ഹല്ലേലൂയ ഞാൻ ഒന്നുമല്ല. ഇന്ന് രാത്രികാലം നമുക്കൊന്ന് പറയുവാൻ സാധിക്കും, അതെ അപ്പം എന്നെ ഇവിടെ വരെ കൊണ്ടുവരുവാൻ ഹല്ലേലൂയ എനിക്ക് പറയുവാൻ സാധിക്കും, ഇന്ന് രാത്രികാലം നിങ്ങളോട് കൂടെ ആയിരിക്കുവാൻ എനിക്ക് ഒരു യോഗ്യതയുമില്ല. എങ്കിലും ഹല്ലേലൂയ കർത്താവ് ആക്കി തന്ന വലിയ പദവികൾക്കായിട്ട് കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് ചേർന്ന് പാടാം. നീ എന്നെ സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളൂ നാഥ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹമെന്തുള്ളൂ. ഒന്നുമില്ല നിന്നെ ഉയർത്തിയ നിൻ സ്നേഹം ഓർക്കുമ്പോൾ നന്ദിയാൽ പാടും ഞാൻ. ഒന്നുമില്ല നിന്നെ ഉയർത്തിയ നിൻ സ്നേഹം ഓർക്കുമ്പോൾ നന്ദിയാൽ പാടും ഞാൻ.
നീ എന്നെ സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളൂ നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹമെന്തുള്ളൂ ആകുലവേള ആശ്വാസമായി ഭാരത്തിൻ നാടകിൽ അത്താണിയായി നീ എന്നെ സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളൂ നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹമെന്തുള്ളൂ ഭാരം വലിയതോ നുകം താങ്ങാൻ കഠിനമോ ഭാരം വലിയതോ നുകം താങ്ങാൻ കഠിനമോ സ്നേഹിത ദുഷിക്കുന്നോ കരങ്ങളുണ്ട് നിന്റെ ഹൃദയം തകരുമ്പോ ശാശ്വത പാറേശു പുതുജീവൻ പകർന്നിടും ശാശ്വത പാറേശു പുതുജീവൻ പകർന്നിടും കൂരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാടുന്ന പാടിനാൽ കരുണ നിറഞ്ഞാൽ കാക്കുമന്നേ ആശ്രയം യേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ ഇത്ര സൗഭാഗ്യം ഇക്ഷീതി ഇല്ല മറ്റ് തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്നാൽ തോരാത്ത കണ്ണീരേ മണ്ണിലുള്ളൂ ആശ്രയമേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ This is my story. This is my song, praising my Savior all the day long. This is my story. This is my song, praising my Savior all the day long. Rimanagashambhare Vaidarajaramanagashamdhari Managaragadamanavaravalamasyaradharadhanaram Sheri Manavaravalamasya എന്നുള്ളമേ സ്തുതിക്കാനീ പരനെ താൻ സ്തുതിക്കാം എന്നന്തരംഗമേ അനുദിനവും
നന്ദിയോടെ പാടി പുകഴ്ത്താം നന്ദിയോടെ പാടി പുകഴ്ത്താം സുരലോക സുഖം മേടിക്കൂ എന്നെ തേടി വന്നയിടേ സുരലോക സുഖം മേടിക്കൂ എന്നെ തേടി വന്നയിടേ
Hallelujah. Thank you, Holy Spirit. Thank you, Lord Jesus. Hallelujah. ഇന്ന് രാത്രികാലവും അതല്ല കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഹാലലുയ. ആ കർത്താവിനോട് പറഞ്ഞാട്ടെ, ഹാലലുയ കർത്താവെ, ഞാൻ ഹാലലു ഇനിയും ഹാലലു എന്നാളും ഞാൻ അങ്ങയുടേതാണെന്ന് എത്ര പേർക്ക് ഇന്ന് രാത്രികാലം പറയുവാൻ സാധിക്കും? അതെ, ഹാലലുയ അപ്പ. ഹാലലു ഞാനും നീയും തമ്മിലുള്ള ഈ ബന്ധത്തെ മാറ്റുവാൻ ആർക്കും കഴിയത്തില്ല. ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഹാലലു ഒരിക്കൽ പത്രോസിനോട് യേശു ചോദിക്കുണ്ടായി, നീ ഇവ എല്ലാറ്റിനേക്കാളും എന്നെ അധികമായി സ്നേഹിക്കുന്നുവോ? ഹാലലു ഇന്ന് രാത്രികാലം എത്ര പേർക്ക് പറയുവാൻ സാധിക്കും? അതെ, ഹാലലു എന്റെ പദവിയേക്കാളും എന്റെ ആരോഗ്യത്തെക്കാളും ഹാലലു എനിക്ക് തന്നിരിക്കുന്ന സ്ഥാനമാനങ്ങൾ, തലമുറകൾ, ഹാലലു സകലതിനേക്കാളും, ഹാലലു എന്റെ ഭാര്യയെക്കാളും ഭർത്താവിനേക്കാളും സകലതിനേക്കാളും ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് എത്ര പേർക്ക് പറയുവാൻ സാധിക്കും? കരങ്ങളെ ഉയർത്തിക്കൊണ്ട് ഇന്ന് രാത്രികാലം ആ നല്ല കർത്താവിനോട് പറഞ്ഞാട്ടെ, ഹാലലുയ. എന്നുമേ നിന്നോടെ സ്വന്തമത്രേ, എന്നുമേ നിന്നോടെ സ്വന്തമത്രേ, ഒന്നുമേ ശക്തമല്ലി ബന്ധം മാറ്റുവാൻ എന്തോരു ഭാഗ്യമിത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തിക്കൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നിൻ പാദം കുമ്പിടുന്നേ, യേശുവേ നിൻ പാദം കുമ്പിടുന്നേ, യേശുവേ നിൻ പാദം കുമ്പിടുന്നേ. ഹല്ലേലൂയ. പ്രിയ പിതാവേ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ
ഇന്ന് രാത്രികാലവും കർത്താവെ ഹാലലു അങ്ങേ ആരാധിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിച്ചു വലിയ കൃപകൾക്കായിട്ട് അങ്ങേക്ക് നന്ദി പറയുന്നപ്പ. ഹാലലുയ. പ്രത്യേക കർത്താവെ ഹാലലു മിനിസ്ട്രിയെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഹാലലു ഇതിന് നേതൃത്വം നൽകുന്ന അഭിഷിക്തരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രത്യേക കർത്താവെ അനുവേ പാസ്റ്ററിനെ പ്രാർത്ഥിക്കുന്നു കുടുംബമായിട്ട് കർത്താവെ ഹാലലിയ. കർത്താവെ നിന്റെ മക്കളെ അതിശക്തമായിട്ട് അങ്ങ് ഉപയോഗിക്കുന്ന വലിയ കൃപകൾക്കായിട്ട് നന്ദി പറയുന്നു. ഹാലലിയ. കർത്താവെ ദേശങ്ങളിലെ രാജ്യങ്ങളിൽ കർത്താവെ മാനിച്ച് ഹാലലി മിനിസ്ട്രി കർത്താവെ അങ്ങനെ തന്നെ ഹാലലു കേട്ട വാഗ്ദത്തങ്ങൾ പോലെ തന്നെ ഹാലലു ആയിത്തീരട്ടെ കർത്താവെ. ഹാലലു തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ക്രിസ്തുവിൽ പ്രസിദ്ധരും അവർ ലോകത്തിൽ ഉന്നതരുമായി തീരട്ടെ കർത്താവെ. ഹാലലിയ. അനിൽ പാസ്റ്ററിനോട്ട് പ്രാർത്ഥിക്കുന്ന കുടുംബമായിട്ട് കർത്താവെ ഹാലലു ആയിരിക്കുന്ന ഹാലലു ദേശത്ത് കർത്താവെ ഹാലലു അതിശക്തമായിട്ട് അങ്ങ് ഉപയോഗിക്കുന്ന വലിയ കൃപകൾക്കായിട്ട് നന്ദി പറഞ്ഞു. ഇത് ഹാലലു ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരെയും കുടുംബമായിട്ട് കർത്താവെ ഹാലലു അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്നത്തെ വചനം കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ ഇടയാക്കണം. ജോയിൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പേരും വേഗം ജോയിൻ ചെയ്യുമാറാട്ടപ്പ. ഹാലലിയ. കർത്താവ് ഇന്നത്തെ മീറ്റിംഗ് ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാനാവാത്തതാവട്ടെ. ഹാലലിയ. ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാവട്ടെ കർത്താവെ. മരിച്ചത് ജീവിക്കുന്നത് നിർജീവാവസ്ഥകൾക്ക് ജീവൻ വയ്ക്കുന്ന ഹാലലിയ ഹാലലിയ വചനം ഞങ്ങൾ കേൾക്കുമ്പോൾ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെ സംഭവിക്കുന്നതിന് നന്ദി. മഹത്വം മുഴുവനും അങ്ങെടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. താങ്ക് യു കർത്താവിന്റെ ദാസിയെ. ദൈവം ഒത്തിരി മാനിക്കട്ടെ. ഇന്ന് രാത്രികാലം ഞങ്ങളുടെ നടുവിൽ കടന്നു വന്ന് അതിശക്തമായി ഇന്ന് രാത്രികാലം ശുശ്രൂഷ കർത്താവിന്റെ ദാസിയോടുള്ള നന്ദിയും സ്നേഹത്തെയും വിതരണത്തെ രേഖപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവ് നമ്മളെ ആഴമായി സഹായിക്കുമാറാകട്ടെ. കർത്താവിന്റെ ദാസിയോടുള്ള വിശേഷപ്പെട്ട സ്നേഹത്തെയും നന്ദിയെ അറിയിക്കുന്നു. വളരെ തിരക്കുകൾക്ക് നടുവിൽ കർത്താവിനെ ഇന്ന് രാത്രികാലം ഉയർത്തുവാൻ തന്റെ ദാസി ഞങ്ങളുടെ മധ്യയിൽ കടന്നു വന്നതിനാൽ വിശേഷാൽ ദൈവത്തിന് നന്ദി പറയുന്നു. വിശേഷാൽ വീഡിയോകൾ ഓണാക്കുവാൻ പറ്റുന്നവരെല്ലാം നിങ്ങളുടെ വീഡിയോകൾ ഓണാക്കുക. തുടർന്ന് നാം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാ വെള്ളിയാഴ്ചകളും നടക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയുടെ നല്ല രാത്രിക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ദൈവത്തിന്റെ വലിയ സൂക്ഷിപ്പിന്റെ അകത്ത് പരിപാലനത്തിന്റെ അകത്ത് വിശ്വസ്തതകൾക്കകത്ത് സർവശക്തനാകുന്ന ദൈവം മറച്ചുവല്ലോ. ഇന്ന് രാത്രികാലവും തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ നടുവിൽ നിറഞ്ഞ ദൈവ സാന്നിധ്യത്തിന്റെ അകത്ത് നമുക്ക് ഒരുമിച്ച് ആയിരിക്കാൻ ദൈവം ഒരുക്കുന്ന ശ്രേഷ്ഠകരമാകുന്ന അനുഭവങ്ങൾക്ക് നടുവിൽ നമ്മളെ തന്നെ പൂർണ്ണമായി കർത്താവിന്റെ കരങ്ങളിലേക്ക് ഇന്ന് രാത്രികാലം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്ന രാത്രിയായി, നമ്മളെ വിടുവിക്കുന്ന രാത്രിയായി, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്കൊക്കെയും പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലയോ എന്ന് കർത്താവിന്റെ വചനമാണ്. ഇന്ന് രാത്രികാലം നമ്മളെ തന്നെ ഒരു നിമിഷവും കൂടി പൂർണ്ണമായി ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുന്ന രാത്രിയായി മാറട്ടെ. രോഗികൾ സൗഖ്യമാകുന്ന രാത്രിയായി മാറട്ടെ. അസാധാരണമാകുന്ന ദൈവ പ്രവൃത്തിയുടെ ആഴങ്ങളെ വെളിപ്പെടുന്ന രാത്രിയായി മാറട്ടെ. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ വലിയ കരം ചലിക്കുന്ന രാത്രിയായി മാറട്ടെ. ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രികാലം അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ ആരാധന ലീഡ് ചെയ്ത കർത്താവിന്റെ ദാസിയും ആമേൻ കുടുംബമായി ദൈവം ആദരിക്കുവാൻ നമുക്ക് ദൈവത്തോട് ഇന്ന് രാത്രികാലം പ്രാർത്ഥിക്കാൻ. തുടർന്ന് നടക്കുന്ന വചന ശുശ്രൂഷകളെല്ലാം വലിയ അനുഗ്രഹമായി തീരുവാൻ ഇന്ന് രാത്രികാലം നാം എല്ലാവരും വളരെ പ്രതീക്ഷയോടെ തികഞ്ഞ പ്രാർത്ഥനയോടെ ദൈവാശ്രയ ബോധത്തോടു കൂടി ആയിരിക്കുമ്പോൾ രണ്ടുപേർ ഇന്ന് രാത്രികാലത്തെ മിനിസ്ട്രിയുടെ അനുഗ്രഹത്തിന് വേണ്ടി ദൈവസ്നേഹിൽ പ്രാർത്ഥിക്കുമല്ലോ. കർത്താവിന്റെ ദാസി ജോയ്സ് ജോർജ് ആന്റി ഉണ്ടല്ലോ. ആമേൻ ദൈവദാസി പ്രാർത്ഥിക്കുക. അതിനുശേഷം കർത്താവിന്റെ ദാസി സുരേഷ് ദൈവദാസിനെ പ്രാർത്ഥനയിൽ ഞങ്ങളെ സഹായിക്കണം. ദൈവം ഇന്ന് രാത്രികാലം സഹായിക്കും. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്വപിതാവേ, കർത്താവെ, എല്ലാ വെള്ളിയാഴ്ചയിലും വൈകുന്നേരം നടത്തുന്ന ഈ മീറ്റിംഗ് കർത്താവ് ഇന്ന് വൈകുന്നേരം കർത്താവ് നമ്മുടെ ദാസന് കർത്താവ് നടത്തുവാൻ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്ന കർത്താവിനെ ഞങ്ങൾ മീറ്റിംഗിനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇതിനകത്ത് കടന്നു വന്നിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഒരു വ്യക്തികളെയും പേരുവരായി ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ നാഷണൽ മിനിസ്ട്രിയെ കർത്താവെ ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ തിരുസാന്നിധ്യം കൂടെ ഇരിക്കണമേ. ഓരോ വ്യക്തികളുടെ മേലും കർത്താവിന്റെ എല്ലാ ശുശ്രൂഷകളുടെ മേലും എല്ലാ പ്രവർത്തനങ്ങളുടെ മേലും കർത്താവ് ഞങ്ങളുടെ കരം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വൈകുന്നേരത്തെ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹപ്രദമാക്കി തീർക്കണമേ. കർത്താവ് അനേകരെ കൂട്ടിവരുത്തണമേ. അനേകർ കടന്നു വന്ന് കർത്താവിനെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും കർത്താവ് ഇന്ന് വൈകുന്നേരം കർത്താവ് സഹായിക്കണമേ. ഞങ്ങളുടെ നാമത്തിൽ
നാമത്തിൽ ഉണ്ടാകുന്നവർ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളാമെന്ന് പരിശുദ്ധനായ കർത്താവ്. കർത്താവ്, ഞങ്ങളുടെ നാമത്തിൽ ഞങ്ങൾ കൂടി വന്നിരിക്കുന്ന ഞങ്ങൾക്ക് അത് അനുഗ്രഹമായ തീരുമാനം ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് നടത്തിക്കൊണ്ട് പോകുന്ന ഞങ്ങളുടെ ദേവദാസിനെ കുടുംബമായ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അനുവേപാസിനെ കുടുംബമായ ഓർത്ത് പ്രാർത്ഥിങ്ങളുടെ ദാസിന്റെ ശുശ്രൂഷയെ മാനിക്കണമേ. അങ്ങയുടെ നാമത്തിന് വേണ്ടി കൂടുതലായി പ്രയോജനപ്പെടുവാന്, അങ്ങയുടെ നാമത്തെ കർത്താവ് കൂടുതൽ അനേകർക്ക് വേണ്ടി വാരി വിതറുവാൻ വേണ്ട കൃപയെ ഞങ്ങളുടെ ദാസിന് കൊടുത്ത് ദാസിക്കും കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ധാരാളമായി കൊടുത്ത പിഞ്ചു വൈദങ്ങളെ രണ്ടുപേരെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കുഞ്ഞുങ്ങളുടെ പാലാക്ഷതും പാലപിടകളിൽ നിന്നൊക്കെയും വിട്ടുവയ്ക്കണമേ. അവരെ കുടുംബമായി മാനിക്കണമേ. ആ ദേശത്ത് നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവ്, ഞങ്ങളുടെ ദാസൻ നടത്തുന്ന സഭയെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന അനേകർ കടന്നു വന്ന് അനുഗ്രഹം പ്രാപിപ്പാന്, അനേകർ അനുഗ്രഹം പ്രാപിച്ച് വിടുതൽ പ്രാപിച്ച് കടന്നു പോവാന് കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് വൈകുന്നേരം കർത്താവെ പാട്ടുപാടി കർത്താവ് ശുശ്രൂഷയിൽ കർത്താവ് കൂടെ ദേവദാസി ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ദാസിയെ മാനിക്കണം. ഞങ്ങളുടെ ദാസിന്റെ ശുശ്രൂഷകളെ അനുഗ്രഹിക്കണമേ. അവരെ കുടുംബമായി എടുത്ത് ഉപയോഗിക്കണമേ. ഞങ്ങളുടെ ദാസിയുടെ കർത്താവെ ഗാന ശുശ്രൂഷ അനേകർക്ക് അനുഗ്രഹമായി തീരുവാന്, അനേക ദേശങ്ങൾ അനേകർ കർത്താവെ പ്ലാറ്റ്ഫോമുകളിൽ അനുഗ്രഹമായി തീരുവാൻ ഞങ്ങളുടെ ദാസിയെ എടുത്ത് ഉപയോഗിക്കണേ. കുടുംബമായി മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ തിരുസാന്നി ഓരോരുത്തരുടെ മേലും ഓരോരുത്തരുടെ കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ വചന ശുശ്രൂഷയുമായി കടന്നു വരുന്ന ഞങ്ങളുടെ ദാസിനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ തിരുസാന്നിധ്യം ഞങ്ങളുടെ ദാസിന്റെ മേൽ ഉണ്ടായിരിക്കണമേ. ഞങ്ങളുടെ ദാസിനെ കൂടി കർത്താവെ വാരി വിതർന്ന വചനങ്ങളാ ഞങ്ങളത് അനുഗ്രഹത്തോട് കേട്ട് കടന്നു പോകുവാന്, ഞങ്ങൾക്കത് അനുഗ്രഹമായി തീരുവാന്, ഞങ്ങളുടെ ഓരോ വ്യക്തികൾക്കും അത് അനുഗ്രഹമായി തീരുവാന്, അങ്ങയുടെ നാമത്തിന് പ്രയോജനമായി തീരുവാന് അങ്ങയുടെ ദാസിനെ എടുത്ത് ഉപയോഗിക്കണമേ. അങ്ങയുടെ ദാസൻ അയക്കുന്ന സ്ഥാനത്ത് ആ ദേശത്ത് അങ്ങയുടെ ദാസന്റെ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണമേ. കുടുംബമായി മാനിക്കണമേ. ഒഡീസയുടെ പ്രദേശത്ത് അങ്ങയുടെ ദാസിനെ എടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലവിധമായ പ്രതികൂലങ്ങളെ പ്രതിസന്ധിയിൽ വരുന്ന സ്ഥാനത്തൊക്കെയും അങ്ങയുടെ തിരുസാന്നിധ്യം ഞങ്ങളുടെ ദാസന്റെ മേൽ കൂടെ ഇരുന്ന ശുശ്രൂഷ മുഖാന്തരങ്ങളൊക്കെ അനുഗ്രഹിച്ചു മാനിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, മിനിസ്റ്റർ നടത്തുന്ന എല്ലാ വ്യക്തികളെയും ഓരോ ദേവദാസിമാരെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവത്തിന്റെ തിരുസാന്നിധ്യം ഓരോരുത്തരുടെ മേലും ഉണ്ടായിരിക്കണമേ. കർത്താവെ, മീറ്റിങ്ങിനോട് ആദ്യോടന്തം തിരുസാന്നിധ്യം കൂടെ ഇരുന്നാട്ട് അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ നിറവിനാൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറച്ചാട്ട് ശക്തിയോടെ ബലത്തോടെ ശുശ്രൂഷിപ്പാന്, വചനത്തെ കർത്താവ് അതിരുവാന് അങ്ങയുടെ ദാസിനെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോട് കേൾക്കണമേ സ്വർഗ്ഗ പിതാവേ. ആമേൻ, ആമേൻ. സ്തോത്രം. കർത്താവിന്റെ ദാസനെ പ്രാർത്ഥിച്ചാലും ശബ്ദം കേൾക്കുന്നില്ലായിരുന്നു. സുരേഷ്, സൗണ്ട് ഇല്ല. പ്രാർത്ഥി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗസ്ഥ പിതാവേ, ഈ വൈകിയ വേളയ്ക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ വീണ്ടും ഞങ്ങൾക്ക് നിന്റെ പാദപീഠത്തിൽ കടന്നു വരുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ സഹായിച്ചത് കൊണ്ട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയ കർത്താവെ, എല്ലാ ആഴ്ചയിലും നടത്തി വരുന്നതായ ഈ ആരാധനയിലൂടെ കർത്താവെ, ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. ഇന്ന് രാത്രികാലം ആരെല്ലാം ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്നു അവരുടെയൊക്കെയും ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, സ്തോത്രം. ഞങ്ങൾ മാനസികമായിട്ട് തകർന്നിട്ടുണ്ട് എങ്കിൽ ഞങ്ങളുടെ മുറിവുകളെ ഹല്ലേലൂയ നീ ഉണക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, വച്ചുകെട്ടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളെ അറിയുന്ന ദൈവമാകയാൽ ഞങ്ങൾ ഹല്ലേലൂയ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ഇന്ന് രാത്രിയിൽ പ്രത്യേകിച്ച് ദൈവത്തിന്റെ വചനം സംസാരിക്കുന്ന തന്റെ ദാസനെ നിന്റെ കരത്തിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവെ, ഓരോ വ്യക്തികളുടെയും ഹല്ലേലൂയ ആവശ്യങ്ങൾ അറിഞ്ഞ് ഹല്ലേലൂയ വചനത്തിലൂടെ നീ ഞങ്ങളോട് സംസാരിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ കർത്താവെ, ലീഡ് ചെയ്യുന്ന ദാസനായി സ്തോത്രം. ആരാധന ലീഡ് ചെയ്ത കർത്താവെ ഹല്ലേലൂയ ടീമിനായി സ്തോത്രം. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ ഹല്ലേലൂയ മക്കളെയും അവരുടെ കുടുംബങ്ങളെയും അതുപോലെ തന്നെ ഭാരതത്തിന്റെ മണ്ണിൽ ഹല്ലേലൂയ ഗ്രാമങ്ങളിൽ സുവിശേഷ പ്രവർത്തനം ചെയ്യുന്ന അനേക ദൈവദാസന്മാരെയും അവരുടെ കുടുംബങ്ങളെയും
അവരുടെ കുഞ്ഞുങ്ങളെയും തിരുപാദപീഠത്തിൽ ഞങ്ങൾ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് കർത്താവെ അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ കഷ്ടത്തിലൂടെയും പീഡകളിലൂടെയും ഹല്ലേലൂയ ഞെരുക്കത്തിലൂടെയും കടന്നു പോകുന്ന അനേക വിശ്വാസികൾ, അതുപോലെ തന്നെ അനേക ദൈവദാസന്മാരുണ്ടല്ലോ. അവർക്ക് വേണ്ടി ഈ സമയം ഞങ്ങൾ മധ്യസ്ഥ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ ഹല്ലേലൂയ കേൾക്കുന്നതായ വചനം നിങ്ങളുടെ ജീവിതത്തിന് ഹല്ലേലൂയ അനുഗ്രഹത്തിന് കാരണമായി തീരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഞങ്ങളെ ശുദ്ധീകരിക്കുമാറാകണം, ഞങ്ങളെ നിലനിർത്തുമാറാകണം. നിന്റെ വരവിനായിട്ട് ഹല്ലേലൂയ നീ ഞങ്ങളെ ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ വേളകളിൽ ഹല്ലേലൂയ ഞങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാനും നിന്റെ വചനം വളരെ ഹല്ലേലൂയ ശ്രദ്ധയോടെ കേൾക്കുവാനും അതിനും പ്രകാരം ജീവിപ്പാനും ഞങ്ങൾ ഇന്ന് രാത്രികാലം അടിയനെയും അടിയന്റെ കുടുംബത്തെയും ഈ സൂം പ്ലാറ്റ്ഫോമിലുള്ള എല്ലാവരെയും താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. കർത്താവേ, ഈ പ്രാർത്ഥനകൾ മുഖാന്തരം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വിടുതൽ ഉണ്ടാകുമാറാകണം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ സ്വർഗീയ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ആമേൻ. പ്രാർത്ഥനയുടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് രാത്രികാലം നമ്മുടെ പ്രാർത്ഥനകൾക്ക് സ്വർഗത്തിലെ ദൈവം മറുപടികളെ നൽകി തന്ന് നമ്മളെ മാനിക്കാൻ പോകുന്നതിനാൽ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി കർത്താവിന് മഹത്വം കരയേറ്റാം. ഇന്ന് രാത്രികാലം പ്രാർത്ഥനയിൽ സഹായിച്ച കർത്താവിന്റെ ദാസനോടും ദാസിയോടുള്ള വിശേഷ നന്ദിയും വന്ദനത്തെ അറിയിക്കുന്നു. ബ്ലസൻ കോട്ടയം ആന്റി ഒരു പാട്ട് പാടുമായിരുന്നെങ്കിൽ വളരെ അനുഗ്രഹമായിരുന്നു. ആദ്യം പാടിയ പാട്ട് നീ എന്നെ സ്നേഹിപ്പാൻ, ആ പാട്ട് ദൈവദാസി ഒരിക്കൽ കൂടി പാടുമായിരുന്നെങ്കിൽ വളരെ അനുഗ്രഹമായിരുന്നു. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹമെന്തുള്ളൂ, തലമുറ കരുതുന്ന നിൻ സ്നേഹത്തിൻ താളം ആർക്കു വർണ്ണിച്ചിടാം, തലമുറ കരുതുന്ന നിൻ സ്നേഹത്തിൻ താളം ആർക്കു വർണ്ണിച്ചിടാം, നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗൃഹമെന്തുള്ളൂ. താങ്ക് യു ആന്റി. ദൈവം ഒത്തിരി മാനിക്കട്ടെ. കരങ്ങളെ ഉയർത്തി ഒരിക്കൽ കൂടി കർത്താവിന് മഹത്വം കൊടുക്കാം. കർത്താവിന്റെ പരിശുദ്ധമേറിയ നാമം ഇന്ന് രാത്രികാലവും വാഴ്ത്തപ്പെടുമാറാകട്ടെ. രഘുബോത്ത് ഇന്റർനാഷണൽ മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട വെള്ളിയാഴ്ചയുടെ രാത്രി മീറ്റിംഗിനായി കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് രാത്രികാലം വളരെ പ്രതീക്ഷയോടെ തികഞ്ഞ പ്രാർത്ഥനയോടെ ദൈവാശ്രയ ബോധത്തോടു കൂടി ആയിരിക്കുന്ന എല്ലാ ദൈവജനത്തിനും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനത്തെയും സ്നേഹത്തെയും വിതരണത്തെ രേഖപ്പെടുത്തുന്നു. ക്രിസ്തുവിൽ ഞാൻ ബഹുമാനിക്കുന്ന കർത്താവിന്റെ ദാസൻ അനിയൻ കുഞ്ഞബ്രഹാം, കർത്താവിന്റെ ദാസൻ സുരേഷ്, കർത്താവിന്റെ ദാസൻ ഈജിൻ ജെയിംസ്, അതോടൊപ്പം തന്നെ ലേസി കോശി ആന്റി, റോസമ്മ യേശുദാസൻ, പ്രിയ ലിറ്റ് സുരേഷ് ആന്റി, ഉഷയ ആന്റി, ഷീന ആന്റി, അതോടൊപ്പം തന്നെ ആമേശ്വര സുശീല, സുരേഷ്, ജോയ്സ് ജോർജ് ആന്റി, മറ്റ് എല്ലാ പ്രിയപ്പെട്ടവർക്കും, വിശേഷാൽ സാറാമച്ചി, ഫാത്തിമ, എല്ലാവർക്കും കർത്താവ് യേശുവിന്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുകയാണ്. ഇന്ന് രാത്രികാലം അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ ആരാധന ലീഡ് ചെയ്ത കർത്താവിന്റെ ദാസിയോടുള്ള പ്രത്യേകമാകുന്ന നന്ദിയും വന്ദനത്തെ അറിയിക്കുന്നു. ആമേൻ, സ്തോത്രം. തന്റെ വർഷിപ്പ് വളരെ അനുഗ്രഹമായി തീർന്നു. ആദ്യത്തെ ആ പാട്ടിന്റെ അകത്ത് തന്നെ വലിയ ദൈവസാന്നിധ്യം അനുഭവിപ്പാൻ പറ്റി. ഇന്ന് രാത്രിക്കാലം ഞാൻ ആമേൻ, സ്തോത്രം, അതുകൊണ്ടാണ് ദൈവദാസിയോട് ഒരിക്കൽ കൂടി ആ പാട്ടൊന്ന് ആമേൻ പാടുവാൻ ആവശ്യപ്പെട്ട. ഇന്ന് രാത്രിക്കാലം കർത്താവിന്റെ ദാസിയോടുള്ള
അകമഴിഞ്ഞ നന്ദിയും സ്നേഹത്തെ തന്നെ രേഖപ്പെടുത്തുന്നു. വളരെ പ്രതീക്ഷയോടെ ദൈവാശ്രയ ബോധത്തോടെ നമുക്ക് ദൈവസ്നേഹിയിലായിരിക്കാം. ആമേൻ. ഇന്ന് രാത്രികാലം ദൈവം നമ്മളെ സഹായിക്കട്ടെ. എന്റെ ഫോൺ അല്പമാകുന്ന പ്രയാസം കടന്നു വന്നു. സ്തോത്രം. കോണ്ടാക്ട്സും ഫോട്ടോസ് എല്ലാം നഷ്ടപ്പെട്ടു. ഇന്നലെ ആണ് അതെല്ലാം ഒന്ന് മടക്കിയെടുക്കുവാനായിട്ട് ഇടയായിട്ട് 2-3 ദിവസമായിട്ട് ഫോണെല്ലാം കംപ്ലൈന്റ് ആയിരുന്നു. ഇന്ന് രാത്രികാലം ദൈവം സഹായിക്കട്ടെ. ഈ രാത്രികാലം വളരെ പ്രാർത്ഥനയോടുകൂടെ തന്നെ നമുക്ക് കർത്താവിന്റെ സന്നിധാനത്തെങ്കിലായിരിക്കാം. ഈ രാത്രികാലം പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുന്ന, ദൈവം നമ്മളോട് സംസാരിക്കുന്ന, ദൈവത്തിന്റെ ആത്മാവിന്റെ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന രാത്രികാലമായി മാറേണ്ടതിന് വേണ്ടി വളരെ പ്രാർത്ഥനയോടുകൂടെ തന്നെ ദൈവത്തിലായിരിക്കാം. ഇന്ന് രാത്രികാലം ശ്രദ്ധിക്കുക. ആമേശ്വർ ഒരു ദൈവ മനുഷ്യനെ ഉപയോഗിക്കണം എന്ന് ദൈവമല്ല, മറിച്ച് ആ ജനമാണ് എന്ത് ചെയ്യുന്നത് ആഗ്രഹിക്കുന്നത്. സ്തോത്രം പറഞ്ഞാട്ടെ. യേശു കർത്താവിന്റെ ശുശ്രൂഷ വേളയ്ക്കകത്ത് അസാധാരണമാകുന്ന ദൈവ പ്രവർത്തികളെ പരിശുദ്ധാത്മാവ് ചെയ്തു. സ്തോത്രം പറഞ്ഞാട്ടെ. യേശുവിന്റെ മിനിസ്ട്രി നാം പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ചും പരിശുദ്ധാത്മാവെന്ന ആളത്വത്തെ അല്ലെങ്കിൽ ആ ദൈവത്വത്തെ അനുസരിച്ചും, അല്ലെങ്കിൽ അവൻ ആത്മാവിൽ നിറഞ്ഞു, ആത്മാവ് അവനെ നടത്തി, ആത്മാവ് അവനെ ശക്തീകരിച്ചു. ആത്മാവിന്റെ ശുശ്രൂഷയായിരുന്നു. യേശു കർത്താവ് ഏറ്റവും പ്രാധാന്യം കൊടുത്തത് പരിശുദ്ധ ആത്മാവിനായിരുന്നു. സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് രാത്രിക്കാലം ഞാൻ പറയട്ടെ, യേശു കർത്താവിന്റെ മിനിസ്ട്രിക്കകത്ത് അസാധാരണമാകുന്ന ദൈവ പ്രവൃത്തി അവൻ യെരൂശലേം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ പ്രവചിച്ചു വെച്ച സകല പ്രവചന നിവർത്തികളും പുത്രനാകുന്ന യേശു കർത്താവിന്റെ മിനിസ്ട്രിക്കകത്ത് വെളിപ്പെട്ടു. പക്ഷേ നാം നോക്കിക്കഴിഞ്ഞാൽ താൻ ജനിച്ചു വളർന്ന നസ്രേത്ത് എന്ന പട്ടണത്തിലേക്ക് താൻ മടങ്ങി വരുമ്പോൾ കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്: ആ പട്ടണത്തിൽ കർത്താവ് ഒരു അത്ഭുതം പോലും ചെയ്തില്ലെന്ന്. ഞാൻ ഇങ്ങനെ പറയുന്നതിൽ ക്ഷമിക്കണേ. അവിടെയുള്ള ഒരു പനിക്കാരനെ പോലും സൗഖ്യമാക്കുവാൻ കഴിഞ്ഞില്ല. എന്താണെന്നറിയാവോ? അടുത്ത വചനത്തിന്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, അവരുടെ അവിശ്വാസ നിമിത്തം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ അകത്തളത്തിൽ വെളിപ്പെടുന്ന അവിശ്വാസത്തിന്റെ സകല തലങ്ങളും ദൈവ പ്രവർത്തികളെ തടുത്തു വെക്കുവാൻ കഴിയും. ഇന്ന് രാത്രികാലം ആമേൻ തുറന്ന ഹൃദയത്തോടെ നാം ആയിരിക്കുന്ന വിഷയങ്ങൾക്ക് നടുവിൽ അടുത്ത ദിവസമല്ല, നാളെയല്ല, ഇന്ന് രാത്രികാലം തന്നെ ഒരു മറുപടി ഉണ്ടെന്ന് നാം വിശ്വസിച്ചാൽ ഇന്ന് രാത്രികാലം തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. അതുകൊണ്ടാണ് യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാവോ? നിങ്ങൾ ലഭിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. സ്തോത്രം പറഞ്ഞാട്ടെ. നമ്മളെല്ലാം നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തിന് ഏൽപ്പിച്ചവരാണ്. എന്നാൽ ബൈബിൾ പറയുന്നു, വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന വളരെ ഫലിക്കും. ഇന്ന് രാത്രികാലം നമ്മുടെ അകത്തളത്തിൽ വിശ്വാസത്തോടുള്ള ഒരു പ്രാർത്ഥന വെളിപ്പെടട്ടെ, വിശ്വാസത്തോടുള്ള ശുശ്രൂഷ വെളിപ്പെടട്ടെ. ആത്മാവിന്റെ വലിയ കരം ഇന്ന് രാത്രികാലം ശക്തമായി ഇറങ്ങി വരട്ടെ. കർത്താവിന്റെ ദാസൻ സന്തോഷ് ബാസുകം ക്രിസ്തുവിൽ വന്ദനത്തെ അറിയിക്കുന്നു. ഞാൻ ഒരിക്കൽ സഹോദരൻ ഒരു സൂം പ്ലാറ്റ്ഫോമിലേക്ക് അവൻ എന്നെ വിളിച്ചു, ശുശ്രൂഷിക്കുവാനായിട്ട് വിളിച്ചു. ഞാൻ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഡേറ്റ് കൊടുത്ത് ആ പ്ലാറ്റ്ഫോമിന്റെ അകത്ത് കയറി. ആമേൻ സ്തോത്രം. പാടുന്ന സമയത്ത് ആമേൻ സ്തോത്രം 2 ഡിവൈസ് മാത്രമേ ഉള്ളൂ. ഞാൻ ഓർത്തു ആമേൻ പ്രസംഗിക്കുന്ന സമയത്തെങ്കിലും വരുമെന്ന്. എന്നാൽ പ്രസംഗിക്കുന്ന സമയമായപ്പോഴും ആമേൻ സ്തോത്രം എന്ത് ചെയ്യുള്ളൂ, 2 ഡിവൈസേ ഉള്ളൂ. സ്തോത്രം പറഞ്ഞാട്ടെ. എന്നാൽ ആ ദൈവദാസൻ തുടങ്ങിയപ്പോ പറഞ്ഞു, പാസ്റ്ററെ ബുദ്ധിമുട്ടൊന്നും തോന്നരുത്, നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല, ഒരാൾ കിട്ടിയാലും നമ്മൾ പ്രസംഗിക്കും. ഞാൻ ദൈവദാസനോട് സമയം ചോദിച്ചു, അത്രേ 1.25 മണിക്കൂറുണ്ട്, നല്ല ടൈം, നല്ല ആമേൻ പറഞ്ഞ് നല്ല നിലവാരത്തിൽ അതിന്റെ അകത്ത് വചനത്തെയൊക്കെ ശുശ്രൂഷിച്ച് ആമേൻ കർത്താവിനെ മഹത്വപ്പെടുത്തി. ആ ദൈവദാസൻ പറഞ്ഞത് എങ്ങനെയാണ്? ഞാൻ ചോദിച്ചു, ദൈവദാസനെ അധികം ആരും ഇല്ലേന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ എങ്ങനെയാണ്, ഞങ്ങളുടെ സൂം മീറ്റിങ്ങിന് ഞാനും ഞങ്ങളുടെ കുടുംബവും പിന്നെ ആമേൻ വേറൊരു ആമേൻ ആളുകളും. ഞാൻ പറഞ്ഞു, സാരമില്ല ദൈവദാസനെ, ദൈവം അതിനെ വർദ്ധിപ്പിക്കും. അതിന്റെ അർത്ഥം എന്താണെന്നറിയാവോ? നമ്മുടെ മേൽ പരമേൽപ്പിച്ചിരിക്കുന്ന ദൈവീയമാകുന്ന ദൗത്യം അത് ആള് കൂടുതലായിക്കോട്ടെ ആള് കുറവായിക്കോട്ടെ, ഇന്ന് രാത്രികാലം അതിന്റെ അകത്ത് വെളിപ്പെട്ട് നിൽക്കുന്ന മഷികയുടെ മഹത്വം ഇന്ന് രാത്രികാലം വിശ്വസിക്കുന്ന ജനത്തിന്റെ മേൽ വെളിപ്പെടണം. സ്തോത്രം പറഞ്ഞാട്ടെ. അവൻ ഞങ്ങൾക്ക് മിനിസ്റ്റർ ചെയ്യുമ്പോൾ വലിയ മേഖലകൾക്കകത്ത് ദൈവം അയച്ച് ശുശ്രൂഷിക്കാറുണ്ട്. ആമേ സ്തോത്രം. എന്നാൽ ആരോരും പോയി ശുശ്രൂഷിക്കാൻ ആമേൻ പോകാത്ത ആമേൻ ചെറിയ കൂട്ടത്തിന്റെ നടുവിലും ആമേൻ ശുശ്രൂഷിക്കാറുണ്ട്. എന്നാൽ അവിടെയെല്ലാം ദൈവത്തിന്റെ വലിയ മഹത്വത്തെ വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായി തീരും. ഒരിക്കൽ പൗലോസ് ഫിലിപ്പിയ പട്ടണത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ മനുഷ്യന് കണ്ടുകിട്ടിയത് എന്താണെന്നറിയോ? ഒരു പുഴവക്കത്ത് നിന്ന് ശുശ്രൂഷിപ്പാൻ ദൈവത്തിന്റെ നിയോഗം കിട്ടി. എന്നാൽ ശുശ്രൂഷ അനുഭവിച്ചവരും വചനം കേട്ടവനും രക്ഷിക്കപ്പെട്ടില്ല. പക്ഷെ ഒരു ആമേൻ ദൈവദാസിയുടെ ഹൃദയത്തെ തുറന്നു ഫിലിപ്പിയ പട്ടണത്തിന്റെ ആദ്യത്തെ വിടുതലുകൾ ഒരു ഭവനത്തിൽ ഒരു വ്യക്തി മുഖാന്തരമായി ആ സഭയുടെ
ഉടലെടുപ്പ് രക്താംബരം വിൽക്കുന്ന ഒരു ദൈവദാസിയുടെ ഹൃദയത്തെ തുറന്നപ്പോൾ അവളുടെ വീട് പ്രാർത്ഥനാ ഭവനമായി മാറി. സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് രാത്രികാലം ആത്മാവിൽ ഞാൻ ദൂത് കൈമാറാൻ, നിങ്ങളുടെ ഭവനം പ്രാർത്ഥനയുടെ ഭവനമായി തീർന്നാൽ ഫിലിപ്പിയ പട്ടണത്തെ നോക്കി അവൻ കാണുവാൻ സാധിക്കുന്നു. സകലവിധമാകുന്ന അസർമാഗതകൾ നടക്കുന്ന പട്ടണമാണ്, പൈശാചികമാകുന്ന ആധിപത്യമുള്ള പട്ടണമാണ്, സ്വസ്ഥതയില്ലാത്ത പട്ടണമാണ്. പക്ഷെ എന്തുണ്ടായി എന്നറിയാവോ? ഒരുവളുടെ കുടുംബം ഭവനം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവ സാന്നിധ്യത്തിന് വേണ്ടി വിട്ടുകൊടുത്തപ്പോൾ അവളുടെ കുടുംബം മുഖാന്തരമായി ഒരു ദേശം വിടുവിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇന്ന് രാത്രികാലം ആത്മാവിൽ ഞാൻ ഒരു ദൂത് കൈമാറാം. നിങ്ങളെ ചില പട്ടണത്തിന്റെ അകത്താക്കിയിരിക്കുന്നത്, നിങ്ങളെ ചില ദേശത്തിന്റെ അകത്താക്കിയിരിക്കുന്നത്, നിങ്ങളെ ചില രാജ്യങ്ങൾക്കകത്താക്കിയിരിക്കുന്നത്, അതിന്റെ പിന്നിൽ ഒരു ദൈവീയമാകുന്ന പദ്ധതിയുണ്ട്. വിശ്വസിക്കുന്നവർ കർത്താവിന് മഹത്വം കൊടുത്ത്. ഏലിയാവ് എന്ന് പറയുന്ന ദൈവമനുഷ്യൻ പറഞ്ഞത് എങ്ങനെയാണ്? കർത്താവ് വാലിന് മുട്ടുമടക്കിയവരെ എല്ലാവരും ഉള്ളൂ, എന്നാൽ ഞാൻ ഒരുവനേ ഉള്ളൂ. ഏലിയാവിനോട് പറയും, ഇല്ല ഏലിയാവേ, 7000 എണ്ണത്തെ എനിക്കായി ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രികാലം നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവം ചില ആഗാബുമാരും ഇസ്രവേലുമാരും ബാലും അശോരയുടെ ശക്തികളും കാണാതെ വണ്ണം ചിലതിനെ തമ്പുരാന്റെ പദ്ധതികൾക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോൾ അതിന്റെ അകത്ത് വില കൊടുക്കുന്ന അഭിഷക്ത ഗണത്തോട് ഞാൻ നോക്കി പറയാ, നാളത്തെ രാജ്യങ്ങളുടെ വിടുതലിന് വേണ്ടി, നാളത്തെ പട്ടണങ്ങളുടെ വിടുതലിന് വേണ്ടി, നാളത്തെ ദേശങ്ങളുടെ വിടുതലിന് വേണ്ടി പരിശുദ്ധാത്മാവ് നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. കരമടിച്ചുകൊണ്ട് ആ ദൂതനെ ഇന്ന് രാത്രികാലം സ്വീകരിച്ചേ. Praise the Lord. ഇന്ന് രാത്രികാലം വിശ്വസിക്കുന്നവർ കർത്താവിന് മഹത്വം കൊടുത്ത്. ഇന്ന് രാത്രികാലം ആത്മനിയോഗത്തോടെ സന്തോഷവാസം ഞാൻ ഇങ്ങനെ ഒരു ദൂത് കൈമാറാം. ചില പട്ടണങ്ങളുടെ ഉണർവിന് വേണ്ടി, ചില ദേശങ്ങളുടെ ഉണർവിന് വേണ്ടി, ചില രാജ്യങ്ങളുടെ ഉണർവിന് വേണ്ടി പരിശുദ്ധാത്മാവ് നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. ബ്ലെസ്സൻ കോട്ടയം ആ ദൂതനെ ഇന്ന് രാത്രികാലം ദൈവദാസി ഒന്ന് സ്വീകരിച്ച്, അതെ ഇന്ന് രാത്രികാലം ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്നവരെ നോക്കി ഞാൻ ആത്മാവിൽ ദൂത് കൈമാറാം. ആമേൻ. ചിലരെ കർത്താവിന് വേണം ഈ തലമുറയ്ക്കകത്ത്. ഇന്നലകളിൽ പ്രവാചകന്മാർ പ്രവചിച്ചിട്ട പ്രവചന ദൂതുകൾ വെളിപ്പെടുന്നത് ഇനി അമേരിക്കയിലല്ല, ഇനി UK-യിലല്ല, ഇനി ഇംഗ്ലണ്ടിലല്ല, മറ്റ് രാജ്യങ്ങളിലല്ല, അത് നാം പാർക്കുന്ന ഇന്ത്യക്കകത്താണ്. എന്നാൽ ഇന്ത്യക്കകത്തളത്തിലുള്ള ഉണർവിന്റെ ആമേൻ മുഖ്യ കാരണം എവിടെയാണെന്നറിയാവോ? നാം താമസിക്കുന്ന കൊച്ചു കേരളത്തിന്റെ മണ്ണിന്റെ അകത്തുനിന്നായിരിക്കും. ഇന്ന് രാത്രികാലം വിശ്വസിക്കുന്നവർ കർത്താവിന് മഹത്വം കൊടുത്ത്. ഇന്ന് രാത്രികാലം ആമേൻ ഒരു വ്യക്തിയെ ദൈവത്തിന് വേണ്ടി ഇന്ന് രാത്രികാലം വേണം. എത്ര പേര് ഈ രാത്രികാലം സമ്മതിക്കുന്നു? കർത്താവേ, ഞാൻ റെഡിയാണ്, നിന്റെ പദ്ധതികൾക്ക് വേണ്ടി, നിന്റെ പ്ലാനിന് വേണ്ടി, നിന്റെ പർപ്പസിന് വേണ്ടി ഞാൻ തയ്യാറാകുന്നു എന്ന് ഇന്ന് രാത്രികാലം എത്ര പേർ വിശ്വസിക്കും? ദുരാരകസ്യാരകശന്തന ഒറ്റ ദൈവതരം പോലും ഇല്ലാത്ത ആഫ്രിക്കയുടെ മണ്ണിന്റെ അകത്ത് ഇന്ന് രാത്രികാലം ഞാൻ പറയട്ടെ, ആമേൻ, നരഭോജികളായി മനുഷ്യൻ മാംസം തിന്നുന്ന, ആമേൻ, വിദ്യാഹീനരാകുന്ന ബർബരന്മാരായിരിക്കുന്ന ജനത്തിന്റെ നടുവിലേക്ക് ഒരു ഉണർവ് വെളിപ്പെടുമെന്ന് പറഞ്ഞപ്പോൾ അന്ന് കണ്ട വിദ്യാസമ്പന്നരും അന്ന് കണ്ട ഒത്തിരി പേരും ജ്ഞാനമുള്ളവരെല്ലാം അതിനെ നോക്കി പരിഹസിച്ചപ്പോൾ ആ കാലഘട്ടത്തിൽ റെനേഡ് ബോംഗെ എന്ന് പറയുന്ന ഒരു ദൈവ മനുഷ്യനെ ആമേൻ സ്തോത്രം എഴുന്നേൽപ്പിച്ചു. എന്തിനു വേണ്ടി എന്നറിയാവോ? ആമേൻ സ്തോത്രം, ആഫ്രിക്കയുടെ ഉണർവിന് വേണ്ടി. സ്തോത്രം പറഞ്ഞാട്ടെ. അതിനുശേഷം സൗത്ത് കൊറിയക്കകത്ത് ഒരു ഉണർവിന് വേണ്ടി പോൾ ജോങ്കിച്ച് എഴുന്നേൽപ്പിച്ചു. ഇന്ന് രാത്രികാലം എത്ര പേര് ആമേൻ സ്തോത്രം ആത്മാവിൽ വിശ്വസിക്കും? ഈ തലമുറയുടെ ഉണർവിന് വേണ്ടി ദൈവം എന്നെ എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ കർത്താവിനൊന്ന് കരമടിച്ചുകൊണ്ട് ഇന്ന് രാത്രികാലം മഹത്വം കൊടുത്ത്, ഇന്ന് വരെ വെളിപ്പെടാത്തൊരു ദൈവ പ്രവർത്തി, ദൈവത്തിന്റെ മഹത്വം, ദൈവീയമാകുന്ന അതിശയകരമാകുന്ന അത്ഭുതത്തിന്റെ പ്രവർത്തികൾക്ക് വേണ്ടി രഹസ്യാരക ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ ഒരു ദൂത് കൈമാറുന്നു. അവൻ വിശ്വസിക്കുന്നവർ കർത്താവിനൊന്ന് മഹത്വം കൊടുത്താട്ടെ. പലപ്പോഴും ദൈവദാസി എന്നോട് പറയുന്ന ഒരു കാര്യം ഇതാണ്. പ്രാർത്ഥനാ സമയത്ത് ചില സമയമൊക്കെ വിശ്രമിക്കുമ്പോൾ ദൈവദാസി എന്നെ നോക്കി അവൻ പറയുന്ന ഒരു പദമാണ്, നാളുകളിൽ ഇന്ത്യക്കകത്ത് വെളിപ്പെടുന്ന ഒരു ഉണർവിന് നിങ്ങൾ ഒരു ഭാഗവത്താകും. ഉണർവ് വെളിപ്പെടുവാൻ ഇരിക്കുന്ന വ്യക്തി ഇവിടെ കിടന്ന് അവൻ ക്ഷീണിച്ച് കിടക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അന്തരാത്മാവിൽ പ്രാർത്ഥിക്കുവാൻ, വചനം വായിക്കുവാൻ, ശുശ്രൂഷിക്കുവാൻ ഒരു പ്രേരണയിട്ട് തരികയാണ്. സ്തോത്രം പറഞ്ഞാട്ടെ. എല്ലാ പ്രവചനങ്ങളും ആമേൻ സ്തോത്രം അതിന്റെ അകത്തലത്തിൽ നാം പൂർണ്ണതയോടെ വിശ്വസിക്കുന്നുവെങ്കിൽ കർത്താവിന്റെ വലിയ വിടുതലുകൾ ഉണ്ടാകും. ഞാൻ എടുത്ത വചനത്തിലേക്ക് കയറുവാൻ പറ്റുന്നില്ല. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം പറയുന്നു, ആരെനിക്ക് വേണ്ടി പുറപ്പെടുവാൻ തയ്യാറാകും? യെശയ്യാവിനോട് ചോദിച്ചൊരു ചോദ്യം. അവൻ പറഞ്ഞു, അടിയൻ പുറപ്പെടുവാൻ തയ്യാറാ. ഇന്ന് രാത്രികാലം ദൈവം
മഹത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനെങ്കിൽ പ്രാർത്ഥിക്കാൻ, ആരാധിക്കാനെങ്കിൽ ആരാധിക്കുവാൻ, ശുശ്രൂഷിക്കുവാനെങ്കിൽ ശുശ്രൂഷിക്കുവാൻ ഇന്ന് രാത്രിക്കാലം ഞാൻ തയ്യാറാണ് കർത്താവ്, എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കണമേ, എന്നെ ഒന്ന് ഉപയോഗിക്കണമേ എന്ന് എത്ര പേർ ഇന്ന് രാത്രിക്കാലം പ്രാർത്ഥിച്ചു തുടങ്ങും. അതേ ദൈവമക്കളെ, നിങ്ങളെ ഇന്ന് രാത്രിക്കാലം ഉപയോഗിക്കുവാൻ പോകുന്നു. 80ാമത്തെ വയസ്സിന്റെ അകത്ത് നിയോഗത്തോടു കൂടി ഒരു മനുഷ്യന് ഒരു ദേശത്തിന്റെ വിടുതലിന് വേണ്ടിയല്ല, ഒരു പട്ടണത്തിന്റെ വിടുതലിന് വേണ്ടിയല്ല, ഒരു രാജ്യത്തിന്റെ വിടുതലിന് വേണ്ടി, ഒരു ജനതയുടെ വിടുതലിന് വേണ്ടി 80ാമത്തെ വയസ്സിൽ വാടികുത്തി പിടിച്ചവനെ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ഉപയോഗിച്ചെങ്കിൽ ഇന്ന് രാത്രിക്കാലം ഇതൊരു കെട്ടുകഥയല്ല. ഇന്ന് രാത്രിക്കാലം ഹോരേവിന്റെ നെറുകയ്ക്കകത്ത് ഇറങ്ങി വന്ന ദൈവ സാന്നിധ്യം നിങ്ങളുടെ റൂമിന്റെ അകത്ത് ഇന്ന് രാത്രിക്കാലം നിങ്ങളുടെ യാതനത്തെ ബലപ്പെടുത്തക്ക നിലവാരത്തിൽ, നിങ്ങളുടെ ശരീരങ്ങളെ ശക്തീകരിക്കത്തക്ക നിലവാരത്തിൽ, നിങ്ങളുടെ ബലഹീനതകൾക്കകത്ത് തുണ നിൽക്കത്തക്ക നിലവാരത്തിൽ അഭിഷേകത്തിന്റെ ശക്തി ഇന്ന് രാത്രിക്കാലം ആത്മാവിന്റെ വലിയ ശക്തീകരണം ദൈവാത്മാവ് ആരെയൊക്കെയോ ശക്തീകരിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിക്കാലം പറയുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കുമെന്നാണ്. ഇന്ന് രാത്രിക്കാലം എന്തോ ഒരു ശക്തീകരണം ഇതിന്റെ അകത്ത് വെളിപ്പെടുക, എന്തോ ഒരു അഭിഷേകത്തിന്റെ നിറവ് ഇന്ന് രാത്രിക്കാലം വെളിപ്പെടുക, എന്തോ ഒരു ആത്മാവിന്റെ നിറവ് ഇതിന്റെ അകത്ത് വെളിപ്പെടുക, എന്തോ ഒരു ദൈവകൃപയുടെ ആഴങ്ങൾ ഇന്ന് രാത്രിക്കാലം ഇതിന്റെ അകത്ത് വെളിപ്പെടുക. വിശ്വസിക്കുന്നവർ കർത്താവിന് നിന്ന് മഹത്വം കൊടുത്താട്ടെ, സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. നമ്മുടെ സ്തോത്രം ഗ്രൂപ്പിന്റെ അകത്ത് ഏറ്റവും പ്രായമുള്ള അമ്മച്ചിയാണ് സാറാമ എബ്രഹാം, നമ്മുടെ കൂടെ ആയിരിക്കുന്ന കർത്താവിന്റെ ദാസി. അനിൽ പാസ്റ്റർ സൂം മീറ്റിംഗിന്റെ അകത്താണ് ദൈവദാസിയെ പരിചയപ്പെട്ടു വർഷങ്ങളായി. എന്നാൽ അന്ന് തൊട്ട് ഇന്ന് വരെ ആ ക്രിസ്തുവിലുള്ള സ്നേഹത്തിന്റെ അകത്ത് നിലകൊള്ളുവാൻ പരിശുദ്ധാത്മാവ് സഹായിച്ചു. സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് രാത്രിക്കാലം ഞാൻ പറയട്ടെ, കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ശാരീരികമായ ഒത്തിരി ക്ഷീണങ്ങളും പ്രയാസങ്ങളും, ചില മാസങ്ങളായി ഹോസ്പിറ്റലിൽ താൻ ശാരീരികമായ ക്ഷീണാവസ്ഥയിലൊക്കെ ആയിരുന്നു. എന്നാൽ കഴിഞ്ഞ വ്യാഴാഴ്ച നമ്മുടെ ഗ്രൂപ്പിന്റെ അകത്തിട്ടു കർത്താവിന്റെ ദാസി കോഴഞ്ചേരി പട്ടണത്തിന്റെ വിവിധ പ്രദേശങ്ങൾ കർത്താവിന് ഉയർത്തുന്നത്. 70, 71, 72 വയസ്സുണ്ട്. തന്റെ ശരീരത്തിന്റെ നിർജീവാവസ്ഥ എനിക്കറിയാം. എങ്കിലും കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ചിലരുടെ വിടുതലിന് വേണ്ടി, കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുക. ഇന്ന് രാത്രിക്കാലം എത്ര പേർ ഇന്ന് രാത്രിക്കാലം തയ്യാറാകുന്നു? അതേ കർത്താവ്, നീ എന്നെ ഒന്ന് ഉപയോഗിക്കണമെന്ന് എത്ര പേർ ഇന്ന് രാത്രിക്കാലം പ്രാർത്ഥിച്ചു തുടങ്ങും? അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുടെ ലൈഫിലേക്ക് ഒരു വഴിത്തിരിവിന്റെ രാത്രിയായി, ഒരു ദൈവപ്രവർത്തിയുടെ രാത്രിയായി ഇന്ന് രാത്രിക്കാലം പരിശുദ്ധാത്മാവ് മാറ്റുമെന്ന് ആത്മാവ് വ്യക്തമായി ദൂത് കൈമാറുന്നു. രാജ്യത്തിന്റെ സുവിശേഷം ഈ 2024 നാം പ്രസംഗിക്കപ്പെടുമ്പോൾ, ഈ രാജ്യത്തിന്റെ സുവിശേഷം ആദ്യം പ്രസംഗിച്ചത് ആരാന്നറിയാവോ? കർത്താവിന്റെ ധീര പോരാളിയാകുന്ന പത്രോസ് അല്ലെന്ന്. സുവിശേഷത്തിന്റെ ആദ്യത്തെ വ്യക്താവായി 8 ദുരാത്മാക്കളാൽ ബന്ധിക്കപ്പെട്ട് കിടന്ന ആരോരും വേണ്ടാത്ത മത്തലക്കാരത്തി മറിയാണ് ആദ്യത്തെ സുവിശേഷം ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെന്ന്. ഇന്ന് രാത്രിക്കാലം ആ സുവിശേഷത്തിന്റെ വക്താവായി ഒരു സ്ത്രീയെ എഴുന്നേൽപ്പിച്ചെങ്കിൽ, ശമരിയ എന്ന് പറയുന്ന ഒരു പട്ടണമുണ്ട്. യഹൂദന്മാര് വെറുപ്പോടുകൂടെ കണ്ടൊരു പട്ടണം. യെരൂശലേമിലേക്ക് യഹൂദയിൽ നിന്ന് ഒരു വ്യക്തി കടന്നു പോകണമെങ്കിൽ നടുത്തു കിടക്കുന്ന ശമരിയ വഴി കടന്നു പോകാം. പക്ഷെ യഹൂദന്മാര് കടന്നു പോകത്തില്ല. ശമരിയുടെ അതിർവരമ്പുകൾ കടന്നുകൊണ്ടാണ്, ഒത്തിരി ചുറ്റിയാണ് അവർ കടന്നു പോകുന്നത്. എന്നാൽ ശമരിയ പട്ടണത്തിന്റെ അകത്തേക്ക് യേശു കർത്താവ് വരുന്ന സമയത്ത് അവിടെ നാം കാണുന്നു, വെള്ളം ചോദിക്കുവാൻ സുക്കാർ പട്ടണത്തിൽ ഒരുവൾ നിൽക്കുകയാണ്. അവളോട് സംസാരിച്ചു. ആരാധനയെ പറ്റി, മശികയെ പറ്റിയുള്ള വെളിപ്പാട് വന്നപ്പോൾ ഞാൻ ഇങ്ങനെ പറയാം, സമൂഹത്തിൽ ഒട്ടും ആദരിക്കപ്പെടാത്ത ഒരുവളെ കൊണ്ട് പട്ടണം മുഴുവൻ കർത്താവിലേക്ക് തിരിയുവാനായിട്ട് ഇടയായി തീർന്നു. ഇന്ന് രാത്രിക്കാലം നിങ്ങൾ വിശ്വസിക്കുക, ഇന്ന് വരെ വെളിപ്പെടാത്ത ദൈവത്തിന്റെ പ്രവൃത്തിയെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വെളിപ്പെടുത്താൻ പോവാൻ ആത്മാവ് ഇന്ന് രാത്രിക്കാലം ദൂത് കൈമാറുന്നു. വിശ്വസിക്കുന്നവർ കരം തട്ടി ദൈവത്തിൽ നിന്ന് മഹത്വം കൊടുത്ത് ചില പട്ടണങ്ങൾ തിരിഞ്ഞു വരട്ടെ, ചില ദേശങ്ങൾ തിരിഞ്ഞു വരട്ടെ, ചില രാജ്യങ്ങൾ ഇന്ന് രാത്രിക്കാലം തിരിഞ്ഞു വരട്ടെ. ഒരാത്മാവിന്റെ കരം ഇന്ന് രാത്രിക്കാലം അഭിഷേകത്തോടുകൂടി ഇന്ന് രാത്രിക്കാലം വെളിപ്പെട്ടു വരുമാറാകട്ടെ. എല്ലാവരും ആകാവിന്റെ നിയമമനുസരിച്ച്, ഇസ്രായേലിന്റെ നിയമമനുസരിച്ച് അവരെല്ലാം പതുങ്ങി നിൽക്കുമ്പോൾ ഒരു കൊച്ചു മനുഷ്യൻ മാറിയിരുന്ന് പ്രാർത്ഥിക്കുക. അവന്റെ പേര് ഏലിയാവ് എന്ന് പറയുന്നത്. തിസ്ബി എന്ന് പറയുന്ന ഗ്രാമത്തിന്റെ അകത്ത് ഒരു കൊച്ചു റൂമിന്റെ അകത്ത് ഒരുവൻ മുഴങ്കാൽ മടക്കി. ആ മുഴങ്കാൽ മടക്കിയവനെ ഒരു രാജ്യത്തെ ദൈവത്തിലേക്ക് തിരിച്ചു പിടിക്കുവാൻ പരിശുദ്ധാത്മാവ് അവനെ ഉപയോഗിച്ചെങ്കിൽ, ഇന്ന് രാത്രിക്കാലം നിങ്ങളായിരിക്കുന്ന കൊച്ചു റൂമിന്റെ അകത്ത് നിങ്ങളുടെ ആവശ്യങ്ങൾ മാറ്റിവെച്ച് ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. പരിശുദ്ധാത്മാവ് ആഴത്തിൽ നിയോഗത്തെ കൈമാറ്റം ചെയ്യുന്നു. അതേ ചില ഉണർവിന്റെ വക്താക്കളായി പരിശുദ്ധാത്മാവ് നിങ്ങളെ മാറ്റം.
യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ രക്തത്താൽ ജയമെടുക്കുന്നു, രക്തത്താൽ ജയമെടുക്കുന്നു. കർത്താവിന്റെ കരം ഇന്ന് രാത്രികാലം ശക്തമായി ഇതിന്റെ അകത്ത് ഇറങ്ങി വരുന്ന വിധങ്ങൾക്കായി സ്തോത്രം. അതെ, ഇന്ന് രാത്രികാലം പ്രാരംഭത്തിൽ തന്നെ പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുന്നു. അങ്ങനെയുള്ള ചില നിയോഗത്തിന് വേണ്ടി ഈ ദിവസങ്ങൾ നിങ്ങൾ ശക്തമായി പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ ആത്മാവ് അത് ചെയ്യാൻ പോകുകയാണ്. അല്പനേരത്തെ ദൈവദിന ചിന്തയ്ക്ക് വേണ്ടി ഒരു വാക്യം പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച് തന്നുകൊണ്ട് ആ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. അതിനാധാരമായി ലൂക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 5-ാമത്തെ തിരുവെഴുത്ത്. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 5-ാമത്തെ തിരുവെഴുത്ത്. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതൻ ഉണ്ട് എന്നിരിക്കട്ടെ. അവൻ അർദ്ധരാത്രിയിൽ അവന്റെ അടുക്കൽ ചെന്ന്, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരേണം. എന്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എന്റെ അടുക്കൽ വന്നു. അവന് വിളമ്പിക്കൊടുക്കുവാൻ എന്റെ പക്കൽ ഒന്നും ഇല്ല എന്ന് അവനോട് പറഞ്ഞാൽ, എന്നെ പ്രയാസപ്പെടുത്തരുത്, കതകടച്ചിരിക്കുന്നു, പൈതങ്ങളും എന്നോട് കൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് അകത്തു നിന്ന് ഉത്തരം പറഞ്ഞാലും, അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടുക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മതി. നല്ല വാക്യത്തിനായി കർത്താവിന് നന്ദി പറയുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 5-ാമത്തെ തിരുവെഴുത്തിന്റെ അകത്ത് നാം കാണുന്നത് എങ്ങനെയാണ്? പിന്നെ അവൻ അവരോട്, നിങ്ങൾ ആർക്കെങ്കിലും ഒരു സ്നേഹിതനുണ്ടെന്ന് ഇരിക്കട്ടെ. അവൻ അർദ്ധരാത്രിക്ക് അവന്റെ അടുക്കൽ ചെന്ന, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരണം. സ്തോത്രം പറഞ്ഞാട്ടെ. തന്റെ ആവശ്യത്തിന് വേണ്ടിയല്ല, തന്റെ അടുക്കൽ കടന്നു വന്ന സ്നേഹിതന്റെ വിശപ്പ് അടക്കുവാൻ വേണ്ടി ഒരുവൻ തന്റെ സ്നേഹിതന്റെ വാതിക്കൽ ചെന്ന് മുട്ടുകയും. സ്തോത്രം പറഞ്ഞാട്ടെ. നമുക്കെല്ലാം സ്നേഹിതരുണ്ട്, ഇല്ലേ? നമുക്കെല്ലാം സ്നേഹിതരുണ്ട്. അപ്പനോടോ അമ്മയോടോ ഭർത്താവിനോടോ സഹോദരങ്ങളോടോ പങ്കുവെക്കാത്ത പല കാര്യങ്ങൾ സ്നേഹിതന്മാരോട് പങ്കുവെക്കും. സ്തോത്രം. എന്നാൽ പല സ്നേഹിതന്മാരും പല ആപത്ത് ഘട്ടത്തിന്റെ അകത്ത് നമ്മളെ സഹായിക്കുന്നവരാ. എന്നാൽ പല സ്നേഹിതന്മാരും പല മേഖലകൾക്കകത്ത് നമ്മളെ സഹായിപ്പാൻ കഴിയാതെ വണ്ണം മാറിപ്പോകുന്നവരാ. സ്തോത്രം പറഞ്ഞാട്ട്. എന്നാൽ എല്ലാം തുറന്ന് നമ്മളെ മനസ്സിലാക്കുന്ന ഒരു സ്നേഹിതൻ ഈ ലോകത്തിൽ ആർക്കുമില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഒരല്പമെങ്കിലും നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് നമ്മുടെ വ്യക്തിപരമാകുന്ന ജീവിതത്തിന്റെ അകത്ത് മാറ്റിവെച്ചേ നമ്മൾ സംസാരിക്കത്തുള്ളൂ. യേശു കർത്താവ് ഇവിടെ പറയുന്നത് എങ്ങനെയാണ്? തന്റെ അടുക്കലേക്ക് ഒരു സ്നേഹിതൻ തന്റെ ഭവനത്തിലേക്ക് രാത്രിയിൽ കടന്നു വരുമ്പോൾ അവന്റെ ആവശ്യങ്ങൾക്ക് നടുവിൽ അവൻ മറ്റൊരു സ്നേഹിതന്റെ വാതിൽക്കൽ ചെന്ന് മുട്ടുകയാണ്. അവിടെ കൊടുത്തിരിക്കുന്ന ഒരു പദമുണ്ട്, അർദ്ധരാത്രിക്ക്. സ്നേഹിതനുണ്ടെന്നിരിക്കട്ടെ. അവൻ അർദ്ധരാത്രിക്ക് അവന്റെ അടുക്കൽ ചെന്ന്, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരണം. സ്തോത്രം പറഞ്ഞാട്ടെ, സ്തോത്രം പറഞ്ഞാട്ടെ. ഇവിടെ നാം ശ്രദ്ധിച്ചേ, ഒരുവൻ അർദ്ധരാത്രിക്ക് തന്റെ സ്നേഹിതന്റെ വാതിൽക്കൽ ചെന്ന് മുട്ടുക. എന്താ കാര്യമെന്നറിയാവോ? അവന് വേണ്ടി ഒരു കരുതൽ വേണം. സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് രാത്രികാലം അർദ്ധരാത്രിക്ക് ഒത്തിരി പ്രത്യേകതകൾ തിരുവെഴുത്തിന്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അർദ്ധരാത്രിക്ക് ഒത്തിരി പ്രത്യേകതകൾ ദൈവം കൊടുത്തിട്ടുണ്ട്. സ്തോത്രം പറഞ്ഞാട്ടെ. ഇവിടെ നാം നോക്കിക്കേ, അർദ്ധരാത്രിക്ക് മുട്ടിയ ഒരുവന് വേണ്ടി അവൻ 3 അപ്പമാണ് ചോദിച്ചതെങ്കിലും ബൈബിൾ പറയുന്നു അവന് വേണ്ടുവോളം കൊടുത്തുവെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രികാലം ദൂത് കൈമാറുന്നു. ഇന്ന് രാത്രികാലം ചില അർദ്ധരാത്രികൾ നമ്മുടെ ജീവിതത്തിൽ കിടന്നുറങ്ങുവാനല്ല, ചില അർദ്ധരാത്രികൾ സ്വർഗത്തിന്റെ കവാടത്തിന്റെ അകത്ത് മുഴങ്കാൽ മടക്കി നീ ഒന്ന് മുട്ടുവാൻ തയ്യാറാകുന്നെങ്കിൽ വരുന്ന പ്രഭാതം നിങ്ങളുടെ ലൈഫിലേക്ക് ജീവിതത്തെ തിരിക്കുന്ന, വേണ്ടുവോളം നൽകിത്തരുന്ന ഒരു ദൈവ പ്രവൃത്തി ഉണ്ടാകുമെന്ന് വചനത്തിന്റെ അകത്തളത്തിൽ നിന്നുകൊണ്ട് ആത്മാവ് ഇന്ന് രാത്രികാലം ദൂത് കൈമാറുന്നു. ക്ഷീണായ ദൈവദാസിയ ദൂതനെ ഇന്ന് രാത്രികാലം പിടിച്ചോ. ചില പ്രതികൂലങ്ങൾക്ക് നടുവിൽ ചില അർദ്ധരാത്രികൾ നീ മാറ്റിവെക്കുക. ഒത്തിരി അർദ്ധരാത്രികൾ വേദനകളും നിരാശകളും ജീവിതത്തിന്റെ അകത്ത് മുന്നോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം നിന്റെ ലൈഫിനെ ഒക്കെയും തകിടം മറിച്ച ഒത്തിരി വേദന നിറഞ്ഞ രാത്രികളുണ്ട്. എന്നാൽ ചില അർദ്ധരാത്രികൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവെച്ചാൽ 3 അപ്പം വായ്പ ചോദിച്ചവന് വേണ്ടി വേണ്ടുവോളം കൊടുത്തൊരു തമ്പുരാൻ നിനക്ക് വേണ്ടി വെളിപ്പെടുത്തി നിന്റെ ആവശ്യങ്ങൾക്ക് നടുവിൽ ഇറങ്ങി വരുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു. 20-ാം സങ്കീർത്തനമാണെന്ന് തോന്നുന്നു. അതിന്റെ അകത്തൊരു വാക്യം ദൈവദാസി ഇങ്ങനെയുണ്ട്, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം നിനക്ക് നൽകി തരട്ടെ, നിന്റെ താല്പര്യമൊക്കെയും സാധിപ്പിക്കട്ടെ. 21-ാം സങ്കീർത്തനത്തിൽ കാണുന്നു, അവൻ എന്റെ ഹൃദയത്തിലെ ആഗ്രഹം എനിക്ക് നൽകി. ചില ആഗ്രഹങ്ങൾ ദൈവദാസിയൻ നിനക്കുണ്ട്. യോസഫിന്റെ അകത്തളത്തിൽ കടന്ന ചില സ്വപ്നം പോലെ നീ കേട്ട ചില ദൈവീയമാകുന്ന ശബ്ദങ്ങളും ആഗ്രഹങ്ങളും നിന്റെ ലൈഫിലേക്ക് വെളിപ്പെടത്തക്ക നിലവാരത്തിൽ നിന്റെ ആവശ്യങ്ങളാണ് നിന്റെ ആഗ്രഹങ്ങൾ. ആ വിധത്തിൽ ചില ആഗ്രഹങ്ങളെ സഫലം
സുഖകരമാക്കുന്ന ദൈവത്തിന്റെ പ്രവർത്തികൾക്ക് വേണ്ടി അർദ്ധരാത്രി മുട്ടുവാൻ നീ തയ്യാറാകുന്നുവെങ്കിൽ 2024 നിന്റെ ലൈഫിലേക്ക് അസാധാരണമാകുന്ന ദൈവ പ്രവർത്തിയുടെ ഭയങ്കര ആഴങ്ങൾ തുറന്നു വരുമെന്ന് വിശ്വസിക്കുന്നവർ കർത്താവിനൊന്ന് മഹത്വം കൊടുത്ത്. ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട നല്ല സാക്ഷ്യങ്ങളാണ് ഈ ദിവസങ്ങൾ പരിശുദ്ധാത്മാവ് നൽകി തരുന്നത്. കർത്താവ് പറഞ്ഞ ഡേറ്റിന്റെ അകത്ത്, കർത്താവ് പറഞ്ഞ മാസത്തിന്റെ അകത്ത് ഒത്തിരി ദൈവ പ്രവർത്തികൾ, ഇന്ന് വന്ന ഒത്തിരി കോളുകളും ഇന്ന് വന്ന ഒത്തിരി കാര്യങ്ങളും ദൈവം പറഞ്ഞിരിക്കുന്ന സമയത്തിന്റെ അകത്ത് ദൈവം പ്രവർത്തിച്ച ഒത്തിരി സാക്ഷ്യങ്ങളുടെ നല്ല കോളുകൾ കടന്നു വരുവാനായിട്ട് ഇടയായിത്തീരുന്നു. ഇന്ന് രാത്രികാലം വിശ്വസിക്കുക, ഈ 2024 ഈ ആഗസ്റ്റ് മാസം ഒരു അത്ഭുതത്തിന്റെ കരം നമ്മുടെ കൂടാരത്തിന്റെ അകത്ത് വെളിപ്പെടാൻ പോകുന്ന വിലയേറിയ വിധങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അപ്പൊ നോക്കി, അർദ്ധരാത്രിക്ക് ഒത്തിരി പ്രത്യേകതകളുണ്ട്. സ്തോത്രം പറഞ്ഞാട്ട് രാത്രിക്ക് 4 യാമങ്ങളുണ്ട്. ഒന്നാം യാമമാണ് 6 തൊട്ട് 9 മണി വരെയുള്ള സമയങ്ങൾ ഒന്നാം യാമമായി വെളിപ്പെടുന്നു. 9 to 12 വരെയുള്ള സമയങ്ങൾ രണ്ടാം യാമമായിട്ടും 12 to 3 മണി വരെയുള്ള സമയങ്ങൾ മൂന്നാം യാമമായിട്ടും 3 തൊട്ട് 6 മണി വരെ 4ആം യാമമായിട്ടും വെളിപ്പെടുന്നു. ഒന്നാം യാമത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാവോ? പ്രഭാത യാമത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് പകൽ മുഴുവൻ നമ്മളെ സൂക്ഷിച്ച, പരിപാലിച്ച്, ആഹാരം തന്ന്, നന്മ തന്ന്, ജീവിതത്തെ സൂക്ഷിച്ച, കുടുംബത്തെ സൂക്ഷിച്ച, തലമുറകളെ സൂക്ഷിച്ച, നമ്മളെ പരിപാലിച്ച ദൈവത്തിന് നന്ദി പറയുവാനുള്ള സമയമാണ് ഒന്നാം യാമം. സ്തോത്രം പറഞ്ഞാട്ടെ. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നാളുകളിലൊക്കെയും നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് സ്തോത്രം ഇന്നലകളിൽ നമ്മുടെ പിതാക്കന്മാര് കാണിച്ചു തന്ന മാതൃകയുണ്ടായിരുന്നു, ദൈവത്തോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക എന്നുള്ളത്. അപ്പൊ ഒന്നാം യാമത്തിന് പ്രത്യേകതയുണ്ടോ? അത് ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിന്റെ അകത്തേക്ക് ഒന്നാം യാമത്തിന് പ്രത്യേകതയുണ്ട്. ഒന്നാം യാമത്തിന്റെ പ്രത്യേകത എന്താണ്? ഒന്നാം യാമത്തിന്റെ പ്രത്യേകത നിന്നെ നടത്തിയ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ കുടുംബമായിരുന്ന് കുഞ്ഞുങ്ങളുമായിട്ടിരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്ത് സന്തോഷിക്കേണ്ട സമയമാണ് രാത്രിയുടെ ഒന്നാം യാമം എന്ന് പറയുന്നത്. ആ സമയം പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ ആരംഭിച്ചാൽ നിങ്ങളുടെ കുടുംബം അനുഗ്രഹമായി തീരും, നിങ്ങളുടെ കുടുംബ ജീവിതം അനുഗ്രഹമായി തീരും, നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹമായി തീരും, നിങ്ങളുടെ മിനിസ്ട്രി അനുഗ്രഹമായി തീരും. അവിടെ ആരോഗ്യമുണ്ടാകും, അവിടെ ആയുസ് വർദ്ധിക്കും, അവിടെ ദൈവത്തിന്റെ ഭയങ്കര മഹത്വം ഉണ്ടാകും. ഇന്ന് വരെ നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് സ്വരം ചില മേഖലകൾക്ക് നടുവിൽ ആ വിധത്തിൽ കയറുവാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് രാത്രികളിൽ ദൂത് കേൾക്കുമ്പോൾ നിങ്ങൾ ഒന്നാം യാമം പ്രാർത്ഥനകൾക്ക് വേണ്ടി വേർതിരിക്കുക. ചില ഒറ്റപ്പെട്ട് നിൽക്കുന്ന ചില വ്യക്തികളോട് ദൂത് കൈമാറുന്നു. നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ഈ ദിവസങ്ങൾ തന്നെ നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്തുനിന്ന് ചിലരും കൂടെ നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുവാൻ വേണ്ടി സമയങ്ങളെ വേർതിരിച്ച് വീട് മുഴുവൻ സന്തോഷിക്കുന്ന ചില അനുഭവ തലങ്ങൾ ചില കുടുംബത്തിന്റെ അകത്ത് ഉണ്ടാകുമെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി ആലോചന കൈമാറുന്നു. വിശ്വസിക്കുന്നവർ കർത്താവിനൊന്നും മഹത്വം കൊടുത്താട്ടെ. സ്തോത്രം. ആ ഒന്നാം യാമത്തിൽ നല്ലവണ്ണം ദൈവത്തെ ആരാധിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്ത് ദൈവത്തിനെ പ്രാർത്ഥിച്ച് ഇരിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം അനുഗ്രഹമായി തീരും. എന്ന് പറഞ്ഞാൽ നല്ല കുടുംബമായി ഒരുമിച്ച് സന്തോഷിച്ച് ആഹാരമൊക്കെ കഴിച്ച് അടുത്ത രണ്ടാം യാമം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഉറക്കത്തിന് വേണ്ടി ചെലവഴിക്കുന്ന സമയമാണ്. എന്ന് പറഞ്ഞാൽ രണ്ടാം യാമത്തിങ്കൽ സുഖകരമാകുന്ന നിദ്രയ്ക്ക് വേണ്ടി പോകുന്ന സമയമാണ്. സങ്കീർത്തനത്തിലൊരു വാക്യമുണ്ട്, ഞാനോ സമാധാനത്തോടു കൂടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കും മാറാക്കുന്നത്. പലരുടെയും ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ഉറക്കമില്ല വാസ്. സ്തോത്രം പറഞ്ഞാട്ടെ, ഉറക്കമില്ല, തിരിഞ്ഞിട്ടും മറിഞ്ഞിട്ടും ഉറക്കം വരുന്നില്ല. ഇന്ന് രാത്രിക്കാലം ഞാൻ ദൂത് കൈമാറാം. ഒന്നാം യാമം പ്രാർത്ഥനകൾക്ക് വേണ്ടി വേർതിരിക്ക്. രണ്ടാം യാമം സുഖകരമാകുന്ന നിദ്രയ്ക്കകത്തേക്ക്, തമ്പുരാന്റെ കരത്തിന്റെ അകത്തേക്ക് ദൈവം നിന്നെ മറയ്ക്കുന്ന രാത്രികാലമായി മാറും. രണ്ടാം യാമമാണ് സാത്താന്യ പ്രവർത്തനങ്ങൾ, സാത്താന്യ മണ്ഡലങ്ങൾ പിടിമുറുക്കുന്ന സമയം. എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റിന്റെ അകത്ത്, ഫേസ്ബുക്കിന്റെ അകത്ത്, യൂട്യൂബിന്റെ അകത്ത് മറ്റ് മേഖലകൾക്കകത്ത് മദ്യപാനത്തിന്റെ അകത്തേക്കൊക്കെയും മനുഷ്യകുലത്തെ സാത്താൻ പിടിമുറുക്കി ഭവനത്തിന്റെ അകത്ത് സ്വസ്ഥമായി കിടക്കേണ്ടതിനെയൊക്കെയും ഭവനം വിട്ട് പുറത്തോട്ട് കൊണ്ടുപോകുന്ന യാമമാണ് രണ്ടാം യാമം എന്ന് പറയുന്നത്. മൂന്നാം യാമത്തിന്റെ പ്രത്യേകതയാണ് അർദ്ധരാത്രി എന്ന് പറയുന്നത്. സാത്താന്യ മണ്ഡലങ്ങൾ അധികാരത്തോടുകൂടെ പ്രപഞ്ചത്തിന്റെ അകത്ത് ഉടന്ന് നടക്കുന്ന സമയമാണ് മൂന്നാം യാമം. ആ സമയത്താണ് കൊലപാതകങ്ങൾ ഉണ്ടാകുന്നത്, ആ സമയത്താണ് മോഷണങ്ങൾ ഉണ്ടാകുന്നത്, ആ സമയത്താണ് ചിലർ എന്നേക്കുമായി നാട് വിട്ട് പുറപ്പെട്ടു പോകുന്നത്. ആ സമയത്താണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾ സംഭവിക്കുന്നത്. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ച് അവരോട് ചോദിച്ചാൽ അവർക്ക് അറിയുവാൻ സാധിക്കും. ആ യാമത്തിലാണ് ഒത്തിരി പേര് ഹാർട്ട് അറ്റാക്ക് അങ്ങനെയുള്ള പ്രയാസം വന്ന് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നത്. ആ സമയത്താണ് പൈശാചിക മണ്ഡലങ്ങൾ പിടിമുറുക്കുന്നത്. ആ വിചാര
അന്യാരാധനയുടെ ക്രിയകൾക്ക് വേണ്ടി, പൈശാചിക മണ്ഡലങ്ങളിലെ ക്രിയകൾക്ക് വേണ്ടി, മറ്റു മനുഷ്യർ നശിക്കേണ്ടതിന് വേണ്ടി സാത്താന്യ മേഖലകൾ ആധിപത്യം പുലർത്തുന്ന, സാത്താന്യ ആരാധനക്കാർ തെരഞ്ഞെടുക്കുന്ന അന്ധകാര മണ്ഡലങ്ങൾ പ്രബലപ്പെടുന്ന, ശക്തിപ്പെടുന്ന ഒരു സമയമാണ് രാത്രിയുടെ മൂന്നാം യാമം അല്ലെങ്കിൽ അർദ്ധരാത്രി എന്ന് പറയുന്നത്. ഞാൻ ഇന്ന് രാത്രികാലം പറയുക, അർദ്ധരാത്രിയിലെ പ്രാർത്ഥനയ്ക്ക് അസാധാരണമാകുന്ന ദൈവ പ്രവൃത്തിയുണ്ട്. സ്തോത്രം പറഞ്ഞാട്ടെ. അർദ്ധരാത്രിയിലെ പ്രാർത്ഥനകൾക്ക് അസാധാരണമാകുന്ന ദൈവത്തിന്റെ മഹത്വമുണ്ട്. ഇന്ന് രാത്രികാലം ഞാൻ ആത്മാവിൽ ഒരു ദൂത് കൈമാറാം. സ്വന്തം അർദ്ധരാത്രി നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ പ്രാർത്ഥിച്ച് തുടങ്ങുവാൻ പാടാണ്. പക്ഷേ പ്രാർത്ഥിച്ച് അങ്ങ് നിങ്ങൾ ദൈവ സാന്നിധ്യത്തിലേക്ക് കയറിയാൽ ഏറ്റവും ആത്മാവിന്റെ വലിയ ഇടപെടലുകൾ ഉണ്ടാകുന്ന, അസാധാരണമാകുന്ന വെളിപ്പാടുകൾ ഉണ്ടാകുന്ന, സ്വർഗീയമാകുന്ന തലങ്ങളെ വെളിപ്പെടുത്തുന്ന, അസാധാരണമാകുന്ന പ്രവാചക ശബ്ദങ്ങൾ വെളിപ്പെടുന്ന, ആത്മാവിന്റെ ഇടപെടലുകൾ ഉണ്ടാകുന്ന, അസാധാരണമാകുന്ന ദൈവ പ്രവർത്തികളെ വെളിപ്പെടുന്ന രാത്രിയാണ് രാത്രിയുടെ മൂന്നാം യാമം അല്ലെങ്കിൽ അർദ്ധരാത്രി എന്ന് പറയുന്നത്. സ്തോത്രം പറഞ്ഞാട്ടെ, സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് രാത്രികാലം ആത്മനിയോഗത്തോടെ ഞാൻ ദൂത് കൈമാറാം. ഒത്തിരി അർദ്ധരാത്രികൾ നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് വേദനകൾ വന്നെങ്കിൽ, ഒത്തിരി അർദ്ധരാത്രികൾ സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർത്തെങ്കിൽ, ഒത്തിരി അർദ്ധരാത്രികൾ നിങ്ങൾക്ക് കടന്നുറങ്ങുവാൻ സാധിക്കാതെ വണ്ണം പോരാടിയ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ, ചില അർദ്ധരാത്രികൾ പ്രാർത്ഥനകൾക്ക് വേണ്ടി നിങ്ങൾ മാറ്റിവെച്ചോ. നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്തുനിന്ന് നഷ്ടപ്പെട്ടു പോയ, അല്ലെങ്കിൽ ശത്രു തടഞ്ഞു വെച്ച് അവൻ പിടിച്ചു വെച്ച ചില അവകാശങ്ങള് ഈ ദിവസങ്ങൾ മടക്കിയെടുക്കുവാൻ ചില രാത്രിയുടെ യാമങ്ങൾ പ്രാർത്ഥനകൾക്ക് വേണ്ടി നിങ്ങൾ മാറ്റിവെച്ചാൽ, നിങ്ങൾ കൊള്ള കണ്ടുകിട്ടിയവരെ പോലെ ഈ ദിവസങ്ങളിൽ ചിലരെ തിരിച്ചു കൊണ്ടുവരുന്ന ഞാൻ ദൈവത്തിന്റെ ദാസനായി നിന്നുകൊണ്ട് ഞാൻ പറയാ, ഏറ്റവും നന്നായി പ്രാർത്ഥിക്കുവാനുള്ള സമയം പകലല്ല കേട്ടോ. ഏറ്റവും നന്നായി പ്രാർത്ഥിക്കുവാനുള്ള സമയം ലോക മനുഷ്യരെല്ലാം ഉറങ്ങുന്ന സമയത്ത് മാറിയിരുന്ന് മുഴങ്കാൽ മടക്കുന്ന ഒരു ദൈവഭക്തനെ നോക്കി, ദൈവദാസിമാരെ നോക്കി ഞാൻ ആത്മാവിൽ ദൂതുകയും അസാധാരണമായത് നിങ്ങളുടെ ലൈഫിലേക്ക് വെളിപ്പെടുവാനായിട്ട് വിചാരിച്ചിരും വിശ്വസിക്കുന്നവർ കർത്താവിന് മഹത്വം കൊടുത്ത് സ്തോത്രം പറഞ്ഞാട്ടെ. അർദ്ധരാത്രിക്ക് എന്താണ് പ്രത്യേകത? ഒത്തിരി പ്രത്യേകതകൾ തിരുവെഴുത്തിന്റെ അകത്ത് കാണുന്നു. ഒന്നാമത്തെ പ്രത്യേകത നാം കാണുന്നത് പുറപ്പാട് പുസ്തകത്തിന്റെ അകത്താണ്. നീണ്ട 430 വർഷത്തെ അടിമനുഖത്തിന്റെ അകത്ത് ഒരു ജനം വസിക്കുകയാണ്. ഗോശം ദേശത്ത് അതിഥിയായി വന്നവർ പിന്നെ അടിമകളായി മാറിയ ഒരു ചരിത്രം തിരുവെഴുത്തിന്റെ അകത്ത് കാണുന്നു. ദൈവത്തിന്റെ ജനമാണ്. പിന്നത്തതിൽ അവരെ ആരാധന ബന്ധിക്കപ്പെട്ടു, അവരെ ശാരീരിക മണ്ഡലം ബന്ധിക്കപ്പെട്ടു, സാമ്പത്തിക മണ്ഡലം ബന്ധിക്കപ്പെട്ടു, തലമുറകൾ ബന്ധിക്കപ്പെട്ടു. സ്തോത്രം പറഞ്ഞാട്ടെ. അപ്പൊ നോക്കിക്കേ, സ്വതം പുറപ്പാട് പുസ്തകത്തിന്റെ അകത്ത് 4 വിധമാകുന്ന കാര്യങ്ങൾ. ഒന്ന്, സ്വതം അവരുടെ ആരാധന ബന്ധിക്കപ്പെട്ടു. 2, സ്വതം അവരുടെ ജീവിതത്തിലെ സ്വതം കുടുംബം ബന്ധിക്കപ്പെട്ടു, ആരോഗ്യം ബന്ധിക്കപ്പെട്ടു, സാമ്പത്തിക മേഖല ബന്ധിക്കപ്പെട്ടു, തലമുറകൾ ബന്ധിക്കപ്പെട്ടു. ഇങ്ങനെ വിവിധമാകുന്ന പ്രശ്നങ്ങൾക്ക് നടുവിലേക്ക് കടന്നു പോകുന്ന ജനത്തെ പറ്റി തിരുവെടുത്ത് പറയുന്നു. ആ ജനത്തിന് എന്ത് ചെയ്യുന്നറിയാവോ? അവർ കഷ്ടതയിൽ കൂടി കടന്നുപോയി. സ്തോത്രം പറഞ്ഞാട്ടെ. കഷ്ടതയിൽ കൂടി കടന്നുപോയി. സ്തോത്രം പറഞ്ഞാട്ടെ. നമ്മുടെ ജീവിതത്തിലെല്ലാം കഷ്ടതയിൽ കൂടി നാം കടന്നുപോയവരാണ്, ഇല്ലേ? കഷ്ടതയിൽ കൂടി കടന്നുപോയതാണ്. ഞാൻ ഇന്ന് രാത്രികാലം പറയാ, യഥാർത്ഥമാകുന്ന ദൈവ സാന്നിധ്യത്തെയും ദൈവത്തിന്റെ തേജസ്സിനെയും നാം തിരിച്ചറിയണമെങ്കിൽ ചില കഷ്ടതയിൽ കൂടി കടന്നുപോയാൽ മതിയാകത്തുള്ളൂ. സ്തോത്രം പറഞ്ഞാട്ടെ, സ്തോത്രം പറഞ്ഞാട്ടെ. ഈ കഷ്ടതയില്ല എന്ന് പുതിയ പഠിപ്പിക്കലൊക്കെ ഉണ്ട്. സ്തോത്രം പറഞ്ഞാട്ടെ. അത് ബൈബിൾ അല്ല. പക്ഷേ ബൈബിളിന്റെ പഠിപ്പിക്കലല്ല. കഷ്ടതയിൽ മാത്രമേ നമുക്ക് ദൈവത്തിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ, ദൈവത്തിന്റെ സ്നേഹത്തെ തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. ഇന്ന് നിങ്ങൾ കഷ്ടതയിൽ കൂടി കടന്നു പോകുന്നെങ്കിൽ അത് നിങ്ങൾ പാപം ചെയ്തത് കൊണ്ടല്ല, അത് തമ്പുരാൻ എനിക്ക് അനുവദിച്ചു തന്ന ഒരു കാലഘട്ടമാണ്. അതിന്റെ അകത്ത് നിങ്ങൾ വിജയിച്ച് കയറുക തന്നെ ചെയ്യും. സ്തോത്രം പറഞ്ഞാട്ടെ, സ്തോത്രം പറഞ്ഞാട്ടെ. ഞാൻ ഒരു സ്ഥലത്ത് ശുശ്രൂഷിക്കുന്ന സമയത്ത് ഒരു ആന്റി എന്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ കടന്നു വന്നു. ആന്റി എന്നോട് പറഞ്ഞ എങ്ങനെയാണ്, കഷ്ടതയൊന്നും ഇല്ലാതെ ജീവിക്കുവാൻ പാസ്റ്റർ പ്രാർത്ഥിക്കണം. സ്തോത്രം പറഞ്ഞാട്ടെ. ഞാൻ പറഞ്ഞു, അങ്ങനെ പ്രാർത്ഥിച്ചാൽ ആന്റി വലിയ പ്രയാസമായി തരും. ആന്റി പറഞ്ഞു, ആയുസ്സൊക്കെ ഉണ്ടാകണം, പക്ഷെ കഷ്ടതയുണ്ടാകരുത്. എല്ലാവരും ഇവിടെ ഉണ്ടോ? സ്തോത്രം പറഞ്ഞാട്ടെ. കഷ്ടതയില്ലാതെ ഇരിക്കാനായിട്ട് പ്രാർത്ഥിക്കണമെങ്കിൽ നമ്മൾ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടണം. സ്തോത്രം, ശരിയല്ലേ? കഷ്ടതയില്ലാതെ ജീവിക്കണമെങ്കിൽ നമ്മൾ ഈ ലോകത്തുനിന്ന്, സ്തോത്രം പറഞ്ഞാട്ടെ. അപ്പൊ ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ട്,
പക്ഷെ നിങ്ങൾ ധൈര്യപ്പെടുവിൻ, ലോകത്തെ ജയിച്ചൊരു കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. വിശ്വസിക്കുന്നവർ കർത്താവിനൊന്ന് മഹത്വം കൊടുത്ത് ഈ ദൂതനെ ഒന്ന് സ്വീകരിച്ച്. സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാ, നിയമങ്ങളെല്ലാം പ്രതികൂലമാ, അധികാരികളെല്ലാം പ്രതികൂലമാ, സഹോദരങ്ങളെല്ലാം പ്രതികൂലമാ, എല്ലാം പ്രതികൂലമാ. സാമ്പത്തിക മേഖല, ആരോഗ്യ മേഖല, ആയുസ്സിന്റെ മേഖല എല്ലാം പ്രതികൂലമാ. പക്ഷെ ലോകത്തെ ജയിച്ചൊരു കർത്താവ് എന്നോട് കൂടെയുണ്ട്. വിശ്വസിക്കുന്നവർ കർത്താവിനൊന്ന് മഹത്വം കൊടുത്ത് ഇന്ന് രാത്രിക്കാലം ഈ മീറ്റിംഗിന്റെ അകത്ത് അസാധാരണമാകുന്ന സൗഖ്യങ്ങൾ ഉണ്ടാകും കേട്ടോ. പരിശുദ്ധാത്മാവിനോട് വ്യക്തമായി പറയുന്നു, അസാധാരണമാകുന്ന സൗഖ്യങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത്, നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത്, നിങ്ങളുടെ കുടുംബ ജീവിതത്തിന്റെ അകത്ത് അസാധാരണമാകുന്ന സൗഖ്യങ്ങൾ ഉണ്ടാകും. സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് രാത്രിക്കാലം എനിക്കറിയാം, അർദ്ധരാത്രി നിങ്ങൾക്ക് വിരോധമായി കടന്നു വന്ന ഏതൊക്കെയോ പൈശാചികമാകുന്ന ആധിപത്യങ്ങളെ വഴിയിൽ തടയുന്ന, വഴിയിൽ തടുത്തു വെക്കുന്ന ആത്മാവിന്റെ ഇടപെടലുകൾ ഉണ്ടാകുന്ന ഒരു രാത്രിയായി ഇന്ന് രാത്രിക്കാലം മാറും. വിശ്വസിക്കുന്നവർ കർത്താവിന് മഹത്വം കൊടുത്ത്. അപ്പൊ നോക്കി, അർദ്ധരാത്രിയിലെ പ്രത്യേകത എന്താണെന്നറിയാവോ? അർദ്ധരാത്രി ഒരു ജനത മൊത്തം കഷ്ടതയിൽ കൂടി കടന്നുപോകുക, വേദനയിൽ കൂടി കടന്നുപോകുക, പകലന്തിയോളം അധ്വാനിച്ചു. അതിൻ്റെതായ ഒരു നന്മ ഇന്ന് വരെയില്ല. അധ്വാനിച്ചു കൊണ്ടുവരുന്ന നന്മകൾ എവിടേക്കോ പിശാച് ഇറക്കിക്കൊണ്ടു പോകുന്നു. തലമുറയുടെ ജീവിത മേഖലകളെ വഴിമാറ്റി വിടുന്നു. തലമുറയുടെ ജീവിതത്തിനെതിരെ പിശാച് രേഖ എഴുതി വെച്ചിരിക്കുക. ജനിച്ചു വീഴുന്ന തലമുറകളെ നൈൽ നദിയിലേക്ക് എറിഞ്ഞു കളയുന്ന ഒരു മേഖല. തിരിച്ച് പ്രതികരിക്കുവാൻ കഴിയാതെ വണ്ണം അകത്തളത്തിൽ പ്രാർത്ഥിച്ച ഒരു കൂട്ടം ജനത്തിന് വേണ്ടി ഒരു മോശയെ തെരഞ്ഞെടുത്തവരെ പുറപ്പാടിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചെങ്കിൽ ഇന്ന് നീ കടന്നു പോകുന്ന സാഹചര്യം ദൈവത്തിനറിയാം. നിന്റെ കുടുംബം സാഹചര്യം ദൈവത്തിനറിയാം. ഇന്ന് രാത്രികാലം തിരിച്ച് പ്രതികരിക്കുവാൻ പറ്റാത്ത ഏതൊക്കെയോ സാഹചര്യങ്ങൾ കൂടി ദൈവവേദന നീ കടന്നു പോകുമ്പോൾ നീ ഒറ്റയ്ക്കല്ല കേട്ടോ. നിനക്ക് വേണ്ടി വെളിപ്പെട്ട് വരുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ശക്തമായി ഇടപെടുന്നു. കരമടിച്ചുകൊണ്ട് ദൈവത്തെ ഇന്ന് രാത്രികാലം മഹത്വം കൊടുത്ത് നിനക്ക് പ്രതികരിക്കുവാൻ പറ്റാത്ത ഇടത്ത് നിനക്ക് വേണ്ടി പ്രതികരിക്കുവാൻ, നിനക്ക് വേണ്ടി ഇടപെടുവാൻ, നിനക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രികാലം വെളിപ്പെടുമെന്ന് ആത്മാവ് ദൂത് കൈമാറുന്നു. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് നൽകി തന്ന ഒറ്റ വചനമേ ഉള്ളൂ. കർത്താവ് എന്നെ ആമേൻ ദൂത് ഇന്ന് രാത്രികാലം ഒന്നും തിരിക്കുകയാണ്. കർത്താവ് തന്റെ ശുശ്രൂഷയ്ക്ക് അകത്തളത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത്. ഒരു മനുഷ്യന്റെ ശരീരമണ്ഡലത്തിന്റെ അകത്തു നിന്ന് ദുരാത്മാ ശക്തി വിട്ടുപോയാൽ, ഭൂതശക്തി വിട്ടുപോയാൽ, ദുരാത്മാ മണ്ഡലം വിട്ടുപോയാൽ തണുപ്പന്വേഷിച്ച് നീരൊഴുക്കില്ലാത്ത ഇടം അന്വേഷിച്ച് നടക്കുന്നു. സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം. തണുപ്പില്ലാത്ത തണുപ്പുള്ള നീരൊഴുക്കില്ലാത്ത സ്ഥലം അന്വേഷിച്ച് അവൻ നടക്കുന്നു. പക്ഷേ അവൻ അത് കണ്ടു കിട്ടുന്നില്ല. സ്തോത്രം പറഞ്ഞാട്ടെ. എന്നാൽ അവൻ മടങ്ങി വന്ന ഭവനത്തിലേക്ക് അവൻ തിരിച്ചു വരും. സ്തോത്രം പറഞ്ഞാട്ടെ. എങ്ങനെയുണ്ട് ആ ഭവനം? ആ ഭവനത്തിലേക്ക് കടന്നു വന്നപ്പോ അടിച്ചു വാരിയിട്ടുണ്ട്, വീട് വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്, അതിനെ മനോഹരമാക്കിയിട്ടിട്ടുണ്ട്. പക്ഷേ ആൾപ്പാർപ്പില്ലായിരുന്നു. സ്തോത്രം പറഞ്ഞാട്ടെ. ഞാൻ ഇന്ന് രാത്രികാലം പറയാ, സകല പാപത്തിന്റെയും സകല തിന്മയുടെയും സകല മ്ലേച്ഛതയുടെയും പിന്നിൽ വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലമാണ്. സ്തോത്രം പറഞ്ഞാട്ടെ. സകല കള്ളത്തരത്തിന്റെയും സകല പോഷത്തിന്റെയും പിന്നിൽ വ്യാപരിക്കുന്നത് സ്വന്തം പൈശാചിക മണ്ഡലമാണ്. സ്തോത്രം പറഞ്ഞാട്ടെ. എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ പ്രസംഗിക്കുന്ന അനിപ്പാസയകത്ത് നല്ല ഭൂതമുണ്ടായിരുന്നു. സ്തോത്രം പറഞ്ഞാട്ടെ. അതുകൊണ്ട് ബന്ധക്കോസുകാരെയൊക്കെ ഞാൻ കളിയാക്കി പോകുന്നത് അതാണ്. എങ്ങനെ ജീവിച്ചാലും സ്വർഗത്തിൽ പോകുമെന്നുള്ള ധാരണയൊക്കെ ഉണ്ടായിരുന്നത്. എന്റെ അകത്തളത്തിൽ അങ്ങനെ ഒരു ധാരണ തന്നു. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്ന നല്ല ഭൂതമുണ്ടായിരുന്നു. എന്നാൽ കർത്താവിനെ അറിഞ്ഞപ്പോൾ എന്റെ അകത്തളത്തിൽ ഇന്നലകളിൽ എന്നെ ഭരിച്ചിരുന്ന ദുരാത്മാ മണ്ഡലത്തെ ദൈവം പുറത്താക്കി. സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് രാത്രികാലം നോക്കി, ശുശ്രൂഷയ്ക്കകത്ത് ഒത്തിരി ദുരാത്മാ മണ്ഡലങ്ങളാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന വ്യക്തി ജീവിതങ്ങളെ ദൈവം വിടുവിക്കുമ്പോൾ അവരടുത്ത സ്ഥാനം ചെയ്യേണ്ടത് വീടഴിച്ചു വാരി അതിനെ സൂക്ഷ്മതയോടെ സൂക്ഷിക്കുമ്പോൾ അതിന്റെ അകത്ത് ആൾപ്പാർപ്പ് വേണം. സ്തോത്രം പറ. അപ്പം ദൈവസന്നിധിയിൽ ഇന്നലെ നിന്നവരോ ഇന്ന് നിൽക്കുന്ന ഒത്തിരി വ്യക്തി ജീവിതങ്ങളോ ദൈവത്തിൽ നിന്ന് അവര് അകന്നു പോകുന്നെങ്കിൽ ഒറ്റയടിക്കല്ല അവർ അകന്നു പോകുന്നത്. അതൊരു പടിപടിയായിട്ടാണ് അകന്നു പോകുന്നത്. എന്ന് പറഞ്ഞാൽ സാത്താന്യ മണ്ഡലങ്ങൾക്ക് പ്രവർത്തിപ്പാൻ ജീവിതത്തെ, ബുദ്ധിയെ, ചിന്താമണ്ഡലത്തെ ഒക്കെയും വിധേയപ്പെടുത്തി. ഞാൻ ഇന്ന് രാത്രിക്കാലം ഇങ്ങനെ ഒരു ദൂത് കൈമാറാൻ കേട്ടോ. 30 വർഷം നാം വിശുദ്ധിയോടെ ജീവിച്ചെങ്കിൽ 31ാമത്തെ വർഷം നാം അശുദ്ധിക്ക് വേണ്ടി ഏൽപ്പിച്ചെങ്കിൽ ആ 30 വർഷം നാം ഓടിയത് വൃഥായി പോകും.
ഇന്ന് രാത്രിക്കാലം തീരുമാനമെടുത്തോണം. പ്രസംഗിക്കുന്ന അനിപ്പാസ്റ്റും കേൾക്കുന്ന ദൈവവിധലെ നീ ആമേൻ നമ്മളെല്ലാം തീരുമാനമെടുത്തോണം. 30 വർഷം ഞാൻ ശുശ്രൂഷിച്ചതും 30 വർഷം ഞാൻ കർത്താവിന് വേണ്ടി ഓടിയതല്ല ഒറ്റ നിമിഷത്തിന്റെ അകത്ത് വെള്ളത്തിൽ വരച്ച വല പോലെയായി തരും. ഇന്ന് രാത്രിക്കാലം നല്ലൊരു തുടക്കമല്ല, നല്ലൊരു ഒടുക്കമാണ് നമ്മുടെ ജീവിതത്തിന്റെ അവസാനം. ആമേൻ വേണ്ടത്. ഇവിടെ നാം ശ്രദ്ധിച്ചേ, ഇവിടെ നാം നോക്കിക്കേ. ആമേൻ ഒരു മനുഷ്യന്റെ അകത്തുനിന്ന് ദുരാത്മാവ് വിട്ടുപോയാൽ എന്ത് ചെയ്യുമെന്നറിയാവോ? ആ ദുരാത്മാ മണ്ഡലങ്ങൾ എന്ത് ചെയ്യുമെന്നറിയാവോ? താൻ വിട്ടുപോകുന്ന ഭവനത്തിലേക്ക് മടങ്ങി വരും. ഇന്ന് രാത്രികാലം ശ്രദ്ധിക്കുക, നമ്മളെ ഒരു വീട്ടിന്റെ അകത്ത് വന്ന് ഒരാൾ പുറത്താക്കി. സ്തോത്രം പറഞ്ഞാട്ട് ഇന്ന് രാത്രികാലം സന്തോഷ് പാസ്റ്റർ വീട്ടിൽ നിന്ന് എന്നെ പുറത്താക്കി, അല്ലെ എന്റെ വീട്ടിൽ നിന്ന് സന്തോഷ് പാസ്റ്റർ പുറത്താക്കി. സന്തോഷ് പാസ്റ്റർ ജീവനുണ്ട് പിന്നെ ആ ഭവനത്തിലേക്ക് വരൂ? ഇല്ല. ഞാൻ ജീവനുണ്ട് ആ ഭവനത്തിലേക്ക് വരൂ? ഇല്ല. സ്തോത്രം പറഞ്ഞാട്ടെ. പക്ഷെ എന്താണെന്നറിയാവോ? ആമേൻ ദുരാത്മാ മണ്ഡലത്തിന്റെ പ്രത്യേകത താൻ വിട്ടുപോകുന്ന ഭവനത്തിലേക്ക് വീണ്ടും വരും. സ്തോത്രം പറഞ്ഞാട്ടെ. വീണ്ടും വരുമ്പോ വീണ്ടും ഒന്ന് വന്ന് നോക്കുമ്പോ ആമേൻ സ്തോത്രം വീട് അടിച്ചു വാരിയല്ല ഇട്ടിട്ടുണ്ട്. ആമേൻ അവിടെ ആൾപ്പാർപ്പില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് യേശുവിന് സ്ഥാനം കൊടുക്കണം, ദൈവത്തിന്റെ വചനത്തിന് സ്ഥാനം കൊടുക്കണം, പരിശുദ്ധാത്മാവിന് സ്ഥാനം കൊടുക്കണം. സ്തോത്രം പറഞ്ഞാട്ട് നീതിയോടെ ജീവിക്കുവാൻ, നമ്മുടെ നിത്യതയെ നഷ്ടപ്പെടുന്ന ഒരു മേഖലകൾക്കകത്തളത്തിലേക്കും പോകാതെ ദൈവത്താൽ സൂക്ഷിക്കപ്പെടുവാൻ ഇന്ന് രാത്രികാലം നാം വിധേയപ്പെട്ടു കൊടുക്കണം. സ്തോത്രം പറഞ്ഞാട്ട് ഇന്ന് രാത്രികാലം ഞാൻ ആത്മാവിൽ ഒരു സന്ദേശം കൈമാറാം. ആമേൻ താൻ വിട്ടുപോകുന്ന ഭവനത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ പുള്ളി പിന്നെ തന്നെയല്ല വരുന്നത്, തന്നിലും ദുഷ്ടതയേറിയ 7 ആത്മാക്കളെയും കൊണ്ടാ വരുന്നത്, 7 ഭൂതശക്തികളെയും കൊണ്ടാ വരുന്നത്. 7 1 8 സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ മത്തായിയുടെ സുവിശേഷത്തിന്റെ അകത്ത് നാം കാണുന്നുണ്ട്, മർക്കോസിന്റെ സുവിശേഷത്തെല്ലാം കാണുന്നുണ്ട്, 3000 ദുരാത്മാ ശക്തികൾ ഒരു മനുഷ്യന്റെ ശരീരമണ്ഡലത്തിന്റെ അകത്ത് കുടികൊണ്ടെന്ന്. അപ്പൊ നോക്കിയ തന്നിലും ദുഷ്ടതയേറി 7 പേരെയും കൂടെ കൊണ്ടുവന്ന് അവന്റെ വീട്ടിന്റെ അകത്തേക്ക് കയറി പാർപ്പിക്കുമ്പോൾ ബൈബിൾ പറയുന്നു അവന്റെ സ്ഥിതി പിന്നത്തതിലും വഷളായി മാറും. അവൻ ഇന്ന് രാത്രിക്കാലം ഞാൻ പറയട്ടെ, ഒരു ഭൂതമുള്ളപ്പോൾ ഒരു പാസ്റ്റർ വന്ന് പ്രാർത്ഥിച്ചു, വിടുതൽ വെളിപ്പെട്ടു. പിന്നെയും ഭൂതത്തിന് വേണ്ടി ശരീരമണ്ഡലങ്ങളെ, ജീവിതത്തെ, ഭവനത്തെ വിട്ടുകൊടുത്താൽ ആമേൻ സ്തോത്രം അടുത്തത് എത്ര വലിയ ശബ്ദനാകുന്ന പാസ്റ്റർ വന്നാലും അവൻ ഒന്നിനോടല്ല ഫൈറ്റ് ചെയ്യേണ്ടത്. ഇന്ന് രാത്രിക്കാലം എനിക്ക് വ്യക്തമായ പരിശുദ്ധമോ നൽകി തരുന്ന നിയോഗമുണ്ട്. സാത്താന് വേണ്ടി നമ്മുടെ ഹൃദയത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കരുത്. സാത്താൻ അവകാശം പറയുവാൻ നമ്മുടെ ജീവിതത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കരുത്. സാത്താൻ അവകാശം പറയുവാൻ നമ്മുടെ കുടുംബത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കരുത്. ഇന്ന് രാത്രിക്കാലം ചില വാതിലുകളെ നാം സ്വയമേ അടച്ചു കളയണം. നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണം, നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടണം, നാം സ്വസ്ഥതയോടുകൂടെ വസിക്കണം. ഇന്ന് രാത്രിക്കാലം ചില ദുരാത്മാ മണ്ഡലങ്ങളെ സ്വാധീന വലയങ്ങൾ, ചില പൈശാചിക മണ്ഡലങ്ങളെ സ്വാധീന വലയങ്ങളെ ഉടച്ചു കളയുന്ന ദൈവശക്തിയുടെ ആഴങ്ങൾ ഇന്ന് രാത്രിക്കാലം വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില കുടുംബത്തിന്റെ അകത്ത് സ്വസ്ഥത കൊടുക്കാത്ത, ചില കുടുംബത്തിന്റെ അകത്ത് സമാധാനം കൊടുക്കാത്ത, വാക്കിനോട് ചേരുവാൻ കഴിയാതെ വണ്ണം ഐക്യതയെ കെടുത്തിക്കളയുന്ന, പ്രാർത്ഥന അന്തരീക്ഷത്തെ കെടുത്തിക്കളയുന്ന, നിന്റെ വഴികൾക്ക് വിരോധമായി കടന്നു വരുന്ന, നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിന് വിരോധമായി കടന്നു വരുന്ന, നിന്റെ ആരാധനകൾക്ക് വിരോധമായി കടന്നു വരുന്ന, തലമുറയുടെ വഴികൾക്ക് അവരെ വാതിലിന് വിരോധമായി കടന്നു വരുന്ന, നിങ്ങളുടെ ജീവിതത്തിന് വിരോധമായി കടന്നു വരുന്ന ചില പൈശാചികമാകുന്ന ആധിപത്യങ്ങളെ ഇന്ന് രാത്രികാലം ഉടച്ചു കളയുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഈ പ്ലാറ്റ്ഫോമിന്റെ അകത്ത് വെളിപ്പെടട്ടെ. നിങ്ങളുടെ ശുശ്രൂഷയുടെ വഴികളെ തടഞ്ഞ, നിങ്ങളുടെ ശുശ്രൂഷയുടെ ചാലുകളെ തടഞ്ഞ, നിങ്ങളുടെ വേദികളെ തടഞ്ഞ, ഇന്നലകൾ നിങ്ങൾ ഉയരേണ്ട പല മേഖലകൾക്ക് നടുവിലേക്ക് ഉയർത്താതെ എവിടെയൊക്കെയോ പിശാച് മനുഷ്യനെ വിരോധമായി എഴുന്നേൽപ്പിച്ച ചില മേഖലകളെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികൾ ഉടച്ചു കളയട്ടെ. കരമടിച്ചുകൊണ്ട് അഭിഷേകത്തോടെ അതേ ദൈവത്തിലെ നീ അനുഭവിക്കേണ്ട നന്മകളുണ്ട്, നീ അനുഭവിക്കേണ്ട വിടുതലുകളുണ്ട്, നിന്റെ കുടുംബം അനുഭവിക്കേണ്ട, നിന്റെ തലമുറ അനുഭവിക്കേണ്ട, നീ കേട്ട വാക്തത്വങ്ങൾ നിവർത്തിയുണ്ട്. ചില വർഷങ്ങളായി നീ കേൾക്കുന്ന ചില വിഷയങ്ങളുണ്ട്. ഇന്ന് രാത്രിക്കാലം ഇന്നലകൾ തടുത്തു വെച്ചതിനെ ഉടച്ചു കളയുന്ന ഒരു ദൈവശക്തി നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്തേക്ക് വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവ് ഞാൻ ദൂത് കൈമാറുന്നു, ചില ലാൻഡിന്റെ അകത്തേക്ക് ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. വസ്തുസംബന്ധമായി നാളുകളായുള്ള ചില വിഷയങ്ങൾ, നിയമക്കുരുക്കുകൾ ഇന്ന് രാത്രിക്കാൽ എവിടെയൊക്കെയോ അത് നീ അനുഭവിക്കല്ലെന്ന് പറഞ്ഞു, നിന്റെ കുടുംബം അനുഭവിക്കല്ലെന്ന് പറഞ്ഞു, അങ്ങനെ നിങ്ങളുടെ ഭവനം അനുഭവിക്കല്ലെന്ന് പറഞ്ഞു, തലമുറകൾ അനുഭവിക്കല്ലെന്ന് പറഞ്ഞു, എവിടെയൊക്കെയോ ബ്രേക്ക് ചെയ്ത ചില നിയമക്കുരുക്കുകളെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിക്കാലം തിരുത്തുന്ന
ചന്ദനാഥ ഘടക ദുരാരകസ്യാരക ചന്ദന പിതാക്കന്മാരുടെ അവകാശങ്ങൾ അടുത്തൊരു തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യാതെ അതിനോട് പാരമ്പര്യത്തിന്റെ ശക്തികൾ നിന്റെ ഉയർച്ചകൾക്ക് വിരോധമായി, നന്മകൾക്ക് വിരോധമായി, ആമേൻ സ്വതന്ത്രം 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 നിന്റെ വിടുതലിന് വിരോധമായി ആമേൻ വെച്ചിരിക്കുന്ന ചില ഇരുട്ടിന്റെ അധികാരങ്ങളെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ശാസിക്കുന്ന രാത്രിയായി മാറട്ടെ. ഇന്ന് രാത്രികാലം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചിലരുടെ ജീവിതത്തിലേക്ക് ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാകാൻ പോകുകയാണ്. ചിലരുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം വെളിപ്പെടാൻ പോകുകയാണ്. 2024 നിന്റെ ലൈഫിനെ ദൈവാത്മാവ് തിരുത്തി കുറിക്കുന്ന, 2024 നിങ്ങളുടെ ലൈഫിനെ മാറ്റിമറിക്കുന്ന ഒരു അഭിഷേകത്തിന്റെ ശക്തി. നീ ഗതി പിടിക്കത്തില്ലെന്ന് പറഞ്ഞിടത്ത്, നിന്റെ കുടുംബം ഗതി പിടിക്കത്തില്ലെന്ന് പറഞ്ഞിടത്ത്, നിന്റെ തലമുറ ഗതി പിടിക്കത്തില്ലെന്ന് പറഞ്ഞിടത്ത് നിന്നെയും നിന്റെ തലമുറകളെയും മാനിക്കുന്ന ദൈവത്തിന്റെ അസാധാരണമാകുന്ന കരം നിങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രിക്കാലം വെളിപ്പെട്ട് വരാൻ പോവാന്ന് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു. ശോമച്ചാന്റെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ആ ചിന്തകൾ ഇന്ന് രാത്രിക്കാലം ഫ്രീ ആകട്ടെ. ആകുലതകൾ തന്റെ ദാസനെ വിട്ട് മാറട്ടെ. ഇന്ന് രാത്രിക്കാലം ഉയരുവാൻ കഴിയാതെ കൊണ്ട് തന്റെ ലൈഫിനെ സ്വസ്ഥതയെ കെടുത്തിക്കളയുന്ന എല്ലാ അറ്റ്മോസ്ഫിയറിലും ആത്മാവിൽ ഞാൻ ശാസിക്കുന്നു. അടയപ്പെട്ട സകല വാതിലുകളും ദൈവദാസന് വേണ്ടി തുറന്നു വരട്ടെ. ദൈവദാസനെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിക്കാലം ചില ബ്രേക്ക് ത്രൂ നിങ്ങളുടെ ലൈഫിലേക്ക് വെളിപ്പെടുത്തിയാകട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുക. നിങ്ങളുടെ ജീവിതത്തിൽ വേഗത്തിൽ ഒരു ദൈവപ്രവൃത്തിയെ പരിശുദ്ധാത്മാവ് അയക്കാൻ പോകുക. ഇന്ന് വരെ വെളിപ്പെടാത്ത ഒരു ആത്മാവിന്റെ ഇടപെടലുകൾ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാകാൻ പോകുക. ഇന്ന് രാത്രിക്കാലം ചില വാതിലുകൾ പരിശുദ്ധാത്മാവ് തുറക്കാൻ പോകുക. എണ്ണപ്പെട്ട ദിവസത്തിന്റെ അകത്ത് നിങ്ങൾ അതിൽ കൂടി പ്രവേശിക്കാൻ പോകുക. ഇന്ന് രാത്രിക്കാലം വിശ്വസിച്ചോ. ഈ ആമേൻ ദൈവത്തിന്റെ ആത്മാവ് ശക്തമേറിയ ദൂത കൈമാറുന്നത് ആ നിരാശയുടെ മേഖലകൾ അഴിയട്ടെ. വർഷങ്ങളായി നിങ്ങൾ അനുഭവിക്കുന്ന ചില വേദനകൾ, വർഷങ്ങളായി നിങ്ങളെ പിന്തുടരുന്ന ചില വാക്കുകൾ, വർഷങ്ങളായി നിങ്ങളുടെ മനസ്സിനെ മടിപ്പിച്ചു കളഞ്ഞ വേദന നിറഞ്ഞ ചില അന്തരീക്ഷങ്ങൾ, വർഷങ്ങളായി നിന്റെ ജീവിതത്തിന്റെ അകത്ത് വാക്തത്വങ്ങളെ തടഞ്ഞു കയറിയ ചില അനുഭവ തലങ്ങൾ ഇന്ന് രാത്രിക്കാലം ഉടച്ചു കളയുന്ന ദൈവശക്തിയുടെ ആഴങ്ങൾ ഈ രാത്രിക്കാലം വെളിപ്പെടുവാൻ ഇന്ന് രാത്രിക്കാലം പ്രാർത്ഥിച്ച് ചില ലാൻഡിന്റെ അകത്തേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ. ചില ലാൻഡിന്റെ അകത്തേക്ക് ദൈവത്തിന്റെ കരം വ്യാപരിക്കട്ടെ. ചില വസ്തുവിന്റെ അകത്തേക്ക് ദൈവത്തിന്റെ മഹത്വം വ്യാപരിക്കട്ടെ. നീ പാർക്കുന്ന കുടുംബത്തിന്റെ അകത്തേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ. എനിക്കറിയാം, ഞാൻ ആ വചനത്തിൽ മാറുകയല്ല, പരിശുദ്ധാത്മാവ് തരുന്ന നിയോഗമാ. ചില ലാൻഡിന്റെ അകത്തേക്ക് കെട്ടിവെച്ചിരിക്കുന്ന ചില അന്ധകാര മണ്ഡലങ്ങളിലെ ഉറവിടങ്ങളെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിക്കാലം ഉടച്ചു കളയുക. നിന്റെ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും വാക്തത്വങ്ങൾക്കും വിരോധമായി ചില ലാൻഡിന്റെ അകത്ത് കയറുമ്പോൾ കയറി വരുന്ന രോഗങ്ങൾ, ആമേൻ തകർച്ചകൾ, പ്രശ്നങ്ങൾ, നിങ്ങളെ പ്രാർത്ഥന അന്തരീക്ഷത്തെ കെടുത്തി കളയുന്ന ഇരുട്ടിന്റെ അധികാരങ്ങൾ ഇന്ന് രാത്രിക്കാലം ബ്രേക്ക് ചെയ്യുക. ഇന്ന് രാത്രിക്കാലം വിശ്വസിച്ച് ചില ലാൻഡിന്റെ കെട്ടുകളെ പരിശുദ്ധാത്മാവ് പൊട്ടിക്കട്ടെ. കാരണം ഭൂമിയും അതിന്റെ പൂർണ്ണതയോ ഭൂതലവും അതിന്റെ നിവാസികളും ദൈവത്തിൻ്റെതാണ്. ദൈവത്തിൻ്റെതാണ്. നിനക്ക് പാർക്കുന്ന ഭവനം ദൈവത്തിൻ്റെതാണ്. നീ ചവിട്ടി നിൽക്കുന്ന പ്രപഞ്ചം, ഭൂമി ദൈവത്തിൻ്റെതാണ്. ഇന്ന് രാത്രിക്കാലം ദൈവം തന്നിരിക്കുന്ന അവകാശത്തെ വിരൽ ചൂണ്ടുന്ന ചില ഇസബേലിയ ശക്തികളെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിക്കാലം ബ്രേക്ക് ചെയ്യുന്ന താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്ന് രാത്രിക്കാലം പരിശുദ്ധാത്മാവിനോട് അങ്ങനെ ദൂത് കൈമാറുന്നു. ചില മണ്ണിന്റെ അകത്തേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ. ഗോശോൻ ദേശം ഒരു കാലഘട്ടത്തിൽ നിനക്കും നിന്റെ തലമുറകൾക്കും അനുഗ്രഹിക്കപ്പെട്ടത്. എന്നാൽ ആ മണ്ണിന്റെ അകത്ത് ആമേൻ സ്വരം വാറ്റത്തമുള്ള തലമുറകളെ ഒതുക്കിക്കളയുന്ന പൈശാചികമാകുന്ന ആധിപത്യങ്ങൾ പിടിമുറുക്കിയാൽ ഇന്ന് രാത്രിക്കാലം നിന്റെ കുടുംബത്തിന്റെ അകത്ത് ചില മണ്ണിന്റെ അകത്ത് അസാധാരണമാകുന്ന ഡെലിവറൻസിന്റെ രാത്രി എന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിക്കാലം ദൂത് കൈമാറുന്നു. കരമടിച്ചുകൊണ്ട് ആ ദൂതനെ ഇന്ന് രാത്രിക്കാലം സ്വീകരിച്ച് ചില മണ്ണിന്റെ അകത്ത് ആധിപത്യം പുലർത്തി നിന്റെ നന്മകളെ തടഞ്ഞ്, അടുത്തൊരു ജനറേഷനെ തടഞ്ഞ്, നിന്റെ വാക്തത്വങ്ങളെ തടഞ്ഞ്, നിന്റെ മിനിസ്ട്രിയെ തടഞ്ഞ് ഇന്ന് രാത്രിക്കാലം അസാധാരണമായി പരിശുദ്ധാത്മാവുടെ നിരാശയുടെ കെട്ടഴിഞ്ഞു മാറട്ടെ. നിരാശയുടെ ദാമ്പത്യ ലൈഫിന്റെ അകത്ത് കയറി വന്ന നിരാശ, ഇന്ന് രാത്രിക്കാലം ശാരീരിക മണ്ഡലത്തിന്റെ അകത്ത് കയറി വന്ന നിരാശ, സാമ്പത്തിക മണ്ഡലത്തിന്റെ അകത്ത് കയറി വന്ന നിരാശ, നിന്നെ വല്ലാതെ കെടുത്തിക്കളഞ്ഞ ചില നിരാശയുടെ മേഖലകളെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രിക്കാലം ചില മേഖലകളെ ജയിച്ചടക്കുവാനുള്ള അഭിഷേകം ഈ രാത്രിക്കാലം നിങ്ങളുടെ മേൽ പകരുന്ന രാത്രിയ. ചില ദേശങ്ങളെ ആമേൻ പിടിച്ചടക്കത്തക്ക നിലവാരത്തിൽ അഭിഷേകത്തിന്റെ ശക്തി ഇന്ന് രാത്രിക്കാലം വ്യാപരിക്കുന്നു. ചില ലാൻഡുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ചില വിഷയങ്ങൾ, നിങ്ങളുടെ ശാരീരിക മേഖലകള്, നിങ്ങളുടെ സാമ്പത്തിക മേഖലകള്, അടുത്തൊരു ജനറേഷന്റെ മേഖലകള് ഇന്ന് രാത്രിക്കാലം വിശ്വസിക്കുന്നവർ കർത്താവിന് നിന്ന് മഹത്വം കൊടുത്ത് ഇന്ന് രാത്രിക്കാലം ഈ ദൂത് കൈമാറുമ്പോൾ നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കണം. ആമേൻ, പൂർണ്ണമായി വിശ്വസിക്കണം. ദൈവാത്മാവിനോട് പ്രവചിക്കാൻ പറയുന്നു. അടുത്തൊരു ജനറേഷനെ തടഞ്ഞ വിഷയങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ നിന്റെ ആമേൻ കുടുംബത്തിന്റെ അകത്ത്, നിന്റെ ഉദരത്തിന്റെ അകത്തുനിന്ന് അടുത്തൊരു തലമുറ
തലമുറ പുറത്തു വരാതെ, നിന്റെ തലമുറയുടെ ഉദരത്തിന്റെ അകത്തുനിന്ന് അടുത്തൊരു തലമുറ പുറത്തു വരാതെ വണ്ണം ബ്രേക്ക് ചെയ്ത ചില ലാൻഡ് സംബന്ധമായി കയറി വന്നിരിക്കുന്ന ചില അന്ധകാരത്തിന്റെ ഉറവിടങ്ങളെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിക്കാലം ശാസിക്കാൻ പോവുകയാണ്. ഒരിക്കലും നീ അത് അനുഭവിക്കത്തില്ല എന്നും നിന്നെ കൊണ്ട് അനുഭവിക്കത്തില്ല എന്നും വാദിച്ച് നിലനിൽക്കുന്ന ചില ഇരുട്ടിന്റെ അധികാരത്തിന്മേല് ഭയങ്കരമാകുന്ന ഒരു ജയം ഇന്ന് രാത്രിക്കാലം ദൈവം തരുന്നുണ്ട്. വിശ്വസിക്കുന്നവർ കരമടിച്ച് അഭിഷേകത്തോടെ ആ ദൂതനെ സ്വീകരിച്ചു. ചില ശാപത്തിന്റെ കെട്ടുകളെ തമ്പുരാൻ ഇന്ന് രാത്രിക്കാലം അഴിക്കുക. ചില തലമുറകളെ നോക്കി പറഞ്ഞു വെച്ച ചില ശാപത്തിന്റെ വാക്കുകൾ, ആമേൻ, ചില തലമുറകൾ അവരുടെ വിദ്യാഭ്യാസ മേഖലകളെ ബ്രേക്ക് ചെയ്ത, അവരുടെ ജോലിയെ ബ്രേക്ക് ചെയ്ത, അവരുടെ ആരോഗ്യത്തെ ബ്രേക്ക് ചെയ്ത, അവരുടെ നല്ല ഭാവിയെ ബ്രേക്ക് ചെയ്ത ചില കെട്ടുകളെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിക്കാലം പൊളിച്ചു കളയുന്നു. ചില കുടുംബത്തിന്റെ അകത്തേക്ക് ദൈവത്തിന്റെ സ്വസ്ഥത വെളിപ്പെടുന്നു. സ്വസ്ഥത വെളിപ്പെടുന്നു. ഇന്ന് രാത്രിക്കാല സ്വസ്ഥത വെളിപ്പെടും. നിനക്ക് വേണ്ടി ആമേശ്വരം, നിനക്ക് വേണ്ടി വെളിപ്പെട്ട് വരുന്ന ശീഘ്ര ദൂതന്മാർ ഇന്ന് രാത്രിക്കാലം ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാ കുടുംബത്തിന്റെ അകത്തേക്ക് ശീഘ്ര ദൂതന്മാർ ഇന്ന് രാത്രിക്കാലം ഇറങ്ങി വരട്ടെ. നിന്നെ സഹായിക്കേണ്ടതിന് യേശുവിന്റെ നാമത്തിൽ ചില രോഗബന്ധനങ്ങളെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിക്കാലം അഴിച്ചു കളയാകട്ടോ. ഇന്ന് രാത്രിക്കാലം നിന്റെ ആമേശ്വരം ആരോഗ്യത്തെ കെടുത്തി കളയുവാൻ, നിന്റെ ശരീരമണ്ഡലത്തിന്റെ അകത്ത് കത്തിയെ കൊണ്ട് വെക്കുവാൻ ഇന്ന് രാത്രിക്കാലം പരിശുദ്ധാത്മാവിനോട് അങ്ങനെ പറയും. നിങ്ങളുടെ ശരീരത്തിന്റെ അകത്ത് കത്തി കൊണ്ട് വെക്കുവാൻ പിശാചൊരുക്കുന്ന ചില കെണികളെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിക്കാലം ബ്രേക്ക് ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ കർത്താവിന് മഹത്വം കൊടുത്ത് ദൈവാത്മാവ് ഇന്ന് രാത്രിക്കാലം പറയുന്നു, ഓപ്പറേഷൻ സംബന്ധമായി നിലനിൽക്കുന്ന ചില കേസുകളുണ്ട്. അതെ, നിന്റെ ശരീരത്തിന്റെ അകത്ത് കത്തിവെച്ച് നിന്നെ രോഗിയാക്കി നിന്റെ ആരോഗ്യത്തെ കെടുത്തിക്കളയുവാൻ പിശാച് വാരിച്ച് നിലനിൽക്കുന്ന ചില അനുഭവ തലങ്ങളെ ഇന്ന് രാത്രിക്കാലം ജോയ്സ് ജോർജ് ആന്റി ആ ദൂതനെ ഇന്ന് രാത്രിക്കാലം സ്വീകരിച്ചു. പരിശുദ്ധാത്മാവ് നിങ്ങളെ തൊടുകയാകട്ടോ. ആ തലയ്ക്കകത്തുണ്ടാകുന്ന വേദനയുണ്ട്, അതെ, പല സമയത്ത് നിങ്ങളുടെ തലയ്ക്കകത്ത് കയറി വരുന്ന വേദന, നിങ്ങളുടെ ഉദരത്തിന്റെ അകത്ത് നടുവിന്റെ അകത്തൊക്കെയും കയറി വരുന്ന വേദന, നിങ്ങളുടെ ശ്വാസം നിന്നു പോകുന്ന ചില അനുഭവ തലങ്ങളെ ഇന്ന് രാത്രിക്കാലം നിങ്ങളുടെ ഉറക്കത്തെ കെടുത്തിക്കളയുന്ന ചില മേഖലകളെ ഇന്ന് രാത്രിക്കാലം നിങ്ങൾ ഒരു നന്മയിലേക്ക് പ്രവേശിപ്പിക്കത്തില്ല എന്ന്, നിങ്ങളുടെ തലമുറകൾ ഒരു നന്മയിലേക്ക് കയറി വരത്തില്ല എന്ന് പിശാച് വാദിച്ച് ചവിട്ടി നിന്ന മണ്ണിന്റെ അകത്തേക്ക് ദൈവത്തിന്റെ കരം ഇന്ന് രാത്രിക്കാലം നിങ്ങളുടെ ലൈഫിലേക്ക് വെളിപ്പെടുന്നു. വിശ്വസിച്ച ദൈവദാസിയെ, ചില ഓപ്പറേഷനുകൾ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിക്കാലം ക്യാൻസൽ ചെയ്യട്ടെ. നിയോഗത്തോടുകൂടെ ആത്മാവ് തരുന്ന നിയോഗമാ പറയുന്നത്. എവിടെ നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടത്തില്ലെന്ന് പറഞ്ഞു. ഇന്ന് രാത്രിക്കാലം പൗലോസ് പറഞ്ഞൊരു വാക്ക് ഇതാണ്, അവൻ എനിക്കും നിനക്കും പ്രയോജനമുള്ളവർ. ഇന്ന് രാത്രിക്കാലം നിന്റെ തലമുറ നിങ്ങൾക്ക് മാത്രമല്ല, അത് ദൈവരാജ്യത്തിനും വേണ്ടി പ്രയോജനകരമായി 2024 ജീവിതത്തെ മാറ്റിമറിക്കുന്ന ചലനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്തുണ്ടാകുമെന്ന്. അധ്വാനിച്ചു കൊണ്ടുവന്ന നന്മകൾ എവിടെയോ എറിഞ്ഞു കളഞ്ഞതുപോലെ, നിങ്ങളെ ഒന്നുമില്ലാതാക്കി മാറ്റിയതുപോലെ, ശൂന്യമാക്കി മാറ്റിയതുപോലെ ഇന്ന് രാത്രിക്കാലം ഞാൻ ആത്മാവിൽ ദൂത് കൈമാറാം. പ്രവാചകൻ പറഞ്ഞു, ഞങ്ങളൊരു വിശാലതകൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചത്, പക്ഷെ യോർദാന്റെ ആഴത്തിൽ എവിടെയോ നഷ്ടപ്പെട്ടു. നഷ്ടത്തിന്റെ മധ്യയിൽ നിൽക്കുന്ന അവിശ്വസ്തദാസി ആത്മാവിൽ ഞാൻ ഇന്ന് രാത്രിക്കാലം ദൂത് കൈമാറാം. നിന്റെ നന്മകൾ ഇന്ന് രാത്രിക്കാലം യോർദാൻ കൊണ്ടുപോയെങ്കിൽ, ഇന്ന് രാത്രിക്കാലം ഏലീശ ഇങ്ങനെ പറഞ്ഞു, എവിടെയാണ് വീണത്? അങ്ങോട്ട് കോല് വെട്ടി എറിഞ്ഞപ്പോൾ നഷ്ടപ്പെട്ടത് പൊങ്ങി വന്നെങ്കിൽ, നിന്റെ ആരോഗ്യമാണെങ്കിൽ ആ വിധത്തിൽ, ആയുസ്സിനോട് പോരാടിയതാണെങ്കിൽ ആ വിധത്തിൽ, മരണത്തിന്റെ കെണിയാണെങ്കിൽ ആ വിധത്തിൽ, എന്ത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെട്ടോ അതിനെ ഇന്ന് രാത്രിക്കാലം മടക്കി തരുന്ന ഒരു ദൈവ സാന്നിധ്യം. വിശ്വസിക്കുന്നവൻ കർത്താവിനൊന്ന് മഹത്വം കൊടുത്ത് ഇന്ന് രാത്രിക്കാലം ഒത്തിരി അർദ്ധരാത്രികൾ നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത്, ഒത്തിരി അർദ്ധരാത്രികൾ നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് ഇന്ന് രാത്രിക്കാലം ഞാൻ ആത്മാവിൽ ഒരു നിയോഗം കൈമാറാൻ കേട്ടോ. തലമുറയില്ലാതെ ഭാരപ്പെടുന്നവർ ഇന്ന് രാത്രിക്കാലം വിശ്വസിച്ചോണം. നീ കേട്ട ദൈവശബ്ദത്തെ നീ വിശ്വസിച്ചോണം. നീ കേട്ട ദൈവത്തിന്റെ വാക്തത്വങ്ങളെ വിശ്വസിച്ചോണം. കാരണം ഞങ്ങൾക്കും തലമുറയില്ലായിരുന്നു, തലമുറ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞതാ. പക്ഷെ ഞങ്ങൾക്ക് 2 തലമുറകളെ പരിശുദ്ധാത്മാവ് തന്നു. ഇന്നലെ കുഞ്ഞിന്റെ അനുഗ്രഹിക്കപ്പെട്ട 1ാമത്തെ പിറന്നാളായിരുന്നു. ഇന്ന് രാത്രിക്കാലം ഞാൻ പറയട്ടെ, ഞങ്ങൾ പ്രാർത്ഥിച്ചു ഒത്തിരി പേർക്ക് ദൈവം തലമുറകളെ കൊടുത്തിട്ടുണ്ട്. സ്വത്രം പറഞ്ഞാട്ടെ. ആമേശ്വരം ഭർണിക്കാവുള്ള ഒരു ഫാമിലി, അവൻ ചർച്ചകോടിൽ അവളെ ആരാധനയ്ക്ക് കൂടെ, ഇന്ന് ആന്റി ഉണ്ടോന്ന് അറിയത്തില്ല. ആമേശ്വരം ആ മോളുടെ അകത്ത് പ്രശ്നമായിട്ട് തലമുറ ഉണ്ടാകാതെ വണ്ണം ആയിരിക്കുന്ന വിഷയമുണ്ടായിരുന്നു. എന്നാൽ അന്ന് പറഞ്ഞു, പ്രാർത്ഥിച്ചു, ദൂത് കൈമാറി ദൈവം തൊട്ടു. സ്വത്രം പറഞ്ഞാട്ടെ. ആ കുഞ്ഞിനെ നാട്ടിൽ കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ കുടുംബമായി അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു.
സ്വത്രം പറഞ്ഞാട്ട് ഇന്ന് രാത്രികാലം ആത്മാവ് തരുന്ന ഒരു നിയോഗമാണ്. നിങ്ങൾ ആത്മാവിൽ വിശ്വസിച്ചോ, തലമുറകളെ ജനിക്കാതെ വണ്ണം തടുത്തു വെച്ച ചില ഉദരത്തിന്റെ അകത്തേക്ക് ദൈവത്തിന്റെ ശക്തി ഇന്ന് രാത്രികാലം വെളിപ്പെടട്ടെ. സ്വത്രം പറഞ്ഞാട്ട് അബ്രഹാം അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. ഇന്ന് രാത്രികാലം ഇതൊരു ഡെലിവറൻസിന്റെ സമയമാണ്. ഇന്ന് രാത്രികാലം നിന്റെ ഉദരത്തിന്റെ അകത്തുനിന്ന് ചില അഭിശപ്ത തലമുറകളെ പുറത്തെടുക്കത്തക്ക നിലവാരത്തിൽ നിന്റെ കുടുംബത്തിന്റെ അകത്ത് ദൈവത്തിൻ്റെതായ ഇടപെടലുകൾ ഉണ്ടാകാൻ പോവാന്ന് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്ന വിശ്വസിക്കുന്നവർ ആ ദൂതിനെ ഇന്ന് രാത്രികാലം ഒന്ന് സ്വീകരിച്ചു. ഞാൻ പറയാം, ചില മണ്ണ് ആമേസ്വരം നമ്മുടെ വാറ്റത്തങ്ങളെ തടുത്തു വെക്കും. ഗോശം ദേശം അനുഭവിക്കുവാൻ ഇസ്രായേലിനെ പടുത്തുയർത്തിയ ദേശമാണ്. എന്നാൽ ഇന്ന് രാത്രികാലം ആമേൻ ആ ഗോശം ദേശത്തിൻ്റെതായ മേഖലകളെ മേഖലകളെ എന്ത് ചെയ്യുന്നറിയാം? പിന്നത്തേതിൽ ഇസ്രായേലിന്റെ ജീവിതത്തിന്റെ അകത്ത് നന്മ അനുഭവിക്കുവാൻ കഴിയാതെ വണ്ണം അതിനെ തടുത്തു വെച്ചു. ഇന്ന് രാത്രികാലം ആത്മാവിൽ ഞാൻ ദൂത് കൈമാറാ, അങ്ങനെ തടുത്തു വെക്കുന്ന ചില അനുഭവതലങ്ങളുണ്ട്. ശുശ്രൂഷകൾക്കെതിരെ, ജീവിതത്തിനെതിരെ വെല്ലുവിളി ഉയർത്തുന്ന അജോമോൻ ദൈവദാസനെ ഞാൻ ആത്മാവിൽ ഒരു ദൂത് കൈമാറാ. ചില ആക്സിഡന്റിന്റെ സ്പിരിറ്റുകൾ ദൈവാത്മാവ് എന്നെ ഇങ്ങനെ കാണിക്കുന്നു. ഞാൻ ആ പദം പറയുന്നതിൽ ക്ഷമിക്കണേ കർത്താവിന്റെ ദാസനെ. പരിശുദ്ധാത്മാവ് എന്നെ അങ്ങനെ ദൂത് കൈമാറുന്നത് കൊണ്ടാണ് ചില ദുർമരണത്തിന്റെ മേഖലകൾ എന്തോ ദൈവദാസനെ നിങ്ങളെ ഫോളോ ചെയ്യുന്നത് പോലെ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വാതിലിലേക്ക് കടന്നു പോകുന്നതിന് നിങ്ങളെ വന്ന് ഓവർകം ചെയ്യുന്ന, നിങ്ങളെ നിരാശപ്പെടുത്തുന്നത് പോലെ ഇന്ന് രാത്രിക്കാലം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അങ്ങനെയുള്ള ചില സ്വാധീന വലയങ്ങൾ നിങ്ങളുടെ ജീവിതം വിട്ട്, കുടുംബം വിട്ട്, തലമുറകളെ വിട്ട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിക്കാലം ശാസിക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവദാസനെ പരിശുദ്ധാത്മാവ് എന്നോട് അങ്ങനെ പറയുന്നു കേട്ടോ. എന്ന് പറഞ്ഞാൽ ആയുസ് എത്താതെ വണ്ണം മരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ള മേഖലകളാണല്ലോ ദുർമരണങ്ങൾ. അങ്ങനെയുള്ള ചില ആക്സിഡന്റിന്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില മേഖലയുമായി കണക്ട് ചെയ്ത് കയറി വന്ന ചില മേഖലകൾ നിങ്ങളുടെ ലൈഫിനെ വല്ലാതെ നിരാശപ്പെടുത്തി, ഒരു ടൈമിൽ നിങ്ങളുടെ അകത്തലത്തിൽ ഭയങ്ങളെ കൊണ്ടുവന്ന് നിങ്ങളെ നിരാശപ്പെടുത്തിയ ചില വിഷയങ്ങളെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം മാറ്റാൻ പോവുകയാണ്. നിങ്ങൾ കുറിച്ചു വെച്ച 2024 പുതിയ ചില തുടക്കങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് പരിശുദ്ധാത്മാവ് നൽകി തരുമെന്ന് ആത്മാവ് ദൂത് കൈമാറുന്നു. ഒക്ടോബർ മാസത്തിന്റെ അകത്ത് നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് വലിയൊരു ഷിഫ്റ്റിംഗ് ഉണ്ടാകുമെന്ന് ആത്മാവ് ഇന്ന് രാത്രികാലം ദൂത് കൈമാറുന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങൾ ശക്തമായി ദൈവത്തിന് മഹത്വം കൊടുത്തു. നിങ്ങളുടെ ജീവിതത്തെ മാറ്റുന്ന ഒരു ദൈവ സാന്നിധ്യം നിങ്ങളെ ഫോളോ ചെയ്യുന്ന, നിങ്ങളുടെ കുടുംബത്തെ ഫോളോ ചെയ്യുന്ന, നിങ്ങളുടെ നന്മകളെ ഫോളോ ചെയ്യുന്ന, ഒരുപക്ഷെ നിങ്ങൾ ആയിരിക്കുന്ന രാജ്യത്ത് പോലും നിങ്ങളെ ഫോളോ ചെയ്ത് നിങ്ങളുടെ നന്മകളെ, ജീവിതത്തെ മൊത്തം പെട്ടെന്ന് നിരാശയിലേക്ക് കൊണ്ടുപോകുന്ന ചില സ്വാധീന വലയത്തെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിക്കാലം ശാസിക്കുകയാണ്. ചില രോഗബന്ധനങ്ങൾ, രോഗശക്തികൾ, രോഗബന്ധനങ്ങൾ ഇന്ന് രാത്രിക്കാലം വിശ്വസിച്ച കർത്താവിന്റെ ദാസൻ 2 കാര്യങ്ങൾ. ഒന്ന്, നിങ്ങളുടെ ലൈഫിനെ മടിപ്പിക്കുന്ന ചില അന്തരീക്ഷ വലയങ്ങൾ. ഇന്ന് രാത്രിക്കാലം ഞാൻ ഇത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ നടുവിന്റെ അകത്തേക്ക് ഭയങ്കര ഒരു ഹീലിംഗ് ഉണ്ടാകട്ടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. യേശുവിന്റെ അധികാരങ്ങൾ എന്തോ ഇങ്ങനെ ബൾജ് ചെയ്ത പോലെ അങ്ങനെയുള്ള ചില മേഖലകൾക്ക് നടുവിലേക്ക് ദൈവത്തിന്റെ വിടുതലുകൾ ഇന്ന് രാത്രികാലം വെളിപ്പെടുകയാണ്. വിശ്വാസത്തോടെ ആ ദൂതനെ ഒന്ന് ഏറ്റെടുത്ത് സ്തോത്രം. കർത്താവിന്റെ ദാസൻ ഈജിൻ ജെയിംസ്, കർത്താവിന്റെ ദാസനെ ആമേൻ. ഇന്ന് രാത്രികാലം ദൈവാത്മാവ് എന്നോട് പറയുന്നു, ഏലിയാവ് എന്ന് പറയുന്ന മനുഷ്യൻ പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു കേട്ടോ. അസാധാരണമാകുന്ന പ്രാർത്ഥനാ മനുഷ്യന്. അവന്റെ ശുശ്രൂഷയുടെ ജീവിതത്തിന്റെ മേഖലകളിലൊക്കെയും അവൻ ഒരു ശുശ്രൂഷകനാകണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയല്ല. പക്ഷെ പ്രാർത്ഥനയുടെ അകത്തളത്തിലേക്ക് അവൻ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അവൻ ഒരു പ്രാർത്ഥനാ മനുഷ്യനായി രാജ്യങ്ങൾക്കകത്തളത്തിൽ പ്രസിദ്ധനായി കൊണ്ടുവന്നു. എന്നാൽ ചില മണ്ണ് സംബന്ധമായ ചില വിഷയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസബേല് രംഗപ്രവേശനം ചെയ്യുന്നത് നാബോത്തിന്റെ മുന്തിരിത്തോട്ടത്തെ അവകാശം പറയുന്ന ഒരുവളായിട്ടാണ്. ആകാവ് ചോദിച്ച ചില മണ്ണുണ്ട്, ആകാവ് ദൃഷ്ടി വെച്ച ചില മണ്ണുണ്ട്, ഇസബേല് കൊതിച്ച മണ്ണുണ്ട്, ഞാനത് വാങ്ങിത്തരാമെന്ന് പറഞ്ഞ മണ്ണുണ്ട്. അവിടം തൊട്ട് തുടങ്ങിയ ഫൈറ്റിംഗ് എന്ത് ചെയ്യുന്നറിയാവോ? അടുത്തൊരു ആത്മമനുഷ്യനെ ഒതുക്കിക്കളയത്തക്ക നിലവാരത്തിൽ ഇന്ന് രാത്രികാലം നാം ഒന്ന് ശ്രദ്ധിച്ച്, ഏലിയാവ് എന്ന് പറയുന്ന 850 ബാലിന്റെ പ്രവാചകന്മാരുടെ നടുവിൽ ഇസ്രായേൽ ഒറ്റയ്ക്ക് നിന്ന് പടപൊരുതിയവൻ
ഒരുത്തനാ. പക്ഷെ ഇസബേലിന്റെ ചില ഭീഷണി വാക്കുകൾക്ക് മുമ്പാകെ ഈ മനുഷ്യൻ ഭയപ്പെട്ടു പോയി. അപ്പൊ നോക്കണേ, അതിന്റെ പിന്നിൽ വ്യാപരിച്ചു കയറി വന്ന പൈശാചിക തലം എത്ര വലുതാന്ന്. ഇന്ന് രാത്രികാലം ദൈവാത്മാവിൽ ഞാൻ ദൂത് കൈമാറുന്നു. നിങ്ങളുടെ മിനിസ്ട്രിയെ പെട്ടെന്ന് നിരാശയിലേക്ക് കൊണ്ടുപോകുന്ന, നിങ്ങളുടെ മിനിസ്ട്രിക്ക് എതിരെ ആമേൻ ചില മേഖലകൾ അകത്തളത്തിൽ നിന്ന് തന്നെ ആമേൻ കൊണ്ടുവരുന്ന, മോശയ്ക്ക് വിരോധമായി ചിലർ പിറുവെറുപ്പുകാരെ എഴുന്നേറ്റതുപോലെ ചില പരിഹാസികളുടെ ആമേൻ ആമേൻ പാപങ്ങളും പ്രകടനങ്ങളും നിങ്ങളുടെ ശുശ്രൂഷയിൽ വല്ലാതെ ആമേൻ നിങ്ങളെ ഇറിറ്റേഷൻ ചെയ്ത ചില അന്തരീക്ഷത്തിന്റെ അകത്തുനിന്ന് ഏലിയാവെ നീ പ്രാർത്ഥിച്ചു കയറിക്കോ. നിനക്കൊരു ദൂരയാത്രയുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു. അധികം താമസിക്കാതെ ദൈവദാസരെ, നിങ്ങളായിരിക്കുന്ന ഗോവയുടെ മണ്ണിന്റെ അകത്തുനിന്ന് ചില രാജ്യങ്ങളിലേക്കുള്ള എൻട്രികൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി തരുമെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി ദൂത് കൈമാറുന്നു. വിശ്വസിച്ച ദൈവദാസനെ, ഇനി നിങ്ങൾ കഷ്ടപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ലെന്ന്. ഇനി നിങ്ങൾ അവൻ പ്രയാസപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ലെന്ന്. നിങ്ങൾ പ്രത്യാശിക്കുന്ന ചില ശുഭഭാവി ഉണ്ടെന്ന് ഇന്ന് രാത്രികാലം പൗലോസ് പറഞ്ഞ നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. ആ നിർബന്ധമാണ് ഇന്ന് രാത്രികാലം നിങ്ങളെ വേലയുടെ മുഖത്ത് നിർത്തിയിരിക്കുന്നത്. എന്നാൽ വേല വലിയതാണ്. പക്ഷെ അകത്തളത്തിൽ ഒതുക്കിക്കളയുവാൻ പോരാടി എഴുന്നേറ്റ, ഭീഷണി വാക്കുകൾ ഉന്നയിച്ച ചില ഇസബേലിയാധിപത്യങ്ങൾ ദൈവദാസനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവിനെ കാണിക്കുന്നു. ചില മണ്ണുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ശുശ്രൂഷകൾക്കോ നിങ്ങളുടെ കുടുംബത്തിനോ വിരോധമായി കയറി വന്ന ചില വെല്ലുവിളികൾ പോലെ ഒരു കാലഘട്ടത്തിൽ ഒരുപക്ഷെ നിങ്ങളുടെ പിതാക്കന്മാരോടുള്ള ബന്ധത്തിലായിരിക്കാം. അടുത്തൊരു കാലഘട്ടം വന്നപ്പോൾ അത് തലമുറകൾക്കും അവരുടെ നന്മകൾക്കും ജീവിതത്തിനും വിരോധമായി കടന്നു വന്നെങ്കിൽ ഞാൻ ആത്മാവിൽ ദൂത് കൈമാറുന്നു. അങ്ങനെ കയറി വരുന്ന ചില സ്വാധീന വലയത്തെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിക്കല ശാസിക്കുകയാണ്. പിതാക്കന്മാർക്കെതിരെ കടന്നു വന്ന ചില വെല്ലുവിളികൾ, പിതാക്കന്മാർക്കെതിരെ പോരാടി കയറി വന്ന ചില വെല്ലുവിളികൾ ഇന്ന് രാത്രികാലം അടുത്ത ജനറേഷനെ ദൃഷ്ടി വെച്ചെങ്കിൽ ഇന്ന് രാത്രികാലം വിശ്വസിക്കുന്നവർ കർത്താവിനൊന്ന് മഹത്വം കൊടുത്ത് അങ്ങനെയുള്ള ചില സ്വാധീന വലയങ്ങളെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ഉടച്ചു കളയട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ കട്ടപ്പനയിൽ ശുശ്രൂഷിക്കുന്ന സമയത്ത് സ്വന്തം അവിടെ ഒരു ഫാമിലി ഒരു സൺഡേയിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി കടന്നു വന്നു. അവരൊരു ഭവനം നാളുകളായി ഒരു ഭവനം പണിയുവാൻ ആഗ്രഹിച്ചു. എന്നാൽ ആ ഭവനത്തിന്റെ കാര്യങ്ങൾ ഒന്നും ഒരു പൂർത്തീകരണത്തിലേക്ക് വന്നില്ല. സ്വരം ബിബിൻ എന്നാണ് ആ മോന്റെ പേര്. എൽസമയാൻഡി ബിബിൻ, അവര് 3 പേരും സ്വരം കടന്നു വന്നു. എന്നാൽ സ്വരം പ്രാർത്ഥനയുടെ സ്വരം മണ്ഡലത്തിൽ അവർ സഭയുമായിട്ട് ചേർന്ന് വന്നു. പിന്നത്തേതിൽ ആ ഭവനത്തിന്റെ പണിയെല്ലാം കഴിഞ്ഞ് മനോഹരമായി അതിന്റെ പ്രതിഷ്ഠയെല്ലാം നടന്നു. ഈ മാതാവിന്റെ പ്രത്യേകത എന്താണെന്നറിയാവോ? നാളുകളായി ഉറക്കമില്ല. സ്തോത്രം പറഞ്ഞാട്ടെ. ഉറക്ക ഗുളിക ഒന്നിലധികം കഴിച്ചാൽ ഈ മാതാവ് ഉറങ്ങത്തില്ല. രാത്രിയിൽ മൊത്തം ഉറങ്ങാതിരിക്കും. സ്തോത്രം പറഞ്ഞാട്ടെ. എവിടെയെങ്കിലും ഈ മാതാവ് ടോയ്ലറ്റിൽ അല്ലെങ്കിൽ പുറത്ത് പോയാൽ എവിടെയെങ്കിലും വീണ് കിടക്കും. സ്തോത്രം പറഞ്ഞാട്ടെ. അങ്ങനെ ആ ഭവനത്തിന്റെ അകത്ത് പ്രാർത്ഥന ക്രമീകരിക്കാൻ പറഞ്ഞ് പ്രാർത്ഥന ക്രമീകരിച്ചു. ദൈവസേനയിൽ പ്രതിഷ്ഠിക്കുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു, പാരമ്പര്യങ്ങളെ തള്ളിപ്പറഞ്ഞ് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അവിടുത്തെ പിതാവ് മരിച്ചത് സ്വരം മരണപ്പെട്ടത് ഒരു അറ്റാക്ക് പെട്ടെന്ന് വന്ന് അദ്ദേഹം ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. സ്തോത്രം പറഞ്ഞാട്ടെ. അന്ന് തൊട്ട് ഈ മാതാവ് രോഗിയായി മാറി. വർഷങ്ങൾ ഒത്തിരി നീണ്ടുപോയി. കുടുംബത്തിന്റെ അകത്ത് കുഞ്ഞുങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുന്നില്ല. നല്ലൊരു മേഖലയില്ല. പക്ഷേ അന്നത്തെ പ്രാർത്ഥനയുടെ നടുവിൽ പാരമ്പര്യത്തെ തള്ളിപ്പറയുവാൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞപ്പോൾ ഈ മാതാവ് പൊടുന്തനെ നിലത്തോട്ടങ്ങ് വീണു. സ്തോത്രം പറഞ്ഞാട്ടെ. എന്നിട്ട് അവരുടെ അപ്പന്റെ സൗണ്ടിൽ സംസാരിക്കാൻ തുടങ്ങി. സ്തോത്രം പറഞ്ഞാട്ടെ. അവരെ അപ്പൻ എങ്ങനെ സംസാരിക്കൂ അതേപടി സംസാരിക്കാൻ തുടങ്ങി. മക്കള് രണ്ടും പറഞ്ഞു അപ്പാന്നും പറഞ്ഞ് വിളിച്ചു. സ്തോത്രം പറഞ്ഞാട്ടെ. ഞാൻ പറഞ്ഞു, മോനെ ഇത് അപ്പനല്ല. സ്തോത്രം പറഞ്ഞാട്ടെ. അപ്പന്റെ പേരിന്റെ അകത്ത് വ്യാപരിക്കുന്ന ദുരാത്മാശക്തിയാ. സ്തോത്രം പറഞ്ഞാട്ടെ. അപ്പന്റെ പേരിന്റെ അകത്ത് വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലമാണ്. സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് രാത്രിക്കാലം വിശ്വസിക്കുന്നവർ കർത്താവിന് മഹത്വം കൊടുത്ത് ആ മാതാവ് പലപ്പോഴും പറയാറുണ്ട്, ഞാൻ എന്റെ ഭർത്താവ് മരിച്ചിട്ടില്ല, ആൾ എന്നോട് കൂടെയുണ്ട്, എനിക്ക് കാണുവാൻ സാധിക്കും. സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് രാത്രിക്കാലം ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം ഇതാണ്. ആ മക്കള് തള്ളിപ്പറഞ്ഞപ്പോ എന്ത് ചെയ്യുന്നറിയാവോ? ദുരാത്മശക്തിക്ക് നിൽക്കുവാൻ സാധിച്ചില്ല. അതാ ശരീരം വിട്ടുപോയി. ആ മാതാവ് സ്വസ്ഥമായി. സ്തോത്രം പറഞ്ഞാട്ടെ. നിന്റെ ഉറക്കത്തെ കെടുത്തിക്കളയുന്ന ചില പിതാക്കന്മാരുടെ അധികാരങ്ങളെയും അവകാശങ്ങളെയും അടുത്ത ജനറേഷനെയും അവരുടെ നന്മകളെയും തടുത്തു വെക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രിക്കാലം അതിനെയൊക്കെ ഉടച്ചു കളയുന്ന ഒരു ദൈവ സാന്നിധ്യം ഇന്ന് രാത്രിക്കാലം വെളിപ്പെടട്ടെ. ദൈവാത്മാവിൽ ഞാൻ പറയുന്നു, ചില പാരമ്പര്യത്തിന്റെ ആധിപത്യങ്ങളെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിക്കാലം ഉടച്ചു കളയട്ടെ. കഴിഞ്ഞ ദിവസം ഞങ്ങള് കർണാടകയിൽ ശുശ്രൂഷയ്ക്കായി കടന്നുപോയി. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞങ്ങൾ വിശ്രമിക്കാൻ കടന്നുപോയപ്പോ ദൈവദാസൻ രാത്രി 11:30 ആയപ്പോൾ വിളിച്ചു, പാസ്റ്റേ പെട്ടെന്ന് ഒന്ന് താഴത്തോട്ടൊന്ന് ഇറങ്ങി
അവന്. എന്താണെന്നറിയാവോ? ആമേശ്വർ രാത്രിയിൽ ആമേശ്വർ ഒരു ആന്റി വല്ലാതെ ആമേശ്വർ അവരുടെ കട്ടിലെല്ലാം കൂടെ പൊക്കിക്കൊണ്ടുപോയ ഒരു സ്വാധീന വലയങ്ങൾ. ആമേശ്വരം പാസ്റ്റർ എന്ന് പ്രാർത്ഥിക്കാൻ വരവ്. ഞാൻ താഴത്തെ റൂമിലേക്ക് ഞാനും ദൈവദാസിയും കൂടെ ചെന്നു. അവിടെ ചെന്നിരിക്കുന്ന സമയത്ത് കാറ് തുറന്ന് അവിടെ കുടുംബമായിട്ട് 2 മക്കളും എല്ലാം കൂടെ കടന്നു വന്നു. സ്തോത്രം പറഞ്ഞാട്ടെ. അങ്ങനെ കടന്നു വരുന്ന സമയത്ത് വാതിൽ തുറന്ന് അകത്തോട്ട് കയറിയപ്പോ പൂതവളകാൻ തുടങ്ങി. സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം പറഞ്ഞാട്ടെ. അതിന്റെ പിന്നിൽ വ്യാപരിച്ച ശക്തി ആ സെക്കൻഡിൽ തന്നെ യേശുവിന്റെ നാമത്തിൽ അവളുടെ ശരീരമണ്ഡലം വിട്ടുപോകും. സെക്കൻഡുകൾക്കകത്ത് ആമേശ്വർ അവർക്ക് ഭാഷയൊന്നും അറിയത്തില്ല. പെട്ടെന്ന് ദുരാത്മാവ് വിട്ടുപോയി ഞങ്ങളെ ഞങ്ങളുടെ റൂമിന്റെ അകത്ത് വന്ന് സുഖമായിട്ട് ഉറങ്ങി. നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ. ഇന്ന് രാത്രിക്കാലം ഞാൻ പറയട്ടെ, സാത്താന്യ മണ്ഡലങ്ങളെ പിടിമുറുക്കുമ്പോൾ ഇന്ന് രാത്രിക്കാലം അഭിഷേകമുള്ള ദൈവജനമേ, അഭിഷേകമുള്ള ദൈവജനമേ, ഈ തലമുറയ്ക്കകത്ത് ചില സാത്താന്യ കോട്ടകൾ ഇടിക്കത്തക്ക നിലവാരത്തിൽ ദൈവാത്മാവ് ഞാൻ വ്യക്തമായി പറയുന്ന ചില ലാൻഡിന്റെ വിഷയങ്ങൾ നിങ്ങളുടെ തലമുറകൾക്ക് വിരോധമായി, അവരുടെ നന്മകൾക്ക് വിരോധമായി പോലും കടന്നു വന്നിട്ടുണ്ട്. സ്തോത്രം പറഞ്ഞാട്ടെ. പരിശുദ്ധാത്മാവ് നൽകി തരുന്ന ദൂതാണ്. ഇന്ന് രാത്രിക്കാലം ഞാൻ ആത്മാവിൽ ഒരു ദൂത് കൈമാറാം. ഈ ഭൂമിയിൽ ദൈവം നമുക്ക് മനോഹരമാകുന്ന ഭവനങ്ങൾ നൽകി തരണം. ഭവനമില്ലാതെ ആരേലും ഇന്ന് രാത്രിക്കാലം ആയിരിക്കുന്നുവെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ശ്രേഷ്ഠകരമാകുന്ന ഭവനങ്ങളെ പരിശുദ്ധാത്മാവ് നൽകി തരട്ടെ. സ്തോത്രം പറഞ്ഞാട്ടെ. ശ്രേഷ്ഠകരമാകുന്ന ഭവനങ്ങളെ പരിശുദ്ധാത്മാവ് നൽകി തരട്ടെ. ഞാൻ ആത്മാവിൽ ദൂത് കൈമാറാം. നിങ്ങൾ അധ്വാനിക്കാത്തതും നിങ്ങൾ പണിയപ്പെടാത്തതുമാകുന്ന പുതിയ ഭവനങ്ങളെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി ദാനമായി ഒരുക്കി തരട്ടെ. സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം പറഞ്ഞാട്ടെ. ഈ ദൂത് കൈമാറുമ്പോ ഒത്തിരി പേര് കളിയാക്കരുത്. കാരണം എന്നാണെന്നറിയാവോ? ചിലർ പറയും അനുഗ്രഹത്തിന്റെ സുവിശേഷമല്ല. അങ്ങനെ വിമർശിക്കുന്നവരെ എല്ലാം സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഒന്നിലധികം വീടുകളുണ്ട്, മനോഹരമായ കാറുകളുണ്ട്. സ്തോത്രം പറഞ്ഞാട്ടെ. റാഡോയുടെ വാറ്റുകളൊക്കെയാണ് കിട്ടുന്നത്. സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം പറഞ്ഞാട്ടെ. അങ്ങനെയുള്ളവരാണ് വിമർശിക്കുന്നത്. സ്തോത്രം പറഞ്ഞാട്ടെ. എന്നാൽ ഈ ഭൂമിക്കകത്ത് ഒരു വീടില്ലാത്ത ആരെങ്കിലും ഇന്ന് രാത്രിക്കാലം ദൂത് കേൾക്കുന്നെങ്കിൽ ഞാൻ ആത്മാവിൽ ദൂത് കൈമാറുന്നു. നിങ്ങൾക്ക് സ്വർഗത്തിൽ തമ്പുരാൻ ശ്രേഷ്ഠകരമാകുന്ന ഒരു ഭവനം, കൈപ്പണിയല്ലാത്ത കൂടാരം ഒരുക്കുന്നെങ്കിൽ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് മനോഹരമാകുന്ന ഒരു പാർപ്പിടത്തെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകിത്തരും. നിങ്ങളുടെ സ്വപ്നത്തിന്റെ ചില സാക്ഷാത്കാരത്തിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടെത്തിക്കുമെന്ന് പറഞ്ഞാൽ എത്ര പേർ കരമടിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കും? സ്തോത്രം പറ, സ്തോത്രം പറ, സ്തോത്രം പറ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു ഭവനമില്ലാത്തവർക്ക് ഒരു ഭവനം കിട്ടിയാൽ അത് സന്തോഷിക്കുകയാണ് വേണ്ടത്. സ്തോത്രം പറഞ്ഞാൽ ഒരു വാഹനമില്ലാത്തവർക്ക് വാഹനം കിട്ടിയാൽ സന്തോഷിക്കുക വേണ്ടത്. ഒരു തലമുറയുടെ വിവാഹ മേഖലകൾ നല്ലവണ്ണം നടന്നാൽ അത് സന്തോഷിക്കുക വേണ്ടത്. എന്നാൽ ഇന്ന് രാത്രിക്കാലം ഞാൻ ആത്മാവിൽ ഒരു ദൂത് കൈമാറാം. ഇങ്ങനെ വിമർശിക്കുന്നവരെ ഒന്ന് നോക്കണം. അവരെല്ലാം ലക്ഷറി ലൈഫാ ജീവിക്കുന്നത്. സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം പറഞ്ഞാട്ടെ. ഞാൻ ആത്മാവിൽ ഒരു ദൂത് കൈമാറാം. ഇന്ന് രാത്രിക്കാലം ചില ലാൻഡിന്റെ അകത്തുള്ള ചില വിഷയങ്ങളെ പരിശുദ്ധാത്മാവ് പരിഹരിക്കാൻ പോവാന്ന് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു. ഇന്ന് രാത്രിക്കാലം ഈ ദൂതിനെ നിങ്ങൾ സ്വീകരിച്ച് നിങ്ങൾക്ക് ചില ഭവനത്തിന്റെ ക്രമീകരണങ്ങൾ ഒരുക്കാൻ പോകുന്നു. തലമുറയുടേതായ ചില വിശാലതകളെ ദൈവാത്മാവ് ഒരുക്കാൻ പോകുന്നു. ഇന്ന് രാത്രിക്കാലം ലിറ്റിൽ സുരേഷ് ആന്റി ആത്മാവിനോട് അങ്ങനെ ദൂത് കൈമാറുന്നു. തലമുറയുടേതായ ചില വിഷയങ്ങളെ പരിഹരിക്കത്തക്ക നിലവാരങ്ങളിൽ ദൈവത്തിൻ്റെതായ കരം ഇന്ന് രാത്രിക്കാലം ചലിക്കാൻ പോകുന്നുവെന്ന് ആത്മാവ് ദൂത് കൈമാറുന്നു. നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത്, തലമുറയുടെ ജീവിതത്തിന്റെ അകത്ത് പെട്ടെന്ന് പൊടുന്നതിന് ഒരു മാറ്റം ഉണ്ടാകുമെന്ന് ആത്മാവ് ദൂത് കൈമാറുന്നു. വരുന്ന നവംബർ മാസം കുറിച്ചു വെച്ചു. ആ മോളുടെ ലൈഫിലേക്ക് ഒരു വഴിത്തിരിവുണ്ടാകുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിക്കാലം ദൈവദാസിയെ ദൂത് കൈമാറുന്നു. ഒരു വഴിത്തിരിവുണ്ടാകും കേട്ടോ. മോളുടെ ലൈഫിലേക്ക് ഒരു വഴിത്തിരിവുണ്ടാകും. അവരുടെ ജീവിതത്തിന്റെ അകത്ത് വഴിത്തിരിവുണ്ടാകും. അവരുടെ കുടുംബ ജീവിതത്തിന്റെ അകത്ത് വഴിത്തിരിവുണ്ടാകും. അവരുടെ നന്മകൾക്ക് അകത്തലത്തിലേക്ക് വഴിത്തിരിവുണ്ടാകും. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ദൈവദാസിയെ ദൂതിനെ സ്വീകരിച്ചു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രിക്കാലം രക്തം ജയമടയാളം, രക്തം ജയമടയാളം. ഇന്ന് രാത്രിക്കാലം നിയോഗത്തോടുകൂടെ അഭിഷേകത്തോടുകൂടെ തന്നെ ഞാൻ പറയാം. ഭവനമില്ലാത്തവർക്ക് വേണ്ടി ചില ഭവനങ്ങളെ പരിശുദ്ധാത്മാവ് ഒരുക്കാൻ പോവാണ്. സ്തോത്രം പറഞ്ഞാട്ടെ. ഭവനമില്ലാത്തവർക്ക് സ്തോത്രം പറഞ്ഞാട്ടെ. ഈ ഭൂമിക്കകത്ത് ഏറ്റവും ശ്രേഷ്ഠകരമായി തന്റെ ജനത്തെ ദൈവം മാനിക്കും കേട്ടോ. നിങ്ങൾക്ക് മനോഹരമാകുന്ന മേഖലകൾ ഒരുക്കി തരുമെന്ന് ആത്മാവ് ദൂത് കൈമാറുന്നു. യഹോവ നിനക്കൊരു ഗൃഹം തരുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു. 2024 ദൂതിനെ സ്വീകരിച്ചു. ഞാൻ പേരെടുത്ത് പറയുന്നില്ല. ഇന്ന് രാത്രിക്കാലം വിശ്വാസത്താൽ കരമുയർത്തിയെങ്കിൽ അതിന്റെ പിന്നിൽ നിങ്ങൾ ദൈവത്തിന്റെ വാക്കിനെ വിശ്വസിക്കുന്നുവെന്നാണ്. യഹോവ നിങ്ങൾക്കൊരു ഗൃഹം തരുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിക്കാലം ദൂത് കൈമാറുന്നു. ഞാൻ എടുത്ത വചനത്തിലേക്ക് എനിക്ക് കയറുവാൻ സാധിച്ചില്ല. ഗോശോം ദേശം സമൃദ്ധിയുടെ ദേശമാണ്. ഗോശോം ദേശം അനുഗ്രഹത്തിന്റെ ദേശമാണ്. ഗോശോം ദേശം വർധനവിന്റെ ദേശമാണ്. എന്നാൽ അതേ ഗോശോം ദേശം പിന്നത്തതിൽ നുഖങ്ങളെ പ്രസവിക്കുന്ന
അടിമയായിരിക്കുന്ന ദേശമായി മാറി, അടിമകളാക്കി മാറ്റി. ഇന്ന് രാത്രിക്കാലം ചില അടിമ ചങ്ങലകളെ പരിശുദ്ധാത്മാവ് പൊളിച്ചു കളയട്ടെ. ഞാൻ ഈ ദൂത് കൈമാറുമ്പോൾ മാനസിക മണ്ഡലത്തിന് വിരോധമായി, നിന്റെ മാനസിക മേഖലകൾക്ക് വിരോധമായി, നിന്റെ മനസ്സിനെ നിയന്ത്രിക്കത്തക്ക നിലവാരത്തിൽ ചില മണ്ണിന്റെ അകത്തുനിന്ന് കയറി വരുന്ന ചില മേഖലകളെ പരിശുദ്ധാത്മാവ് ശാസിക്കട്ടെ. ഉടമനരകതൽ കമനഘടക യേശുവിന്റെ നാമത്തിന്റെ സ്വസ്ഥതയെ കെടുത്തിക്കളയുന്ന, സമാധാനത്തെ കെടുത്തിക്കളയുന്ന, സന്തോഷത്തെ കെടുത്തിക്കളയുന്ന ആമേൻ എല്ലാ ഇരുട്ടിന്റെ അധികാരങ്ങൾ ഇന്ന് രാത്രിക്കാലം നിഷ്ഫലമായി പോകുവാൻ ഞാൻ യേശുവിന്റെ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രിക്കാലം അസാധാരണമായി നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഡേസി കോശി ആ ഫാമിലിക്കകത്തേക്ക് ആമേൻ അസാധാരണമായി സംഭവിക്കട്ടെ. വർഷങ്ങളായി തടഞ്ഞു വെച്ചത് ദൈവദാസിയെ 30 വർഷം അതിന്റെ ആമേൻ അങ്ങനെ ഒരു മേഖല കാണിക്കുന്നു. നിങ്ങൾ അനുഭവിക്കേണ്ട പല നന്മയുടെ ഉയർച്ചയുടെ മേഖലകൾ തടഞ്ഞു വെച്ചെങ്കിൽ അതിനെല്ലാം റിലീസ് ചെയ്യുന്ന ഒരു വർഷമായി മാറുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു. ചില ലാൻഡിന്റെ വിഷയം മാറും കേട്ടോ ദൈവദാസി, ചില നിയമക്കുരുക്കുകൾ മാറും കേട്ടോ. നിങ്ങൾക്ക് ഇന്ന് വിരോധമായി എഴുന്നേറ്റവർ അനുകൂലമാക്കി മാറ്റുമെന്ന് ദൈവാത്മാവ് ദൂത് കൈമാറുന്നു. പരിശുദ്ധാത്മാവ് തരുന്ന ഒരു നിയോഗം പറയാ, ആമേൻ യാക്കോബിന് വേണ്ടി ലാബാനോട് ഇടപെട്ടവനാകുന്ന ഒരു ദൈവമുണ്ട്. ദൈവദാസിയെ നിങ്ങൾക്ക് വേണ്ടി ഇടപെടും, നിശ്ചയമായി ഇടപെടും. ഭവനത്തിന്റെ അകത്ത് സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. ലിറ്റ് സുരേഷ് ആന്റിക്ക് വേണ്ടി ദൈവസേനയിൽ പ്രാർത്ഥിക്കുന്നു. കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളും ദൈവം അറിയുന്നു. ഇന്ന് രാത്രിക്കാലം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവദാസിയെ ചില ഹാർട്ട് സംബന്ധമായി ഇന്ന് രാത്രിക്കാലം ദൈവാത്മാവിനോട് പറയുന്നു, ആമേൻ ചില ഓപ്പറേഷനുകൾ ആമേൻ ദുരാത്മാ ശക്തികൾ, പൈശാചിക മണ്ഡലങ്ങൾ നിങ്ങളുടെ നന്മകളെ അധ്വാനിക്കുന്ന മേഖലകളെ മൊത്തം ഒഴുക്കിക്കൊണ്ടു പോകുക. ഇന്ന് രാത്രികാലം വിശ്വസിച്ചോ ദൈവദാസിയെ, തീരുമാനമെടുത്ത് നിന്നോട്ടോ. ദൈവരാജ്യത്തിന് വേണ്ടി നിങ്ങളെ കണ്ടിരിക്കുകയാണ്, ദൈവരാജ്യത്തെ സപ്പോർട്ട് ചെയ്യാൻ കണ്ടിരിക്കുകയാണ്. ചില തീരുമാനങ്ങൾ എടുത്തു നിന്നു. നാളുകളായി നിങ്ങളുടെ നന്മകളെ എവിടേക്കോ അധ്വാനിച്ചു കൊണ്ടുവന്നതിനെ മൊത്തം ഒഴുക്കിക്കൊണ്ടുപോവുകയാണ്. ഇന്ന് രാത്രികാലം അതിനെ കർത്താവിന്റെ ആത്മാവ് ഒന്ന് തടുക്കട്ടെ. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ആമേൻ സ്തോത്രം. ചില ഓപ്പറേഷൻ സംബന്ധമാകുന്ന ചില വിഷയങ്ങൾ, ഹാർട്ട് അത് വാൽവ് സംബന്ധമായി ചില ഓപ്പറേഷൻ സംബന്ധമായി നിലകൊള്ളുന്ന ചില വിഷയങ്ങൾ കയറി വരുന്നുണ്ട്. ഇന്ന് രാത്രികാലം യേശുവിന്റെ ആത്മാവ് അതിനെ തടുക്കട്ടെ. ഞാൻ ഒരു വെളിപ്പാട് പറയാം. യേശുവിന്റെ നാമത്തിൽ 9 പട്ടണത്തിന്റെ അകത്ത് കർത്താവ് ഇറങ്ങി തടുത്തതുപോലെ ഇന്ന് രാത്രികാലം മാതാവേ നീ കരയേണ്ടെന്ന് ആത്മാവ് ദൂത് കൈമാറുന്നു. ചില കണ്ണുനീരിനുള്ള മറുപടി വെളിപ്പെടാൻ പോവാ. ദൈവദാസിയെ തടുക്കും കേട്ടോ. ആമേൻ തമ്പുരാൻ തടുക്കും. നിനക്ക് വേണ്ടി ഇറങ്ങി നിൽക്കും. ഇന്ന് രാത്രിക്കാലം ഒരു ശുഭകരമാകുന്ന ഭാവി ഉണ്ടാകുമെന്ന് നിങ്ങളുടെ ആമേൻ കുടുംബത്തിന്റെ അകത്ത്, തലമുറയ്ക്കകത്ത് ഒരു ശുഭകരമാകുന്ന ഭാവി എന്ന് പറഞ്ഞാൽ ഭയമില്ലാത്ത ഒരു മേഖലകൾക്കകത്തളത്തിലേക്ക് ആത്മാവിനോട് പറയുന്ന സ്വസ്ഥതയുള്ള ചില ജീവനിലേക്ക് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും തലമുറകളെയും വഴി നടത്തുമെന്ന് ദൈവദാസിയെ ആത്മാവിനോട് പറയുന്ന ഒരു ദൂത്, നിങ്ങളുടെ തലമുറയെ സംബന്ധിച്ച് അവനെ ചില മേഖലകൾക്ക് നടുവിലേക്ക് തമ്പുരാൻ കൊണ്ട് അപ്പോയിന്റ് ചെയ്ത് ചില ഇടത്തേക്ക് ഇരുത്താൻ പോവാന്ന്. ഇതൊരു ദൈവശത്വ. ഇത് വിശ്വസിച്ചു അധികം താമസിക്കാതെ നടക്ക്. ഒരു കാലഘട്ടം മുഴുവൻ മോശയെ ഓർത്ത് അവന്റെ മാതാവും പിതാവും കരഞ്ഞെങ്കിൽ അടുത്തൊരു കാലഘട്ടം അതേ മോശ മുഖാന്തരമായി ഭവനത്തിന്റെ അകത്ത് കരഞ്ഞ മാതാവിന്റെ അകത്തേക്ക് രാജ്ഞി പറഞ്ഞത് എങ്ങനെയാണ്, നീ അവനെ വളർത്തിക്കോ, ഞാൻ നിനക്ക് നന്മ തരാം എന്ന് പറഞ്ഞ തലമുറ നിമിത്തമായി അവളുടെ കരത്തിലേക്ക് നന്മ ദൈവം വെച്ചു കൊടുത്തു. വിശ്വസിച്ചു. ആ ദൂതനെ ഇന്ന് രാത്രിക്കാലം ഏറ്റെടുത്തു. ഉഷിയാന്റിക്ക് വേണ്ടി ദൈവസേനയിൽ പ്രാർത്ഥിക്കുന്നു. വെല്ലുവിളികൾ ഉണ്ടല്ലോ ദൈവദാസി, ഇന്ന് രാത്രിക്കാലം ഏറ്റെടുക്കണം. ദൈവത്തിലേക്ക് അടുത്തു വരണം. ഇന്ന് രാത്രിക്കാലം പൂർണ്ണ മനസ്സോടുകൂടെ തന്നെ ദൈവസേനയെ ഉറച്ചു നിൽക്കണം. യോശുവ എടുത്തതുപോലെ ചില തീരുമാനങ്ങൾ എടുക്കണം. ആമേശ്വരം അവര് പറഞ്ഞത് ഇങ്ങനെയാണ്, അടിമനുഖത്തിന്റെ അകത്തുനിന്ന് കർത്താവ് ഞങ്ങളെ പുറത്തു കൊണ്ടുവന്നു. വാറ്റത്ത ദേശമാണ് കനാലിൽ എത്തുമ്പോൾ യോശുവ പറഞ്ഞത് എങ്ങനെയാണ്, നിങ്ങൾ എങ്ങനെ വെള്ളം പൊക്കോ, പക്ഷെ ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. അങ്ങനെയുള്ള ചില തീരുമാനങ്ങൾ ഉണ്ടാകണമെന്ന് പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങൾ ആലോചന കൈമാറുന്നു. യേശുവിന്റെ നാമത്തിൽ അപകടങ്ങളും അനർത്ഥങ്ങളും ആ ഭവനം വിട്ടുമാറും. ഷീനാന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസിയുടെ മേല് ഭയങ്കരമാകുന്ന കരം ചലിക്കണം. ദൈവദാസിയെ ഒരു ഇരുണ്ട കാലഘട്ടം മാറും കേട്ടോ. ഒരു ഇരുണ്ട കാലഘട്ടം മാറും. ദൈവദാസിയെ അവൻ വിശ്വസിച്ചു. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ഇരുണ്ട കാലഘട്ടം മാറും. വെളിപ്പാട് എന്ന വാക്കിന്റെ അർത്ഥം മറ നീക്കി പ്രകാശിപ്പിക്കുക എന്നുള്ള. എന്ന് പറഞ്ഞാൽ മുന്നിൽ വെളിപ്പെടുവാനിരിക്കുന്ന കാര്യങ്ങളെ മറ നീക്കി പ്രകാശിക്കുക. നിങ്ങൾ ഇന്നും മറയത്ത കിടക്കുന്നത്. ദൂതുണ്ട്, ആരാധനയുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ശക്തമായി നിൽക്കുന്നുണ്ട്. പക്ഷെ പല പ്രാർത്ഥനകൾക്കും ഇന്ന് രാത്രിക്കാലം മറുപടി
മറുപടിയില്ല. ഇന്ന് രാത്രിക്കാലം ആത്മാവിൽ ഞാൻ ദൂത് കൈമാറാ. ഒരിക്കൽ ദൈവം മനുഷ്യകുലത്തോടുള്ള ബന്ധത്തിൽ അവന്റെ വാഗ്ദത്തങ്ങളെ വെളിപ്പെടുത്തുവാൻ ആകാശത്ത് അടയാളമായി വില്ലിനെ വെച്ചുവെങ്കിൽ ഇന്ന് രാത്രിക്കാലം ചില അടയാളങ്ങൾ ചോദിച്ചുകൊണ്ട് ഗദയോൻ പ്രാർത്ഥിച്ചതുപോലെ നിങ്ങൾ ചില അടയാളങ്ങൾ ചോദിച്ചു. ചില അടയാളങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വെളിപ്പെടും. നിങ്ങളുടെ ജീവിതത്തിന് മാറ്റം ഉണ്ടാകും. വർഷങ്ങളായി തടുത്തു വെച്ച ചില വിഷയങ്ങൾക്ക് നടുവിലേക്ക് ദൈവീയമാകുന്ന ഇടപെടലുകൾ ഉണ്ടാകും. ദൈവം നിനക്ക് വേണ്ടി സ്വന്തമായുള്ള ചില ക്രമീകരണങ്ങൾ ഒരുക്കും. ദാമേൻ സ്വന്തമായുള്ള ചില മേഖലകൾക്ക് നടുവിലേക്ക് കടത്തും. 3 വിഷയങ്ങൾക്ക് നടുവിൽ വേഗത്തിലുള്ള മറുപടികൾ ആണ്ട് കഴിയുന്നതിന് ആമൻ വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങൾ ചില അർദ്ധരാത്രികൾ മാറ്റിവെച്ച് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിരുന്നു. ദൈവത്തിന്റെ കരമിറങ്ങി വരുമെന്ന് ആത്മാവ് ദൂത് കൈമാറുന്നു. ഉടമന രഗതൽ കമന ഘടകസി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജിൻസ് ആന്റിക്ക് വേണ്ടി ദൈവസനയിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസിയെ ദൈവത്തിന്റെ ആത്മാവ് മാനിക്കുന്ന വശമായി മാറും, മാനിക്കുന്ന വശമായി മാറും. ഗരാറിന്റെ മണ്ണ് ഒരിക്കലും ഇസഹാക്കിന് ആമൻ വളരുവാനോ ഉയരുവാനോ കഴിയത്തില്ലാത്തൊരു മേഖലയാ. എന്നാൽ കേട്ട ദൈവശബ്ദം ഗരാറിന്റെ മണ്ണിന്റെ അറ്റ്മോസ്ഫിയറെ തിരിച്ച് ആ ത്തിന്റെ അകത്ത് അസാധാരണമാകുന്ന ദൈവപ്രവൃത്തിയെ വെളിപ്പെടുത്തിയെങ്കിൽ ദൈവദാസിയെ ഞാൻ ആത്മാവിൽ ദൂത് കൈമാറുന്നു. നിങ്ങളിലൂടെ അനേകർ വിടുവിക്കപ്പെടാനുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഒരു വെളിപ്പാട് തരിക കേട്ടോ. ഇന്ന് രാത്രികാലം ആത്മാവിനോട് പറയുന്നു, ആമേൻ, നിങ്ങൾ പ്രത്യാശിക്കുന്ന ചില ശുഭഭാവിയിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും കൊണ്ട് എത്തിക്കും. ഇന്ന് വരെ നടത്തിയ ഒരു ദൈവത്തിന്റെ കരം, ഇന്ന് വരെ ആമേൻ പരിപാലിച്ച ഒരു ദൈവത്തിന്റെ കരം. ദൈവാത്മാവിനോട് പറയുന്ന ഇങ്ങനെയാണ്, യാക്കോബ് പറഞ്ഞൊരു വാക്കിങ്ങനെയാണ്, ഒരു വടിയോട് കൂടെ മാത്രമാണ് ഞാൻ യോർദാനിലേക്ക് ആമൻ കടന്നത്. എന്നാൽ ഇന്ന് രാത്രിക്കാലം ഇരു കൂട്ടമായി ദൈവം എന്നെ വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇന്ന് രാത്രിക്കാലം ദൈവദാസിയെ നിങ്ങളുടെ ജീവിതത്തെ വർദ്ധിപ്പിക്കുന്ന ചില ദൈവത്തിന്റെ കരം വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില ഷോൾഡർ സമതമായി നിലനിൽക്കുന്ന ചില പേനുകൾ ആ ശരീരമണ്ഡലം വിട്ടുമാറട്ടെ. ഒരാത്മാവിന്റെ അസാധാരണമാകുന്ന ഇടപെടലുകൾ ഉണ്ടാകട്ടെ. ഇന്ന് രാത്രിക്കാലം ചില ദൈവപ്രവർത്തിയുടെ അസാധാരണമാകുന്ന ആഴങ്ങൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ ദാസിയുടെ മേൽ തുറന്നു വരട്ടെ. അസാധാരണമാകുന്ന ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ വെളിപ്പെട്ടു വരുവാൻ ചോമച്ചാൻ വേണ്ടി ദൈവസനയിൽ പ്രാർത്ഥിക്കുന്ന അഭിഷേകദാസനെ നിങ്ങളുടെ ജീവിതത്തിലെ ആ നിരാശകൾ മാറാൻ പോകുക കേട്ടോ. ദൈവം ചില ശുഭതയിലേക്ക് കൊണ്ടെത്തിക്കാൻ പോകുകയാണ്. ആത്മാവ് ദൂത് കൈമാറുന്നു. പിതാക്കന്മാരിൽ കൂടി വെളിപ്പെട്ട ചില വാക്കുകൾ അവൻ നിങ്ങളെ മാത്രമല്ല, നിങ്ങളുടെ നന്മകളെ മാത്രമല്ല, വാഗ്ദത്തങ്ങളെ മാത്രമല്ല, എവിടെയൊക്കെയോ തടുത്തു വെച്ച ചില അനുഭവതകൾ ദൈവം തരുന്ന ഒരു വെളിപ്പാട് പറയാൻ കേട്ടോ. ആമൻ ഒരിക്കൽ ആമൻ പെസക ആചരിക്കേണ്ടതിന് എവിടെയെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ പുറപ്പെടുമ്പോൾ എതിരെ ഒരുവൻ കടന്നു വരും, ഒരു കുടവുമായിട്ട്. അവനുമായിട്ട് ഒരു സംഭാഷണമുണ്ട്. അവിടെ നിങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടിയുള്ള പെസകയുണ്ട്. ഇതൊരു വെളിപ്പാടാകട്ടോ. ഈ ദിവസങ്ങൾ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി എതിർപ്പെട്ട് കയറി വന്ന് നിങ്ങൾക്ക് വേണ്ടി ദൈവം നിയോഗത്താൽ ഒരുക്കപ്പെടുന്ന ഒരു ഇടത്തേക്ക് ദൈവാത്മാവ് നിങ്ങളുടെ ജീവിതത്തെ ഷിഫ്റ്റ് ചെയ്യുമെന്ന് ആത്മാവ് ദൂത് കൈമാറുന്നു. നിങ്ങളുടെ വിസയുടെ കാര്യങ്ങൾക്ക് നടുവിൽ, ജീവിതത്തിന്റെ കാര്യങ്ങൾക്ക് നടുവിൽ ടെൻഷൻ ഉണ്ട്. എന്നാൽ ആ മണ്ണിന്റെ അകത്ത് കൊണ്ടു നിർത്തിയ ദൈവത്തിന്റെ കരം പറയുന്നു, ഈ ദിവസങ്ങളിൽ തന്നെ ചിലത് എതിരേറ്റ് കടന്നു വരുമെന്നും അതൊരു ദൈവത്തിന്റെ നീതി എന്നും ദൈവത്തിന്റെ നിയോഗമെന്നും പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിക്കാലം ദൂത് കൈമാറുന്നു. റിയാന്റിക്ക് വേണ്ടി ദൈവസനയിൽ പ്രാർത്ഥിക്കുന്നു. ഒരു അസാധാരണമാകുന്ന ദൈവത്തിന്റെ കരം ഇന്ന് രാത്രിക്കാലം ആ ദൈവദാസിയുടെ മേൽ ഇറങ്ങട്ടെ. മാനസിക മണ്ഡലത്തിന്റെ അകത്ത്, ശാരീരിക മണ്ഡലത്തിന്റെ അകത്ത്, സാമ്പത്തിക മണ്ഡലത്തിന്റെ അകത്ത് ദൈവദാസിയെ ചില വീർപ്പ് മുട്ടി കഴിയുന്ന ചില അനുഭവതലങ്ങൾ, നിങ്ങൾ ചില വീർപ്പ് മുട്ടി നിൽക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്. ഇന്ന് രാത്രിക്കാലം ഒത്തിരി ചോദ്യങ്ങൾ നിങ്ങളുടെ ബുദ്ധിമണ്ഡലത്തിന്റെ അകത്ത് കയറി വരുന്ന ദൈവാത്മാവ് കാണിക്കുന്നു. അതിന്റെ അകത്തല്ല ഒരു ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറഞ്ഞാൽ അതിനെ പൂരിപ്പിക്കുവാൻ കഴിയാതെ വന്നു എവിടെയൊക്കെയോ നിൽക്കുന്നു. ഇന്ന് രാത്രിക്കാലം ഞാൻ ആത്മാവിന്റെ നിയോഗത്തോടുകൂടെ തന്നെ ദൈവദാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് നടുവിൽ പരിശുദ്ധാത്മാവ് ഇടപെടുക കേട്ടോ. ഒരിക്കൽ യോബ് എന്ന് പറയുന്നത്, യോബ് മനുഷ്യൻ ചോദിച്ച ഒത്തിരി ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് മുമ്പാകെ അവൻ ഉത്തരവില്ലായിരുന്നു. എന്നാൽ ദൈവം അവനോട് ചോദിച്ച ചില ചോദ്യങ്ങൾ, അതിന്റെ അവസാനം കൊടുത്തിരിക്കുന്ന ഒരു ചോദ്യത്തിന്റെ ഉത്തരം പറയാം ഇങ്ങനെയാണ്: കരയുന്ന കാക്കയ്ക്കും കാട്ടിലേക്ക് ആമൻ കരയുന്ന കാക്കക്കുഞ്ഞിന് അതിന് തീൻ കിട്ടാതിരിക്കുമ്പോൾ അതിന് ആകാരം എത്തിച്ചു കൊടുക്കുന്നത് ആര്? ആമേ സാർ, യോബ് പറഞ്ഞു എനിക്കറിയത്തില്ലെന്ന്. എന്നാൽ ദൈവം പറഞ്ഞു അതിന് തീൻ എത്തിച്ചു കൊടുക്കുന്നത് അത് എന്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ്. അങ്ങനെയെങ്കിൽ നിന്റെ കുടുംബത്തെ, നിന്റെ ഭർത്താവിനെ, നിന്റെ തലമുറകളെ അവൻ എത്തിക്കേണ്ട മേഖലകൾക്കകത്ത് എത്തിക്കേണ്ടത് അത് ദൈവത്തിന്റെ ഉത്തരവാദിത്തമാണ്. ആ ഒരു ഉദാഹരണത്തിൽ കൂടി പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ഒത്തിരി പേര് നിങ്ങളെ കൈവിട്ടു, എന്നാൽ കൈവിടാത്തവനാകുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രിക്കാലം ദൈവദാസിയെ ദൈവാത്മാവിന്റെ ഒരു പ്രവചന ദൂത് കൈമാറുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന്റെ അകത്ത് സൗഖ്യങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ ബ്ലഡിന്റെ അകത്ത്,
നിങ്ങളുടെ ബ്ലഡിന്റെ അകത്ത്, നിങ്ങളുടെ ശരീരമണ്ഡലത്തിന്റെ അകത്ത് ആമേൻ തടിച്ചു കയറി വരുന്ന ചില അനുഭവതലങ്ങളെ പരിശുദ്ധാത്മാവ് കാണിക്കുന്നു കേട്ടോ. ഇന്ന് രാത്രികാലം ത്വക്കിന്റെ അകത്ത് വ്യാപരിക്കുന്ന, യേശുവിന്റെ നാമത്തിൽ രക്തത്തിന്റെ അകത്ത് വ്യാപരിക്കുന്ന, നിങ്ങളെ വീർപ്പ് മുട്ടിക്കുന്ന ചില അനുഭവതലങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം അപ്രത്യക്ഷമാകട്ടെ. ആ ശരീരമണ്ഡലം വിട്ട് എല്ലാ രോഗത്തിന്റെ സ്വാധീന വലയങ്ങളെ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, അത് ഇന്ന് രാത്രികാലം മാറട്ടെ. വലിയ ഡെലിവറൻസുകൾ, വലിയ വിടുതലുകൾ ഇന്ന് രാത്രികാലം ഉണ്ടാകുവാൻ ഞാൻ ആത്മനിയോഗത്തോടു കൂടെ പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ സുനിയാന്റിക്ക് വേണ്ടി ദൈവസേനയിൽ പ്രാർത്ഥിക്കുന്നു. അതേ ദൈവദാസി, ദൈവം പറഞ്ഞ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ വിശ്വസിക്കുക കേട്ടോ. ഇന്ന് രാത്രികാലം ആമേൻ എസ്തേറിന് വേണ്ടി രാജാവിന്റെ പൊഞ്ചെങ്കൽ ഒരിക്കലും ചലിക്കത്തില്ല. പക്ഷെ ചലിപ്പിക്കുന്ന ഒരു സാന്നിധ്യം ആ കരത്തിന്മേൽ ഇറങ്ങി നിനക്ക് വേണ്ടിയും നിന്റെ കുടുംബത്തിന് വേണ്ടിയും തലമുറകൾക്ക് വേണ്ടിയും ചലിപ്പിക്കത്തക്ക നിലവാരത്തിൽ രാജാവിന്റെ പൊഞ്ചെങ്കലുണ്ടെന്ന് ആത്മാവ് ഇന്ന് രാത്രികാലം ദൂത് കൈമാറുന്നു. ഇന്ന് രാത്രികാലം ഉന്നതന് മീതെ അത്യുന്നതുണ്ട് കേട്ടോ. അതുകൊണ്ട് കേട്ട ദൈവീയ ദൂതിനെ ആമൻ വിശ്വസിച്ചുകൊണ്ട് ആമൻ പ്രാർത്ഥിച്ചു. സന്ധിയങ്ങൾ കരച്ചിൽ വന്ന് രാവാർക്ക്, എന്നാൽ ഒരു ഉഷസ്സാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വെളിപ്പെടാൻ പോകുന്നത്. ചില ഭയങ്ങളൊക്കെ എടുത്തു കളയണമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു. ചില ഭയങ്ങൾ, ആ ഭയങ്ങളെ ഒന്നും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആമൻ എടുക്കരുത്. സാഹചര്യങ്ങളെ നിങ്ങൾ ഇന്ന് രാത്രികാലം ക്യാൻസൽ ചെയ്യുക. ദൈവം പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് വെക്കൂ. ദൈവത്തിന്റെ ആത്മാവിന്റെ ചില ക്രമീകരണങ്ങളെ, ചില ഉന്നതമാകുന്ന മേഖലകളെ നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കും വേണ്ടി ഒരുക്കി തരുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു. അടയപ്പെട്ട ചില സാമ്പത്തികമാകുന്ന മേഖലകൾക്ക് നടുവിലേക്ക് ഇന്ന് രാത്രിക്കാലം ചില വാതിലുകളെ പരിശുദ്ധാത്മാവ് തുറന്നിടാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ തലമുറകൾക്ക് വേണ്ടി ചില വാതിലുകളെ, കടലിന്റെ അകത്ത് കിടന്ന ലിബിയാദാന്റെ തലയെ തകർത്ത് അതിനെ ചിറകമുളപ്പിച്ച് അതിനെ ഇസ്രായേലിന്റെ പാളയത്തിൽ കൊണ്ടെത്തിച്ച ദൈവത്തിന്റെ കരം, ചില കരുതലുകൾ നിങ്ങൾക്ക് വേണ്ടി ചിലതൊക്കെയും സാങ്ഷനായി വെളിപ്പെടുന്നത് പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. ചിലതൊക്കെയും ദൈവാത്മാവ് എഴുതിത്തള്ളുന്നത് കാണിക്കുന്നു. ഇന്ന് രാത്രികാലം ദൈവദാസിയെ ഭയപ്പെടരുത്, ഉറച്ചു നിന്നു. ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാനിരിക്കുന്ന രക്ഷയെ നിങ്ങൾ കണ്ടുകൊള്ളുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ദൂത് കൈമാറുന്നു. ജോയ്സ് ജോർജാനിക്ക് വേണ്ടി ദൈവസേനയിൽ പ്രാർത്ഥിക്കുന്നു. ദൈവദാസിയെ ഞാൻ ആത്മാവിൽ ദൂത് കൈമാറുന്നു കേട്ടോ. യഹോവ നിങ്ങൾക്കൊരു ഗ്രഹം തരുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ശക്തമായി ഇടപെടുക. കഴിഞ്ഞ നാളുകളിലൊക്കെയും നിങ്ങൾ ആഗ്രഹിച്ചതും നിങ്ങൾ പ്രതീക്ഷിച്ചതിനുമായി ഉപരിയായി നിങ്ങൾക്ക് വേണ്ടിയുള്ള ചില കരുതലുകൾ ഒരുക്കപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു. ദൈവാത്മാവിനോട് പറയുന്ന ചില രാജ്യങ്ങളുടെ അകത്തളത്തിൽ നിന്നുള്ള ചില ഇടപെടലുകൾ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാകും. കഴിഞ്ഞ നാളുകൾ നിങ്ങൾ കരഞ്ഞ അനവധി വിഷയങ്ങളുണ്ട്. അതിന്റെ അകത്ത് പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾക്ക് നടുവിൽ വേഗത്തിനൊരു മാറ്റം തരും. 2024 നിങ്ങൾക്ക് ചില വസ്തുക്കൾ വാങ്ങിക്കത്തക്ക നിലവാരത്തിൽ, അതിൽ ഭവനം പണിത് ദൈവത്തെ ആരാധിക്കത്തക്ക നിലവാരത്തിൽ ദൈവം ചില ക്രമീകരണങ്ങൾ ഒരുക്കും. ദൈവദാസി, എന്ന് രാത്രികാലം ആത്മാവിൽ ഞാൻ പറയുന്ന ദൂതിനോട് പ്രതികരിക്കണം. നിങ്ങളുടെ ശരീരത്തിൽ കത്തിവെക്കുവാൻ ആമേൻ പിശാച് പദ്ധതി ഒരുക്കുമ്പോൾ, ചില നിയമങ്ങളും രേഖകളും വിരോധമായി വെളിപ്പെടുമ്പോൾ, നിങ്ങൾ ഇന്ന് രാത്രികാലം പറ, എന്റെ ശരീരത്തിൽ കത്തിവെക്കത്തില്ല. കൈതൊടാതെ ഓപ്പറേഷൻ ചെയ്യുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. അത് എന്റെ തലമുറയ്ക്കകത്തും വെളിപ്പെട്ടു വന്നത്. ഡോക്ടർ റിപ്പോർട്ടുകളെ ക്യാൻസൽ ചെയ്തു. ഇന്ന് രാത്രിക്കാലം ചില റിപ്പോർട്ടുകളെ ക്യാൻസൽ ചെയ്യട്ടെ. ദൈവദാസി, ഇന്ന് രാത്രിക്കാലം നിങ്ങൾക്ക് നിവർന്നു നിൽക്കുവാൻ കഴിയാതെ വന്നു. ഇന്നലകളിൽ പോരാടി എഴുന്നേറ്റ ചില ആധിപത്യങ്ങളെ പരിശുദ്ധാത്മാവ് ഉടച്ചു കളയട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവദാസിയെ ആ മോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണേ. അകാരണമാകുന്ന ഭയങ്ങൾ പെട്ടെന്ന് അവളുടെ മനസ്സിനെ വല്ലാതെ ചേഞ്ച് ചെയ്യുന്ന, ഭയങ്കരമായി ഇറിറ്റേഷൻ വരുന്ന ചില സാഹചര്യങ്ങൾക്ക് നടുവിൽ നിന്ന് ആ കുഞ്ഞിനെ പയ്യെ മാറ്റി ആമേൻ ഏകാന്തതയിലേക്ക് കൊണ്ടുപോകാൻ ദൃഷ്ടി വെക്കുമ്പോൾ ഈ ദിവസങ്ങൾ പ്രാർത്ഥിച്ചു. ആമേൻ നിന്റെ അവകാശത്തിന്റെയും പാനപാത്രം ദൈവമായി വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിക്കാലം ശക്തമായി ഇടപെടുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ. ബ്ലസ്സൻ ആന്റിക്ക് വേണ്ടി ദൈവസഭയിൽ പ്രാർത്ഥിക്കുന്നു. വലിയ നിയോഗങ്ങളുണ്ട് കേട്ടോ. യോസപ്പാണ് ഫലപ്രദമായ വൃക്ഷമാണ്. വളരുവാനുള്ള സാഹചര്യമില്ല, പക്ഷെ പരിധികൾ വെച്ചിട്ടുണ്ട്. ആ പരിധികൾ മതിൽക്കെട്ടുകളായി യോസഫ് ഇവിടം വരെ മതി. ഇന്ന് രാത്രികാലം ദൈവദാസിയെ ഞാൻ ആത്മാവിൽ ഒരു ദൂത് കൈമാറാം. നിങ്ങളെ അളന്നവരും നിങ്ങളുടെ വേദികൾ നിഷേധിച്ചവരും നിങ്ങളെ പരിഹസിച്ചവരും യോസഫിന്റെ ദർശനങ്ങളെ പുച്ഛിച്ചവരില്ല. ഒരിക്കൽ യോസഫിന്റെ മുൻപാകെ വന്ന് നിന്നതുപോലെ അസാധാരണമാകുന്ന വെളിപ്പാടിന്റെ തലത്തിലേക്ക്, പ്രവചന തലത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ കടത്തും. ആരും ശുശ്രൂഷിച്ചിട്ടില്ലാത്ത ലെവലിന്റെ അകത്തേക്ക് ഭയങ്കരമാകുന്ന വെളിപ്പാടുകൾ നൽകി തരും. ഈ ദിവസങ്ങൾ ദൈവം തരുന്ന വെളിപ്പാടുകൾ നിങ്ങൾ ഒരു പുസ്തകത്തിന്റെ അകത്ത് എഴുതി വെച്ച് അത് നാളുകളായി, വർഷങ്ങൾ കഴിയുമ്പോൾ യോഹന്നാൻ വെളിപ്പാട് പുസ്തകം എഴുതിയതുപോലെ ചിലത് എഴുതത്തക്ക നിലവാരത്തിൽ ദൈവത്തിൻ്റെതായ ക്രമീകരണങ്ങൾ ഒരുക്കും. സ്വന്തമായി പിന്നെയും ചില പാട്ടിൻ്റെതായ ക്രമീകരണങ്ങൾ ഉണ്ടാകും. നിങ്ങൾക്ക് വേണ്ടി അസാധാരണമാകുന്ന ചില വഴികളും വാതിലുകളും ദൈവത്തിന്റെ ആത്മാവ് ഒരുക്കും. ഞാൻ അത്
ആമേൻ പറയുമ്പോൾ തന്നെ അസാധാരണമായി കയറി വരുന്ന ചങ്കിനുള്ള വേദനകളുണ്ട്. യേശുവിന്റെ നാമത്തിൽ ആ ശരീരമായിട്ടോ അവൻ തന്റെ ശുശ്രൂഷയുമായിട്ടോ തന്റെ കുടുംബവുമായിട്ടോ തന്റെ കുടുംബ ജീവിതവുമായിട്ടോ ബന്ധപ്പെട്ട് കയറി വന്ന എല്ലാ സാത്താന്യ മണ്ഡലങ്ങൾ, പരിധി വെച്ച് നിലനിൽക്കുന്ന അനുഭവ തലങ്ങളെ പരിശുദ്ധാത്മാവിൽ ഞാൻ ആത്മാവിൽ ബന്ധിക്കുന്നു. ദൈവത്തിന്റെ അസാധാരണമായ കരം വെളിപ്പെടട്ടെ. ആമേൻ. ഷിജി ഡാൽമോൾ ദൈവദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസനെ ദൈവാത്മാവ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ഷിഫ്റ്റിംഗ് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അതിനുവേണ്ടി ഒരുങ്ങിക്കൊള്ളുവാൻ പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു. അടുത്ത 3 മാസം ദൈവാത്മാവ് എന്നോട് അങ്ങനെ ഒരു കാലയളവ് കാണിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തെ കേട്ട ദൈവത്തിന്റെ ദൂതിന്റെ നിവർത്തി നിങ്ങളെ നിരാശപ്പെടുത്തിയ ഒതുക്കിക്കളഞ്ഞ അനുഭവ തലത്തിന്റെ അകത്തുനിന്ന് ആത്മാവ് ശക്തമായി പുറത്തെടുത്ത് ദൈവത്തിന്റെ നിയോഗത്തിന്റെ അസാധാരണമാകുന്ന മേഖലകൾ, മോശം ഇസ്രായേലിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്നെണ്ണിയതുപോലെ ഇന്നലകൾ വിട്ടതിനേക്കാൾ ശ്രേഷ്ഠകരമാകുന്ന ഉന്നതകരമാകുന്ന ചില വഴികളും വാതിലുകളും നിങ്ങളുടെ വേലയെ സപ്പോർട്ട് ചെയ്യുവാൻ, നിങ്ങൾക്ക് കൈത്താങ്ങൾ ചെയ്യുവാൻ ദൈവം ചില വഴികളും വാതിലുകളും വിശാലതകളും ഒരുക്കി തന്ന് ഇനി നിങ്ങളുടെ കരം കുറുകിപ്പോകാതെ, നിങ്ങൾ നിരാശപ്പെട്ടു പോകാതെ ദൈവത്തിന്റെ ആത്മാവിന്റെ ഇടപെടലുകൾ ഉണ്ടാകും. ദൈവദാസിയുടെ ഉദരത്തിൽ കരം വെച്ച് ഈ ദിവസങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. വിശ്വാസത്തോടുകൂടെ തന്നെ ചിലത് പ്രഖ്യാപിക്കണം. ആ ശരീരത്തോട് പോരാടി കയറി വരുന്ന ചില രോഗത്തിന്റെ പോരുകളുണ്ട്. ഇന്ന് രാത്രികാലം യേശുവിന്റെ നാമത്തിൽ അവരുടെ ജീവിതത്തിന്റെ അകത്ത് ഭയങ്കരമാകുന്ന മിനിസ്ട്രിയുടെ വാതിലുകൾ തുറന്നു വരട്ടെ. ഇന്നലകൾ അടഞ്ഞു കളഞ്ഞ എല്ലാം ഓപ്പണായി വരട്ടെ. ഫൈനാൻഷ്യൽ മേഖലകൾ യേശുവിന്റെ നാമത്തിൽ ഓപ്പണായി വരട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവെ, ആമേൻ. സ്വസ്ഥമ ആന്റിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ് വലിയ നിരാശയിലൂടെ കടന്നു പോകുമ്പോൾ യേശുവിന്റെ മഹത്വത്തിന്റെ കരം ആ കുടുംബത്തിന്റെ അകത്ത് വെളിപ്പെടണം. മാനസിക മണ്ഡലത്തിന്റെ അകത്ത് ഒതുക്കുവാൻ സാത്താന്യ മണ്ഡലങ്ങൾ പിടിമുറുക്കി നിന്റെ വാക്തത്വങ്ങൾക്ക് വിരോധമായി ദൈവദാസിയെ വാക്തത്വത്തിന്റെ സമയമായപ്പോൾ ഇസ്രായേൽ ജനത്തിന് പീഡനങ്ങൾ വന്നത് കേട്ടോ. പീഡനങ്ങൾ വന്നപ്പോൾ ഇസ്രായേൽ ജനം നിലവിളിച്ചു. ആ നിലവിളി കേൾക്കുവാൻ ഒരു മനുഷ്യനുണ്ടായില്ല. എന്നാൽ ഞാൻ എടുത്ത വചനം ആ ജനത്തിന്റെ നിലവിളിയും കഷ്ടതയും ഞാൻ കണ്ടുവെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂത് കൈമാറുന്നു. ഇന്ന് രാത്രിക്കാലം നാമത്തെ മുടിച്ചു കളയുവാൻ ഒരുവൻ തർസീസിലേക്ക് ആമേൻ പുറപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രിക്കാലം ഞാൻ ആത്മാവിൽ ദൂത് കൈമാറാം. ആമേ സ്വരം ആമേ ശൗല് ആമേ സ്വരം ആമേൻ കടന്നുപോയെങ്കിൽ അവനെ വഴിയിൽ തടഞ്ഞു നിർത്തിയ ഒരു ദൈവ സാന്നിധ്യമുണ്ട്. സ്തോത്രം പറഞ്ഞാട്ടെ, സ്തോത്രം പറഞ്ഞാട്ടെ. ദൈവദാസി ചിലതിനെ തടയും. കാരണം എന്താണെന്നറിയാമോ? ആമേ സ്വരം അവൻ ഡമസ്കോസിലേക്ക് കടന്നു പോകുമ്പോൾ ഒരുവൻ മാറിയിരുന്ന് പ്രാർത്ഥിക്കുക. അവന്റെ പേരാണ് അനന്യാസ്. അവന്റെ പേരാണ് അനന്യാസ്. ദൈവദാസിയെ പ്രാർത്ഥിക്കാൻ കഴിയുമോ? പരിഭവമൊന്നും പറയണ്ട ദൈവദാസി. മാറിയിരുന്ന് പ്രാർത്ഥിച്ചോ. ചിലതിനെ നിങ്ങൾ കാര്യമാക്കണ്ട. ചിലതിനെ വഴിയിൽ തടയുമെന്ന് ആത്മാവ് ദൂത് കൈമാറുന്നു. ആമേൻ. പല മേഖലകൾക്കകത്തളത്തിൽ നിങ്ങളെ ഓർത്താണ് ചില മേഖലകൾ തടുക്കാതെ വണ്ണം ദൈവം നിർത്തിയിരിക്കുന്നത്. ആമേൻ. വാക്തത്വത്തിന്റെ സമയമാകുമ്പോൾ, പ്രോമിസിന്റെ സമയമാകും ഇസ്രായേലിന് വിരോധമായി പീഡനങ്ങൾ കടന്നു വന്നതുപോലെ നിങ്ങൾക്ക് വിരോധമായി കടന്നു വന്ന സകല സാത്താന്യ പ്രവർത്തനങ്ങൾ ആമേൻ നിങ്ങളുടെ ജീവിതത്തിന്, ആരോഗ്യത്തിന്, ആയുസ്സിന്, നന്മകൾക്ക് വിരോധമായി ഇപ്പോൾ നിങ്ങളുടെ ഭവനത്തിന്റെ അകത്ത് വ്യാപരിച്ചു നിലനിൽക്കുന്ന സകല പൈശാചിക പാരമ്പര്യ കുടിയിരിപ്പുകൾ, ചില സ്റ്റേറ്റുകൾ കടന്നു വന്ന് ദുരാത്മാ ശക്തിയുടെ സ്വാധീന വലയങ്ങളെ ആത്മാവിൽ ഞങ്ങൾ സഭയൊരുമിച്ച് ശാസിക്കുകയാണ്. ഭവനം വിട്ട് മാറട്ടെ. സ്വസ്ഥത കൊടുക്കത്തില്ലെന്ന് വാദിക്കുന്ന പൈശാചിക ഉറവിടങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം ആ ഭവനം വിട്ട് മാറട്ടെ. ദൈവപ്രവർത്തി വെളിപ്പെടും. ദൈവപ്രവർത്തി ഒരു ഏഞ്ചൽ പ്രൊട്ടക്ഷൻ ദൈവദാസിയെ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാകട്ടെ. കർത്താവിന്റെ കരം ചലിക്കണമേ. ഇന്ന് രാത്രികാലം ഇതിന്റെ അകത്തായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരെയും ആശീർവദിക്കണം. ഇന്ന് വരെ വെളിപ്പെടാത്ത അസാധാരണമായ പ്രവർത്തികൾ വെളിപ്പെടട്ടെ. നിയോഗത്തോടെ ഫാത്തിമയ്ക്കായി സ്തോത്രം. കർത്താവ് ആ സഹോദരിയുടെ ജീവിതത്തിന്റെ അകത്ത് ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാകട്ടെ. അവൾ ലൈഫിനെ ചേഞ്ച് ചെയ്യുന്ന ഒരു ദൈവശക്തി വ്യാപരിക്കട്ടെ. ഇന്ന് വരെ കാണാത്ത സാധാരണമാകുന്ന പ്രവൃത്തിയുടെ തലങ്ങളെ ജീവിതത്തിന്റെ അകത്ത് പരിശുദ്ധാത്മാവേ അങ്ങ് വെളിപ്പെടുത്തുന്ന വിധങ്ങൾക്കായി സ്തോത്രം. ഇതിന്റെ അകത്തായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് ഒരിക്കൽ കൂടി ദൈവനാമത്തിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അസാധാരണമായി ദൈവം അനുഗ്രഹിക്കും. ആമേൻ. 2 അപ്പം വായ്പ ചോദിച്ചവന് വേണ്ടുവോളം കൊടുത്തെങ്കിൽ ആമേൻ മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കും. ആ വിധത്തിൽ ചില സ്വർഗത്തിന്റെ വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കട്ടെ. പ്രാർത്ഥിച്ച് ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. പിതാവാകുന്ന ദൈവത്തിന്റെ സ്നേഹം, പുത്രനാകുന്ന യേശു കർത്താവിന്റെ കൃപ ആശ്വസിപ്പിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും കാവലും പരിപാലനം നാം എല്ലാവരോടും പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും സകല വിശുദ്ധന്മാരോടും ക്രിസ്തുവേശുവിന്റെ മേഘ പ്രത്യക്ഷത വരെ കൃപയും സാന്നിധ്യ സമാനം കൂടിയിരുന്നുള്ളവാറാകട്ടെ. ആമേൻ. ഇന്ന് രാത്രികാലം ചേർന്ന് നൽകിയ ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരെയും ദൈവം മാനിക്കട്ടെ. ഇന്ന് രാത്രികാലം ജോയിൻ ചെയ്ത എല്ലാവരോടുമുള്ള
ക്രിസ്തുവിൽ നന്ദിയും വന്ദനം അറിയിക്കുന്നു. വചനം ആമേൻ സ്തോത്രം എടുക്കുവാൻ ആമേൻ സ്തോത്രം സാധിച്ചില്ല. എന്നിരുന്നാലും പരിശുദ്ധാത്മാവ് നൽകി തരുന്ന നിയോഗങ്ങളെ ഇന്ന് രാത്രികാലം ശുശ്രൂഷിപ്പാൻ ദൈവാത്മാവ് ഇടയാക്കി എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസിമാരോടും ദാസന്മാരോടുള്ള നന്ദി സ്നേഹം അറിയിക്കുന്ന ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.